ഹായ്, എന്താണ് എല്ലാവരുടെയും വിശേഷം? കുറച്ച് ദിവസമായി വന്നിട്ട് നല്ല പനിയായിരുന്നു. അതുകൊണ്ടാണ്. വരുമ്പോൾ നല്ല അടിപൊളി കഥയായിട്ട് വരണ്ടേ? അതുകൊണ്ട് നല്ല സൂപ്പർ കഥയാണ്. നിങ്ങൾക്ക് ആകാംക്ഷയോടെ കേട്ടിരിക്കാൻ പറ്റിയ നല്ല അടിപൊളി കഥയാട്ടോ. ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ തൻ്റെ മുന്നിലിരുന്ന 3 പേരും ആ വലിയ കസാരയിൽ ഇരുന്നയാളെ തന്നെ തറപ്പിച്ചു നോക്കി. മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത പോലെ അയാളുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. ആദ്യമായാണ് അദ്ദേഹത്തെ അവർ ഇങ്ങനെ കാണുന്നത്. പ്രായം 68 ആയെങ്കിലും ഇന്നും ഒരു യുവാവിൻ്റെ മനസ്സാണ് അയാൾക്ക്. പല പ്രതിസന്ധികളെയും ചിരിച്ചുകൊണ്ട് നേരിട്ട അയാൾ അല്പം മുമ്പ് അവരോട് പറഞ്ഞ വാക്കുകൾ, അതാണ് അവിടെ തളം കെട്ടിക്കിടന്ന പിരിമുറുക്കങ്ങൾക്ക് പിന്നിൽ. അയാൾ പറഞ്ഞ വാക്കുകൾ അത്രയേറെ ഗൗരവമായിരുന്നു. അയാളുടെ തീരുമാനത്തിനായി അവർ ഏറെ നേരം കാത്തിരുന്നു. പ്രതീക്ഷിച്ച മറുപടിയൊന്നും കിട്ടാതിരുന്നപ്പോൾ 3 പേരിൽ മുതിർന്നയാൾ അയാളെ നോക്കി പറഞ്ഞു തുടങ്ങി. പ്രധാനമന്ത്രിജി, നമ്മൾ ഈ പ്രശ്നത്തിന് എങ്ങനെ ഒരു പരിഹാരം കാണും? തൻ്റെ മുന്നിലിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആനന്ദ് വർമ്മയെ അയാൾ തറപ്പിച്ചു നോക്കി. വർമ്മജി, നമ്മൾ 4 പേരും ഇവിടെ കൂടിയിരിക്കുന്നത് ഈ പ്രശ്നത്തിന് പരിഹാരം തേടാൻ തന്നെയാണ്. അത്രയും അതീവ രഹസ്യ സ്വഭാവമുള്ള വിഷയമായതുകൊണ്ടാണ്. ഈ പ്രശ്നത്തിൽ നേരിട്ടുള്ളൊരു അപ്രോച്ച്. അയാളൊന്ന് നിർത്തി അവരുടെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കി. അങ്ങനെ ഒരു അപ്രോച്ചിൻ്റെ പരിണിത ഫലം എന്താകുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഇങ്ങനെയൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ അഭിപ്രായവും അനുഭവ സമ്പത്തുമാണ് എനിക്ക് ആവശ്യം. അയാൾ പറഞ്ഞു നിർത്തി. ജി, താങ്കൾ പറഞ്ഞു വന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അങ്ങയുടെ തീരുമാനം, അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. IB, CBI, റോ, SBG, നമുക്ക് മുന്നിൽ അനന്തമായ സാധ്യതകൾ കിടക്കുമ്പോൾ അങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്തിനാ? പ്രതിരോധ മന്ത്രി വിക്രം സിംഗ് പറഞ്ഞത് കേട്ട പ്രധാനമന്ത്രി അയാളെ നോക്കി. ഒരു കമാൻഡോ ഓപ്പറേഷനാണോ വിക്രംജി ഉദ്ദേശിക്കുന്നത്? പ്രദേശത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ വെച്ചു നോക്കിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോയേക്കാം. വിക്രമിന് അയാൾ മറുപടി നൽകി. ജി, എന്താണ് ഉദ്ദേശിക്കുന്നത്? അങ്ങയുടെ മനസ്സിൽ എന്തോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതേപറ്റി ഞങ്ങളോട് സംസാരിക്കാനാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച വിളിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി നളിൻ കുമാർ പാണ്ഡെ പറഞ്ഞ വാക്കുകൾ കേട്ട് അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ മൂവരെയും നോക്കി. താങ്കൾ പറഞ്ഞത് വാസ്തവമാണ്. എൻ്റെ മനസ്സിൽ ഒരു സജഷനുണ്ട്. അയാൾ മൂവരെയും മാറി മാറി നോക്കി. ജി, അങ്ങയുടെ തീരുമാനം തെറ്റാകില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പിന്നെ ഇങ്ങനൊരു കാര്യം പറയാൻ എന്തിനാണ് ഇത്തരമൊരു മുഖവുര? അദ്ദേഹത്തിൻ്റെ മുഖഭാവം കണ്ട ആനന്ദവർമ്മ അദ്ദേഹത്തിന് ആത്മവിശ്വാസം പകരാനായി പറഞ്ഞു. വർമ്മജി, ഞാൻ ഈ ദൗത്യത്തിനായി പ്രൊജക്ട് ഹമ്മിങ് ബേർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ പോവുകയാണ്. അയാൾ പറഞ്ഞത് കേട്ട് സ്തംഭിച്ചുപോയ മൂവരും ചാടി എഴുന്നേറ്റു. ജി, ആർ യു ഔട്ട് ഓഫ് യുവർ മൈൻഡ്? ജി, എന്താ പറഞ്ഞത്? വല്ല ബോധ്യവും അങ്ങേക്കുണ്ടോ? എന്തൊരു മണ്ടത്തരമാണ് അങ്ങ് പറഞ്ഞത്? വർമ്മ അയാളെ നോക്കി പറഞ്ഞു. തനിക്ക് മുന്നിൽ ഞെട്ടി നിൽക്കുന്നവരെ അദ്ദേഹം ഒരു നിമിഷം നോക്കി നിന്നു. നിങ്ങളുടെ ഈ പകച്ചുള്ള നിൽപ്പ് ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം ഇത്രയും വളച്ചു കെട്ടി പറയേണ്ടി വന്നതും. വർമ്മജി, ഞാനൊന്നും ചിന്തിക്കാതെയാണ് ഈ ഒരു കാര്യം പറഞ്ഞതെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഇതിൻ്റെ എല്ലാ ഭവിഷ്യത്തുകളെക്കുറിച്ചും 1000 വട്ടം ചിന്തിച്ച ശേഷമാണ് ഞാൻ ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. ജി, അങ്ങ് എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു തീരുമാനത്തോട് യോജിക്കാൻ എനിക്ക് കഴിയില്ല. വർമ്മ അദ്ദേഹത്തോട് അല്പം കടുത്ത സ്വരത്തിൽ തന്നെ പറഞ്ഞു. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഹമ്മിങ് ബേർഡിൻ്റെ പ്രവർത്തനം അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല ജി. അങ്ങ് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത്രയും ജനസാന്ദ്രതയും പ്രബുദ്ധരായ ജനങ്ങളുമുള്ള ഒരു സംസ്ഥാനത്ത് ഹമ്മിങ് ബേർഡിൻ്റെ പ്രവർത്തനം അങ്ങക്കിതെങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞു? ഒരു പുഞ്ചിരിയോടെ അയാൾ വർമ്മ പറയുന്നത് മുഴുവനും കേട്ടിരുന്നു. എൻ്റെ വർമ്മജി, താങ്കൾ ഇങ്ങനെ ബേജാറാകാതെ. താങ്കൾ ഈ പറഞ്ഞ ഘടകമാണ് ഈ ജോലിക്കായി ഹമ്മിങ് ബേർഡ് പ്രോജക്റ്റിനെ ഏൽപ്പിക്കാൻ തയ്യാറായത്. ഇത്രയും രഹസ്യമായൊരു നീക്കം ഹമ്മിങ് ബേർഡിനെ കൊണ്ടല്ലാതെ ആർക്കാണ് നടത്താൻ പറ്റുക? ഒരു പൂവിൽ നിന്നും തേൻ കുടിക്കുന്ന ലാഘവത്തിൽ ലക്ഷ്യം പൂർത്തിയാക്കി പറന്നു പോകാനുള്ള ആ കഴിവിൽ അങ്ങേക്ക് സംശയമുണ്ടോ? ഇവിടെ ഇരിക്കുന്നതിൽ ആർക്കെങ്കിലും ഹമ്മിങ് ബേർഡിൻ്റെ എഫിഷ്യൻസിയിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അയാൾ ഉറക്കെ ചോദിച്ചത് കേട്ട് ആരും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ നിശബ്ദത ഭേദിച്ചുകൊണ്ട് വിക്രം പറഞ്ഞു തുടങ്ങി. ജി, റിസൾട്ടിൻ്റെ കാര്യത്തിൽ ഇവിടെ ആർക്കും ഒരു സംശയവുമില്ല. പക്ഷെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ മാത്രമാണ് ഇവ പരീക്ഷിച്ചിട്ടുള്ളത്. അവിടെയൊക്കെ ആ വന്യത കണ്ട് നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്തെന്നാൽ, ഇറ്റ് വിൽ ഓൺലി ആൻസർ ടു യു. മറ്റാരുടെയും വാക്കുകൾ അവ ചെവി കൊടുക്കാറില്ല, അവ അനുസരിക്കുകയുമില്ല. ഇതെല്ലാമാണെങ്കിലും ഞങ്ങൾ അങ്ങയുടെ തീരുമാനത്തോട് യോജിക്കുന്നു. ഈ ഒരു കാര്യം ചെയ്യാൻ മറ്റാരേക്കാളും മികച്ചത് ബേഡ് തന്നെയായിരിക്കും. അത്രയും കേട്ടപ്പോഴേക്കും അയാൾ ഒരു പുഞ്ചിരിയോടെ തൻ്റെ മേശപ്പുറത്തിരുന്ന ഫോൺ എടുത്ത് ഡയൽ ചെയ്ത് കാതിൽ വെച്ചു. ദില്ലിയിലെ അക്ബർ റോഡിലൂടെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന ജീപ്പിൻ്റെ ഉള്ളിൽ ഉച്ചത്തിൽ മ്യൂസിക് പ്ലെയറിലൂടെ പുറത്തേക്ക് ഒഴുകിയെത്തിയ പാട്ടിന് താളം പിടിച്ചുകൊണ്ട് അയാൾ വണ്ടി കൂടുതൽ വേഗത്തിൽ ചവിട്ടിവിട്ടു. പെട്ടെന്നാണ് പാട്ടിൻ്റെ ശബ്ദത്തെ ഭേദിച്ചുകൊണ്ട് അയാളുടെ ഫോണിലേക്ക് മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ ശബ്ദമെത്തിയത്. അയാൾ തൻ്റെ ഫോണെടുത്ത് മെസ്സേജ് വായിച്ചതും മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. 1 മണിക്കൂറോളം സഞ്ചരിച്ച അയാൾ ആളൊഴിഞ്ഞൊരു കെട്ടിടത്തിലേക്ക് തൻ്റെ ജീപ്പ് ഓടിച്ചു കയറ്റി.
ഡോർ തുറന്ന അയാൾ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് നടന്നു കയറി. കെട്ടിടത്തിന്റെ ഉള്ളിൽ അയാളെ കാത്ത 6 പേർ നിൽപ്പുണ്ടായിരുന്നു. അവർ 6 പേരും ആദ്യമായാണ് കണ്ടുമുട്ടുന്നത്. ആദ്യമുണ്ടായിരുന്ന അപരിചിതത്വം മാറിയതോടെ അവർ പരസ്പരം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് അയാളെത്തി. അയാളെ കണ്ടതും അവർ സിവിൽ സല്യൂട്ട് ചെയ്ത് അയാളെ സ്വീകരിച്ചു. അവർക്ക് മുന്നിലായി കൈ പിന്നിൽ കെട്ടി നിന്ന് അയാൾ അവരെ ഓരോരുത്തരെയും വീക്ഷിച്ചു. ക്യാപ്റ്റൻ ധരൻ സിംഗ് CRPF റാപ്പിഡ് ആക്ഷൻ വിംഗ് റിപ്പോർട്ടിംഗ് ഫോർ ഡ്യൂട്ടി സാർ. അതിൽ 35 വയസ്സ് പ്രായം തോന്നിക്കുന്നയാൾ വന്നയാൾക്ക് മുന്നിൽ അയാളെയും സ്വയം പരിചയപ്പെടുത്തി. എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് വീർ സേന സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് ദില്ലി പോലീസ് റിപ്പോർട്ടിംഗ് സാർ. ഇൻസ്പെക്ടർ സക്കീർ ഹുസൈൻ ആൻഡ് ടെററിസ്റ്റ് സ്ക്വാഡ് ദില്ലി പോലീസ് റിപ്പോർട്ടിംഗ് സാർ. ബോംബ് സ്ക്വാഡ് സ്പെഷ്യലിസ്റ്റ് അമീർ അക്ബർ ആൻറ്റി ടെററിസ്റ്റ് വിംഗ് റിപ്പോർട്ടിംഗ് സാർ. വരുൺ ധവാൻ NIA അനലിസ്റ്റ് റിപ്പോർട്ടിംഗ് സാർ. അശോക് ചന്ദ്രൻ സൈബർ ഡിവിഷൻ NIA റിപ്പോർട്ടിംഗ് ഫോർ ഡ്യൂട്ടി സാർ. അവർ ഓരോരുത്തരും സ്വയം അയാളെ പരിചയപ്പെടുത്തി. I am ACP അർജുൻ രമേശ്, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് സെൻട്രൽ ഇൻ്റലിജൻസ് ആൻഡ് കമാൻഡിംഗ് ഓഫീസർ ഓഫ് ദിസ് മിഷൻ. അയാൾ അവർ 6 പേരെയും നോക്കി പറഞ്ഞു, ജെന്റിൽമാൻ, നിങ്ങളെ ഈ മിഷന് തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ നോക്കിയത് നിങ്ങളുടെ പ്രവർത്തന മികവ് മാത്രമാണ്. അതാണ് നിങ്ങൾ 6 പേരെയും എൻ്റെ മുന്നിലെത്തിച്ചത്. നിങ്ങളുടെ ആ പ്രവർത്തന മികവാണ് എനിക്ക് ആവശ്യം. അത്രയും അതീവ ഗൗരവമുള്ളതാണ് ഈ മിഷൻ. ആൻഡ് ഇറ്റ് വിൽ ബി ഇൻ കേരള. ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മുടെ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ നമ്മൾ അത്രത്തോളം ജാഗരൂകരാകേണ്ടതുണ്ട്. അത്രയും ഗൗരവമുള്ളതാണ് ഈ ദൗത്യം. ഈ നിമിഷം മുതൽ നമ്മൾ ഈ മിഷൻ അവസാനിപ്പിക്കുന്നത് വരെ നിങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ വീടുകളിലേക്കോ സുഹൃത്തുക്കളെയോ ബന്ധപ്പെടാൻ അനുവാദമുണ്ടായിരിക്കുന്നതല്ല. നമ്മൾ 7 പേർ പരസ്പരമല്ലാതെ മറ്റൊരു തരത്തിലുമുള്ള കമ്മ്യൂണിക്കേഷൻസ് പാടില്ല. എപ്പോഴൊക്കെ നമ്മൾ തനിച്ചു പോകുന്നോ ആ സമയങ്ങളിലെല്ലാം നമ്മൾ കോൺഫറൻസ് കോളിൽ കണക്റ്റ് ആയിരിക്കണം. ആൻഡ് യു ഷുഡ് റിപ്പോർട്ട് എവറിത്തിങ് ടു മീ. അതൊരു ചെറിയ കാര്യമായാൽ പോലും. ഈ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ കമാൻഡിങ് സെൻറ്ററിലേക്ക് അറിയിക്കും. ആൻഡ് വൺ മോർ തിങ്, ഫയർ ചെയ്യാൻ പാടില്ല ഞാൻ പറയുന്നത് വരെ. ഞാൻ പറയാതെ ഒരു സിംഗിൾ ബുള്ളറ്റ് പോലും ഫയർ ചെയ്യാൻ പാടില്ല. എവറിത്തിങ് ക്ലിയർ ബോയ്സ്? അർജുൻ അവർക്ക് നേരെ ചോദിച്ചു. യെസ് സാർ, ലൗഡ് ആൻഡ് ക്ലിയർ. അവർ ഒരേ സ്വരത്തിൽ അർജുന് മറുപടി നൽകി. ആൻഡ് എനി ഡൗട്ട്? അവരുടെ മുഖത്ത് എന്തോ ഒരു സംശയം നിഴലിക്കുന്നത് കണ്ട് അർജുൻ ചോദിച്ചു. വീർ സാബ്, ആപ് കുച്ച് കഹന ചാഹത്തെ ഹൈ ക്യാ? അർജുൻ്റെ ചോദ്യം കേട്ട് വീർ അവനെ നോക്കിയ ശേഷം പറഞ്ഞു തുടങ്ങി. സാബ്, ആപ് മിഷൻ കെ ബാരെ മേ അബ് തക് കുച്ച് നഹീ ബതായ. യേ കേസി മിഷൻ ഹൈ. ആപ് ഫിക്കർ മത് കരോ വീർ ജി, ഐ വിൽ ബ്രീഫ് യു. ഇപ്പം നമുക്ക് ഫ്ലൈറ്റ് പിടിക്കേണ്ട സമയമാണ്. വീറിൻ്റെ ചോദ്യം കേട്ട് അർജുൻ അയാളുടെ തോളിൽ തട്ടി പറഞ്ഞു. ബട്ട് സാബ്, ഇസ് മിഷൻ കാ നാം ക്യാ ഹൈ? അമീറിൻ്റെ ചോദ്യം കേട്ട് അർജുൻ്റെ മുഖം വലിഞ്ഞു മുറുകിയത് കണ്ട മറ്റുള്ളവരുടെ മുഖത്തും ഒരു പരിഭ്രമം നിറഞ്ഞിരുന്നു. ഹമാരെ ഇസ് മിഷൻ കാ നാം ഹൈ പ്രോജക്ട് ഹമ്മിങ് ബേർഡ്. ദിസ് വിൽ ബി ഹൈലി ക്ലോസിഫൈഡ് ആൻഡ് ഡേഞ്ചറസ് മിഷൻ ഇൻ യുവർ ലൈഫ്. സോ ഗെറ്റ് റെഡി ഗൈസ്. ഉത്തരേന്ത്യൻ സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിലെ പാർവതി വാലി ഗ്രാമം കുത്തിയൊലിച്ചൊഴുകുന്ന പാർവതി നദിയുടെ സന്താനം എന്നാണെന്നാണ് ചെറുഗ്രാമം അറിയപ്പെടുന്നത്. പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായ പാർവതി വാലി, അവിടുത്തെ വെള്ളച്ചാട്ടങ്ങളും അരുവികളും പാറക്കെട്ടുകളുമെല്ലാം മനുഷ്യജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ്. പാർവതി നദി ബിയാസി നദിയുമായി കൂടിച്ചേരുന്നത് മുതൽ പാർവതി താഴ്വര കിഴക്കോട്ട് ഹിമാചലിലെ കുളു ജില്ലയിലെ ഭൂന്തർ പട്ടണത്തിൽ നിന്നും കുത്തനെയുള്ള വശങ്ങളിലുള്ള താഴ്വരയിലൂടെ ഒഴുകുന്നു. അവിടുത്തെ വാസികളും വിദേശികളായും നിരവധി സഞ്ചാരികളാണ് ദിനം പ്രതി പാർവതി വാലിയുടെ ഭംഗി ആസ്വദിക്കാനെത്തുന്നത്. അതിൽ ഭൂരിഭാഗവും സാഹസികത ഇഷ്ടപ്പെടുന്നവരും. കുത്തിയൊഴുകുന്ന അരുവിയും പാറക്കെട്ടുകളുമെല്ലാം പാർവതി വാലിയുടെ ഭംഗിക്ക് മാറ്റുകൂട്ടുന്നവയാണ്. അവിടെ നിന്നും അല്പം മാറിയുള്ള രുദ്രനാഗ് വെള്ളച്ചാട്ടവുമെല്ലാം പ്രകൃതി ഒരുക്കിയ വിസ്മയങ്ങളാണ്. ശൈത്യകാലത്ത് അസ്ഥി വരെ മരവിച്ചു പോകുന്ന തണുപ്പാണവിടെ. പാറക്കെട്ടുകളും മറ്റും കനത്ത മഞ്ഞിൽ പുതഞ്ഞു കിടക്കും. ശൈത്യകാലത്തിൻ്റെ ആരംഭം എടുത്തിട്ടും ഇത്തവണ മഴ ശക്തമായതിനാൽ പാർവതി നദി കല്ലിതുള്ളിയാണ് ഒഴുകുന്നത്. നദിക്കരയോട് ചേർന്നുള്ള ആ കൊച്ചു ടെണ്ടിൽ അവൻ പുതപ്പ് ഒന്നുകൂടെ തലവഴി വലിച്ചു മൂടിക്കിടന്നു. ഈ സമയം അവനെ തേടി വന്ന് പുറത്തു നിന്നുള്ള വിളികളൊന്നും അവൻ കേട്ടില്ല. ടെന്റിന് പുറത്തു നിന്നും ഒരു 10 വയസ്സുകാരിയാണ് അവളുടെ ആവുന്നത്ര ശബ്ദമുയർത്തി അവനെ വിളിച്ചു പോകുന്നത്. ഒടുവിൽ അവൾക്കും ഇനിയും അവനെ വിളിക്കാൻ വയ്യുന്ന അവസ്ഥയിലായി. സൈകെട്ട അവൾ ആ ടെന്റിന്റെ ഉള്ളിൽ കയറി നോക്കിയതും താൻ പുറത്തു നിന്ന് കൂവിയതൊന്നും അറിയാതെ കിടന്നുറങ്ങുന്ന അവനെ കണ്ട അവൾക്ക് ദേഷ്യം വന്നു. പുതപ്പിന്റെ ഉള്ളിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങി അവനെ അവൾ കുലുക്കി വിളിക്കാൻ തുടങ്ങി. ഉടോ വീർ ഭയ്യ. അവളുടെ വിളി കേട്ട് അവനൊന്ന് തിരിഞ്ഞു കിടന്നതും അവൾ അവന്റെ തോളിൽ ശക്തമായി അടിച്ചു. അടികിട്ടിയ വീർ ഞെട്ടിയെഴുന്നേറ്റതും മുന്നിൽ നിൽക്കുന്ന ദീപാലിയാണ് കാണുന്നത്. എന്താടി കുട്ടി പിശാചേ, നീ ഉറങ്ങാനും സമ്മതിക്കില്ലേ? അവൻ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. പിശാച്, എന്നെ കൊണ്ടൊന്നും പറയണ്ട. ഞാൻ എത്ര നേരമായി ഭയ്യായെ വിളിക്കുന്നു, എന്നിട്ടാണ് എന്നോട് ദേഷ്യപ്പെടുന്നത്. ഇടി, എന്നെ കൊണ്ടൊന്നും പറയണ്ടെന്നല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടെന്നാ പറയണ്ടേ, വീർ അവളോട് പറഞ്ഞു. അവൻ്റെ പറച്ചിൽ കേട്ടവൾ അവനെ ചിരുകോട്ടി. ആ പോറാപ്പിക്ക് മലയാളം.
മുജേ ജാനിതോ. അവൾ അതും പറഞ്ഞ് തിരിഞ്ഞു പോകാൻ തുടങ്ങി. ഈ പൊട്ടി, ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് നീ വന്ന് കൂവിയത് എന്തിനാണെന്ന് കൂടെ പറഞ്ഞിട്ട് പോടി. അവളുടെ പോക്ക് കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൾ തലയിൽ കൈവച്ച് അവനെ നോക്കി. എന്നിട്ട് വെപ്രാളത്തോടെ അവനെ നോക്കി പറയാൻ തുടങ്ങി. ഭയ്യ, അബ്ബ പറഞ്ഞിട്ട് ഞാൻ വന്നേ. പുലർച്ചെ മല കയറാൻ വന്ന ഒരു കൂട്ടർ നദി മുറിച്ചു കടക്കുമ്പോൾ റോപ്പ് പൊട്ടി നദിയിൽ വീണു. ഒരാൾ ഇപ്പോഴും നടുക്കൊരു പാറക്കല്ലിൽ പിടിച്ചു കിടക്കുക. പാർവതീമ ഇന്ന് ഭയങ്കര കോപിഷ്ടിയായിട്ടാണ് ഒഴുകുന്നത്. ആർക്കും അങ്ങോട്ടേക്ക് അടുക്കാൻ പോലും പറ്റുന്നില്ല. ഭയ്യയോട് പെട്ടെന്ന് വരാൻ പറഞ്ഞു അപ്പ. എന്നിട്ട് നീ ഇതല്ലേ ആദ്യം പറയേണ്ടത്. അവൻ അവളെ നോക്കി ദേഷ്യപ്പെട്ടു. അവൾ ഇപ്പോൾ കരയുമെന്ന പോലെയാണ് നിൽക്കുന്നത്. നീ പുറത്തേക്ക് നിൽക്ക്, ഞാൻ വന്നേക്കാം. അവൾക്ക് സങ്കടമായെന്ന് കണ്ട് അവൻ അവളോട് പറഞ്ഞു. 5 മിനിറ്റ് കൊണ്ട് അവൻ ദീപാലിയെ കൊണ്ട് അപകട സ്ഥലത്തെത്തിയിരുന്നു. അവൻ നോക്കുമ്പോൾ കുത്തിയൊലിച്ചൊഴുകുന്ന നദിയിൽ ഒരു രക്ഷയ്ക്കായി പാറക്കെട്ടിലെ ചെറിയ മരത്തിന്റെ പേരിൽ പിടിച്ചു കിടക്കുന്ന ഒരു പെൺകുട്ടിയാണ് കണ്ടത്. അവളുടെ ശരീരം നന്നേ തളർന്നിരുന്നു. അവളുടെ സുഹൃത്തുക്കൾ കുറച്ചുപേർ സൈഡിൽ നിന്നും നിസ്സഹായരായി കരയുന്നുണ്ട്. പെട്ടെന്ന് അവൾ ബോധം മറിഞ്ഞ് വേരിലുള്ള പിടിവിട്ടതും കലിതുള്ളി ഒഴുകുന്ന നദിയിലെ ജലം അവളെയും വഹിച്ചുകൊണ്ട് പാഞ്ഞൊഴുകി. ആ കാഴ്ച കണ്ടതും ദീപാലി അടക്കം ചുറ്റുമുണ്ടായിരുന്നവർ അലറിക്കരഞ്ഞു. അപ്പോഴേക്കും വീർ നദിയിലേക്ക് എടുത്ത് ചാടിയിരുന്നു. ഒന്ന് മുങ്ങിത്താണ് അവളെ അവൻ ആ കുത്തൊഴുക്കിലും നീന്തിയെത്തി കൈപ്പിടിയിലൊതുക്കി. തിരികെ അവളുമായി നീന്തുമ്പോൾ അവർ ഒരു പാറയിൽ ചെന്നിടിച്ചെങ്കിലും അവൻ പിടിവിടാതെ അവളുമായി നീന്തി കരയ്ക്കെത്തി. നാട്ടുകാരിൽ ചിലർ അവരെ വലിച്ച് കരയ്ക്ക് കയറ്റി. അപ്പോഴേക്കും അവളുടെ ബോധം മറിഞ്ഞിരുന്നു. അവൻ എഴുന്നേറ്റ് നോക്കിയതും അവളുടെ കൂട്ടുകാർ അവൾക്ക് അരികിലായി കൂട്ടം കൂടി. ഒരു പെൺകുട്ടി അവളെ വന്ന് കെട്ടിപ്പിടിച്ച് കരയുവാനും തുടങ്ങി. ഹട്ട് സാലേലോ. അത് കണ്ട വീരന് കലി കയറി അലറി വിളിച്ചതും അവർ ഭയന്ന് പിന്നിലേക്ക് മാറി. അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞവൾ കരച്ചിൽ നിർത്തി അല്പം മാറിയിരുന്നു. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. അവൻ ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കാതെ അവളെ നിലത്ത് കിടത്തിയിട്ട് അവളുടെ വയറ്റിൽ ഞെക്കി ഉള്ളിലെ വെള്ളം കളഞ്ഞുകൊണ്ടേയിരുന്നു. 1-2 പ്രാവശ്യം അവളുടെ വായിൽ നിന്നും വെള്ളം പോയിട്ടും അവൾക്ക് ബോധം വീഴുന്നില്ലെന്ന് കണ്ട അവൻ ചുറ്റും നോക്കി. ഗാഡിസെ ബോട്ടിലേക്ക് ആജാ. അവളുടെ കൂട്ടുകാരിൽ ഒരാളെ അവൻ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു. എന്നാൽ അയാൾ പേടിച്ചുകൊണ്ട് നിന്നു എന്നല്ലാതെ ഒരടി മുന്നോട്ട് വെച്ചില്ല. അവനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട വീരന് വീണ്ടും കലിയേറി. അരേ സാലേ, മേ തുംസെ ബാത് കർ റാ ഹൂം, ഗാഡിസെ ബോട്ടിലേക്ക് ആജാ. അവന്റെ വായിൽ നിന്നും അത്രയും കേട്ടപ്പോഴേക്കും അവൻ ഓടിച്ചെന്ന് ബൈക്കിന്റെ ബോക്സ് തുറന്നു നോക്കി. അതിലൊരു കുപ്പി മദ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. അവനതുമായി ഓടി അവന്റെ അരികിലെത്തി. കുപ്പി വാങ്ങി തുറന്ന വീർ അത് അവളുടെ വായിലേക്ക് കമഴ്ത്തി. അത് കണ്ട അവളുടെ കൂട്ടുകാരി കരഞ്ഞെങ്കിലും അവന്റെ ഒരു നോട്ടം കൊണ്ട് അവൾ നിശബ്ദയായി. അപ്പോഴേക്കും അകത്തേക്ക് ചെന്ന മദ്യം ഉൾപ്പെടെ അവൾ ഛർദ്ദിച്ചു. പതിയെ കണ്ണു വലിച്ചു തുറന്ന അവൾ തന്റെ മുന്നിലിരിക്കുന്ന വീറിനെ നോക്കി. അലസമായി വളർന്ന താടിയിലൂടെ അവന്റെ നെറ്റി പൊട്ടി രക്തം ഇറ്റിറ്റി വീഴുന്നുണ്ടായിരുന്നു. ദേഷ്യം നിറഞ്ഞ മുഖത്തെ കണ്ണുകളിലേക്ക് നോക്കാൻ അവൾക്ക് ഒരു വേള ഭയം തോന്നി. അവൾ ഉണർന്നത് കണ്ടവൻ അവൾക്കരികിൽ നിന്നും ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് തിരിഞ്ഞു നടന്നു. പിന്നാലെ ദീപാലിയും. അവർ പോകുന്നത് കണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ച അവൾ വേദന കൊണ്ട് അലറിക്കരഞ്ഞു. അയ്യോ അമ്മേ, എൻ്റെ കാല്. അപ്പോഴാണ് അവൾ അവളുടെ കാലിലേക്ക് നോക്കുന്നത്. കാൽ മുറിഞ്ഞതിൻ്റെ ഒപ്പം ഡിസ്ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ട് അവളുടെ നിലവിളി കുറച്ചുകൂടി ഉച്ചത്തിലായി. അരുണേ, ഇവളെ പിടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാം. അവളുടെ കൂടെ ഉണ്ടായിരുന്ന സംഘത്തിൽ ഒരുത്തൻ മുന്നോട്ട് വന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് പറ്റുന്നില്ലടാ, ഒടുക്കത്തെ വേദനയാടാ, എന്തേലും ഒന്ന് പെട്ടെന്ന് ചെയ്യോ. അവൾ അവരെ നോക്കി പറഞ്ഞതും അവർ സഹായത്തിനായി ചുറ്റും നോക്കി. ചേട്ടന്മാരെ, ഹംകോ ഹെൽപ്പ് കരോ പ്ലീസ്, ജൽദി ഹോസ്പിറ്റൽ ജാനായേ. അവിടെ കൂടിയിരിക്കുന്ന 1-2 നാട്ടുകാരെ കണ്ട അരുണും സുഹൃത്തുക്കളും അവരുടെ സഹായം തേടി. അതിൽ മുതിർന്ന ഒരാളെ അവൾ വേദനയോടെ നോക്കി. അവളുടെ വേദന കണ്ട് സഹതാപം തോന്നിയിട്ടെന്ന വണ്ണം അയാൾ അല്പം മാറി ദീപാലിയുമായി ബൈക്കിൽ കയറുന്ന വീറിനെ നോക്കി. അരേ വീർ റുക്കോ, ഇസ് ലേഡിക്കോ മദത് കറോ ബേട്ട. അയാൾ അവനെ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞെങ്കിലും അവൻ കേട്ട ഭാവം പോലും നടിക്കാതെ മുന്നോട്ട് നടന്നു. അവൾ അവന്റെ പോക്ക് ദയനീയമായി നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി ഇറങ്ങിക്കൊണ്ടേയിരുന്നു. അത് കണ്ട അയാൾ ഒന്നുകൂടെ അവനെ ഉറക്കെ വിളിച്ചു, വീരാ. ഇത്തവണ അവനെ ദീപാലി പിടിച്ചു നിർത്തി. ഭയ്യ, അബ്ബ പറഞ്ഞത് കേട്ടില്ലേ? ആ ചേച്ചിക്ക് നല്ല പരിക്കുണ്ടെന്ന് തോന്നുന്നത്, മദത് കരോ ഭയ്യ. അവൾ അവന്റെ കയ്യിൽ തൂങ്ങി പറഞ്ഞു. അവൻ തിരിഞ്ഞു നടന്ന് അവളുടെ അരികിലെത്തി. അവന്റെ മുഖത്ത് ദേഷ്യം ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ടെന്ന് കണ്ട അവൾ അല്പം പേടിയോടെയാണ് അവനെ നോക്കിയത്. അവൾ എന്തെങ്കിലും പറയാൻ വരുന്നതിന് മുമ്പ് തന്നെ അവൻ അവളെ കോരിയെടുത്ത് ബൈക്കിലേക്ക് ഇരുത്തി. അവനും ഒപ്പം കയറി. അവനെ നോക്കി നിൽക്കുന്ന ദീപാലിയെ കണ്ടതും അവളോടും ഒപ്പം കയറാൻ പറഞ്ഞു. ദീപാലിയും കൂടെ കയറിയതും അവൻ ഒരു ഇരമ്പലോടെ ബൈക്ക് മുന്നോട്ട് ഓടിച്ചു പോയി. ചേട്ടന്മാരെ, അവരെങ്ങോട്ടാ പോയേ? വേർ ഡിഡ് ദേ ഗോ? അവർ പോകുന്നത് നോക്കിക്കൊണ്ട് അയാളോട് ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ട അയാളൊന്ന് ചിരിച്ചുകൊണ്ട് അവന്റെ തോളിൽ തട്ടി. ചിന്താ മത് കരോ ബേട്ട, മേരെ സാത്ത് ആജാ. അയാൾ അവരെയും കൂട്ടി അവർ പോയ വഴിയെ നടന്നു. അവളെയും കൊണ്ട് അവർ അവന്റെ ടെന്റിലേക്കാണ് എത്തിയത്. ചുറ്റും നോക്കി അവൾ വെപ്രാളത്തോടെ അവനെ നോക്കി. ഹലോ, ഇതർ നഹി, ഹംകോ ഹോസ്പിറ്റൽ ജാനായേ. അവൾ പറഞ്ഞത് കേട്ട് അവൻ അവളെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് അവളെ എടുത്ത് ടെന്റിന്റെ ഉള്ളിലേക്ക് കയറി.
എൻ്റെ ദേവി, വേദന കൊണ്ട് ഞാൻ ചാകാൻ കിടക്കുമ്പോൾ ഈ മറുത എന്നെ കൊല്ലാൻ കൊണ്ടുപോകുവാന്നാ തോന്നുന്നത്, അവൾ ആരോടെന്നില്ലാതെ പറഞ്ഞു. ഒരു പൊട്ടിച്ചിരി കേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. നെഞ്ചത്ത് കൈവച്ച് ചിരിക്കുന്ന ദീപാലിയാണ് കണ്ടത്. ഈ കൊച്ചിന് ഞാൻ പറഞ്ഞത് വല്ലതും മനസ്സിലായോ എന്തോ? അവൾ സ്വയം ചിന്തിച്ചുകൊണ്ട് അവളെ നോക്കി ചിരിച്ചു കാണിച്ചു. ദീപാലി അടുത്തു വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. ചേച്ചി മലയാളിയാണല്ലേ? അത് കേട്ട അവൾ അത്ഭുതത്തോടെ അവളെ നോക്കി. കുട്ടിക്ക് മലയാളം അറിയാമോ? അവളുടെ ചോദ്യം കേട്ടവൾ അതേ എന്ന് തലകുലുക്കി. അത് കേട്ടവൾ സന്തോഷത്തോടെ ദീപാലിയെ നോക്കി. ഞാൻ ആദിലക്ഷ്മി. മോളുടെ പേരെന്താ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. എൻ്റെ പേര് ദീപാലി. നേരത്തെ ഭയ്യായെ വിളിച്ചില്ലേ? ചേച്ചീനെ സഹായിക്കാൻ. അതാണ് എൻ്റെ അബ്ബ. അല്ല മോളെ, മോളുടെ ഭയ്യ എന്നെ കൊല്ലാൻ കൊണ്ടുവന്നതാണോ? ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കൊണ്ട് ചോദിച്ചതാ. അവൾ വീരയെ പാളി നോക്കിക്കൊണ്ട് ചോദിച്ചു. ഭയ്യ മരുന്ന് വയ്ക്കാൻ കൊണ്ടുവന്നതാ, ചേച്ചി പേടിക്കണ്ട, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചേച്ചി വേദനയുണ്ടോ? ദീപാലി അവളുടെ കാലിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. കാലനക്കാൻ വയ്യ മോളെ, അമ്മാതിരി വേദനയാ. കിടക്കയിൽ കിടന്ന് അവൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വീര അങ്ങോട്ടേക്ക് വന്നു. അവൻ്റെ കയ്യിൽ ഒരു പാത്രത്തിൽ അല്പം ചൂടുവെള്ളവും ഉണ്ടായിരുന്നു. അവൻ ആദിലക്ഷ്മിയുടെ കാൽ ചുവട്ടിലിരുന്നു. അവളുടെ കാലിലെ മുറിവ് വെള്ളത്തിൽ തുണിമുക്കി തുടച്ചു. അവൾ വേദന കൊണ്ട് കരഞ്ഞതും ദീപാലി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. അവളുടെ കാലിൻ്റെ കുഴ തെന്നി മാറിയത് അവനൊന്ന് നോക്കി. പിന്നെ അവളുടെ നോട്ടം മാറിയപ്പോൾ കാലിൻ്റെ പത്തി പിടിച്ചു വലിച്ച് കുഴ ശരിയാക്കിയിട്ടതും അവൾ അമ്മയെന്ന് വിളിച്ച് അലറിക്കരഞ്ഞുപോയി. അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ കാലിനെ മുറിവ് കെട്ടിവെച്ചിട്ട് എഴുന്നേറ്റ് പോയി. ദീപാലി അവൾക്ക് കൂട്ടിയിരുന്നു. അല്പനേരം കഴിഞ്ഞ് ആശ്വാസം കിട്ടി അവൾ കണ്ണു തുറന്നു നോക്കി. ദീപാലി മുന്നിൽ കണ്ടതും അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു. എന്നാലും മോളെ, നിന്റെ ഭയ്യൊരു കാടനാണെങ്കിലും ആള് കൊള്ളാം. ഇപ്പോൾ ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ട്. അത് കേട്ട ദീപാലി പൊട്ടിച്ചിരിച്ചു. പിന്നീട് അവർ പരസ്പരം ഓരോന്ന് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അല്ല മോളെ, നിനക്കെങ്ങനെ മലയാളം അറിയാം? അവൾ സംശയരൂപേണ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് ഭയ്യ പഠിപ്പിച്ചതാ. എന്നെ എപ്പോൾ കണ്ടാലും വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. ഏതു നേരവും പഠനം തന്നെ. അവളുടെ മറുപടി കേട്ട ലക്ഷ്മി ഒന്ന് ഞെട്ടി അവളെ നോക്കി. അപ്പോൾ അങ്ങേര് മലയാളിയായിരുന്നോ? എന്നിട്ടാണോ ഞാൻ ഈ കിടന്ന് കാറിയിട്ടും ഒരു അക്ഷരം പോലും മിണ്ടാതിരുന്നത്? കാലൻ. അവളുടെ പറച്ചിൽ കേട്ട് ദീപാലി വാ പൊത്തിച്ചിരിക്കുകയാണ്. എന്തിനാടി ഇങ്ങനെ ചിരിക്കുന്നത്? അത് കേട്ട് ദീപാലി ഒന്നുമില്ലെന്ന് തലയാട്ടി. അത് ചേച്ചി, ഭയ്യ എന്നോട് മാത്രമേ കൂട്ടുള്ളൂ. ഓ ഈ ക്രോധി വ്യക്തിയെ, ദേഷ്യം വന്ന ഭയ്യക്ക് ഭ്രാന്ത് പിടിച്ച പോലെയാ. ഇവിടെ എല്ലാവർക്കും ഭയ്യയെ പേടിയാ. ഓഹോ, അത്രക്ക് വലിയ പുള്ളിയാണോ? എന്നിട്ട് നിനക്ക് പേടിയില്ലേ? അവൾ ഇല്ലെന്ന് തലയാട്ടി. അത് കൊള്ളാലോ. അവൾ ദീപാലിയെ നോക്കി ചിരിച്ചു. അപ്പോഴേക്കും അവളുടെ ഒപ്പമുണ്ടായിരുന്നവർ അവിടേക്ക് എത്തിയിരുന്നു. അവൾ അവരെ കണ്ടതും പുഞ്ചിരിച്ചുകൊണ്ട് ചാരിയിരുന്നു. ഞാൻ ചത്തോന്നറിയാൻ വന്നതാണോ നീയൊക്കെ? അവർ അവളുടെ ചോദ്യം കേട്ട് ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ നിന്നു. അവരുടെ നിൽപ്പ് കണ്ടതും അവൾക്ക് വീണ്ടും ചിരി പൊട്ടി. അത് കണ്ട് അവർക്കും ഒരു ആശ്വാസമായിരുന്നു. ഉരുപ്പ് മനുഷ്യനെ പേടിപ്പിക്കാൻ തന്നെ ഇറങ്ങിയേക്കുവാ. നീ പോടാ, അരുൺ അവളോട് പറഞ്ഞത് കേട്ട് അവൾ മുഖം കൂട്ടി പറഞ്ഞു. പിന്നെ ഓരോരുത്തരായി അവളുടെ വിവരം തിരക്കി മാറിക്കൊണ്ടേയിരുന്നു. ദീപാലിയുടെ അച്ഛനും അവർക്കൊപ്പമുണ്ടായിരുന്നു. അല്ലടി, നീ ഇനി എങ്ങനെ ഈ ട്രിപ്പ് പൂർത്തിയാക്കും? നിന്റെ കാലൊടിഞ്ഞു കിടക്കുമല്ലേ? അവൻ പറഞ്ഞത് കേട്ട് ദയനീയമായി കാലിലേക്ക് നോക്കി. ഇത് കുഴപ്പമില്ല, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. അവൾ പറഞ്ഞത് കേട്ട് അവർ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. നേരെ ചൊവ്വേ നടക്കാറായിട്ടില്ല, അപ്പോഴാണ് അവൾ മല കയറാൻ പോണത്. കൂടെയുണ്ടായിരുന്ന അവളുടെ കസിൻ നീതുവാണ് മറുപടി പറഞ്ഞത്. ഞാൻ പിന്നെ ഈ കാലം വെച്ച് എന്ത് ചെയ്യാനാടി? ലക്ഷ്മി നീതുവിനെ നോക്കി ദയനീയമായി ചോദിച്ചു. ഇനി ഒന്നും ചെയ്യാനില്ല, തിരികെ വീട്ടിലോട്ട്. 1 മാസത്തെ ഇന്ത്യൻ പര്യടനം പ്ലാൻ ചെയ്തിറങ്ങിയതാണ്. ഇപ്പോൾ ഈ ഗതിയായി. ഇവരിന്ന് വൈകിട്ട് കാശ്മീരിൽ നിന്ന് തിരിക്കും. എല്ലാം വിധി, അല്ലാണ്ട് എന്തു പറയാനാ? അപ്പോൾ നിങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചോ? അരുൺ അവരെ നോക്കി ചോദിച്ചു. നീതു അവരെ നോക്കി അതേ എന്ന് തലകുലുക്കി. അപ്പോൾ നിങ്ങൾ തനിച്ചു പോകുമോ? അല്ലേ, ഞങ്ങൾ ആരെങ്കിലും കൂടെ വരാം. അതൊന്നും സാരമില്ല അരുൺ, നിങ്ങൾ യാത്ര മുടക്കണ്ട. ഞങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്കിൽ അബ്ബ ഭയ്യായി അവരുടെ കൂടെ പറഞ്ഞു വിട്ടാലോ? ഭയ്യായി നാട്ടിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു എന്നോട്. അബ്ബ ഒന്ന് ചോദിക്കാമോ? അവർ പറയുന്നത് കേട്ട ദീപാലി ഇടയ്ക്ക് കയറി പറഞ്ഞു. അയാൾ അവരെ മാറി മാറി നോക്കിയിട്ട് അരുണിനെയും കൂട്ടി പുറത്തേക്ക് നടന്നു. ആദി, ഈ കൊച്ച ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? നീതു പതിയെ അവളുടെ കാതിൽ ചോദിച്ചു. ഡി, അത് എന്നെ രക്ഷിച്ചെടുത്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ? അങ്ങേരുടെ കാര്യമായി ഇവളെ ഈ പറയുന്നത്. പുള്ളി മലയാളിയാ. ആണോ? അപ്പോൾ ഒരു സഹായം ആകൂലോ അല്ലേ? ഞാനും കൂടെ പോയി ചോദിക്കാം. നീതു എഴുന്നേക്കാൻ പോയതും ആദ്യം അവളെ തടഞ്ഞു. എൻ്റെ നീതു, നീ എന്ത് കണ്ടുകൊണ്ട് അയാളുടെ സഹായം ചോദിക്കാൻ പോണേ? അയാൾ നിന്നെ കൊന്നു തിന്നും, അതാ സൈസ്. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതുവരെ ഒന്നും മിണ്ടിയിട്ടും കൂടിയില്ല. അപ്പോഴാണ് ഇനി സഹായം. നീ ഒന്ന് വെറുതെ ഇരി. ചേച്ചിമാര് വിഷമിക്കണ്ട, ഞാൻ ഭയ്യായോട് പറയാം. ദീപാലി അതും പറഞ്ഞ് പുറത്തേക്ക് നടന്നു. വേണ്ട മോളെ, ആദ്യം പറഞ്ഞത് കേട്ട് അവൾ അവരെ തിരിഞ്ഞു നോക്കി. ചേച്ചിമാര് പേടിക്കണ്ട, ഞാൻ പറഞ്ഞാൽ ഭയ്യ കേൾക്കും. അതും പറഞ്ഞ് അവൾ ഓടിപ്പോയി. വല്ലോ നടക്കുവോടി? അവൾ പോകുന്നത് കണ്ട നീതു അവളോട് ചോദിച്ചു. മിക്കവാറും എന്തെങ്കിലുമൊക്കെ നടക്കുന്ന ലക്ഷണമുണ്ട് ഇന്ന് കണ്ടിട്ട്. നാശം പിടിക്കാൻ ഏതു നേരത്താണോ അവിടെ പോയി വീണത്? അവൾ പറഞ്ഞത് കേട്ട് നീതു പൊട്ടിച്ചിരിച്ചു. ദീപാലി വീറിൻ്റെ അരികിലെത്തിയപ്പോഴേക്കും
അവളുടെ അബ്ബായും മരുണും അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഞങ്ങളൊരു 30 പേര് സംഘത്തിലുണ്ട്. അതിൽ മലയാളികൾ കുറച്ചു പേരേ ഉള്ളൂ. ഒരു റൈഡേഴ്സ് ഗ്രൂപ്പാണ് ഞങ്ങളുടേത്. ഇതിൽ കുറച്ചു പേർക്ക് മാത്രമേ പരസ്പരം പരിചയമുള്ളൂ. ബാക്കി എല്ലാവരും യാത്രയ്ക്കിടയിൽ പരിചയപ്പെട്ടതാ. അങ്ങനെയാണ് അവരെയും പരിചയപ്പെട്ടത്. 2 പെൺകുട്ടികളല്ലേ ചേട്ടാ, പ്ലീസ് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? ചേട്ടനും കേരളത്തിലേക്ക് പോകാനിരിക്കുവാണെന്ന് ഈ കൊച്ചു പറഞ്ഞിരുന്നു. പ്ലീസ് ചേട്ടാ. അത് കേട്ടപ്പോൾ അടുത്ത് നിന്ന ദീപാലി അവനൊന്ന് നോക്കി. അവന്റെ നോട്ടം കണ്ട അവൾ വിളറിയൊരു ചിരി സമ്മാനിച്ചുകൊണ്ട് അവന്റെ കയ്യിൽ തൂങ്ങി. ഉൻ ദോനോ കോ മദദ് കരോ ഭയ്യ, അഗർ ആപ് നഹീ കിയാ തോ മേ തുംസെ കഭി ഭി ബാത് നഹീ കരൂംഗാ. അവളുടെ പിണക്ക ഭാവം നടിച്ചുള്ള വർത്തമാനം കേട്ട് അവന് ചിരി വന്നു. അത് കണ്ടയുടനെ അവൾ സന്തോഷത്തോടെ അവനെ ചുറ്റിപ്പിടിച്ചു. അവനും അവളെ ചേർത്ത് പിടിച്ച് അരുണിനെ നോക്കി. അവരോട് പാക്ക് ചെയ്യാൻ പറ, വി വിൽ ലീവ് ഇറ്റ് ആഫ്റ്റർനൂൺ. അവൻ പറഞ്ഞത് കേട്ട് അരുൺ സന്തോഷത്തോടെ അവൾക്ക് അരിയിലേക്ക് നടന്നു. അവർ പോയ ഉടനെ ദീപാലി അവന്റെ ചെവിയിൽ രഹസ്യം പറഞ്ഞു. അത് കേട്ട അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളെ വട്ടം ചുറ്റിപ്പിടിച്ചു. അമ്പടി ഗേമി, ഇതാണല്ലേ നീ ഈ പണിയെല്ലാം ഒപ്പിച്ചു വെച്ചത്? അവൾ നാണത്തോടെ അതേയെന്ന് തലയാട്ടി. ഉച്ചയോടെ അവർ പുറപ്പെടാൻ തയ്യാറായി റെഡിയായി നിന്നു. അപ്പോഴും ദീപാലി വീരയുടെ കയ്യിൽ തന്നെ തൂങ്ങി നടക്കുകയാണ്. അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ തയ്യാറായി നിന്നതും അവളുടെ കണ്ണുകൾ പതിയെ ഒഴുകി തുടങ്ങി. അത് കണ്ട് അവൻ അവളുടെ കവളിൽ ഒരു ഉമ്മ നൽകിക്കൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു. മത് ബുലാന ഭയ്യ. അവൻ കയറി ജീപ്പ് സ്റ്റാർട്ട് ചെയ്തതും ദീപാലി പിന്നാലെ ഓടി വന്ന് വിളിച്ചു പറഞ്ഞു. അത് കേട്ട് അവൻ അവളെ കൈവീശിക്കാട്ടി വണ്ടിയുമായി മുന്നോട്ട് പാഞ്ഞു. ഈ സമയം കൊച്ചിയിലെ ഒരു ചെറിയ ഹോട്ടൽ മുറിയിൽ അർജുനും കൂട്ടരും കൂടിയാലോചനയിലാണ്. അർജുൻ സാബ് നമ്മുടെ പ്ലാനുകളും മറ്റും പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇനിയും വ്യക്തമാകാത്തുന്നുണ്ട്. ഹമാര ലക്ഷ്യ ക്യാ ഹൈ ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഹം കഹാ സെ ശുരു കരേഗാ ഇസ് ഓപ്പറേഷൻ. അമീറിന്റെ ചോദ്യം കേട്ട് അർജുൻ അവനെ നോക്കി എന്തോ പറയാൻ തുടങ്ങിയതും അവന്റെ ഫോൺ ശബ്ദിച്ചു തുടങ്ങി. കോൾ അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് പോയ അർജുൻ ചിരിച്ചുകൊണ്ട് തിരികെ കയറി വന്നു. അവന്റെ സന്തോഷം കൊണ്ട് അവരവനെ ഉറ്റുനോക്കി. ജെന്റിൽമാൻ, വി ഹാവ് എ ഗുഡ് ന്യൂസ്. ഹമാര ടാർഗറ്റ് വിൽ റീച്ച് ഹിയർ ഇൻ 4 days. ഹമാര ഓപ്പറേഷൻ ഹമ്മിംബേർഡ് ശുരു കർനെ കാ വക്ത് ആ ഗയാ. സാബ്, രാജസ്ഥാൻ എക്സ്പ്രസ് നിസാമുദ്ദീൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. നമ്മുടെ ആള് അവരെ വാച്ച് ചെയ്യുന്നുണ്ട്. അശോക് ചന്ദ്രൻ അർജുനെ നോക്കി പറഞ്ഞു. അത് കേട്ട് അർജുൻ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. വരട്ടെ അശോക്, ഇനിയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. സാബ്, ഇനി തെറ്റായ ആളെയാണ് വരുന്നതെങ്കിൽ അങ്ങനൊരു സാധ്യത തള്ളിക്കളയാനാവില്ലല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ ഒരു ഐഡന്റിറ്റി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ. അശോക്, നീ പറഞ്ഞതൊരു പോയിന്റാണ്. ബട്ട് അവർ സോഴ്സ്, അയാളെ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. അർജുൻ പറഞ്ഞത് കേട്ട് അശോക് പിന്നീടൊന്നും ചോദിക്കാൻ പോയില്ല. അശോക് നാട്ടിൽ എവിടെയാണ്? കമ്പ്യൂട്ടർ സ്ക്രീനിൽ കണ്ണും നട്ടിരിക്കുന്ന അശോക് അർജുൻ്റെ ചോദ്യം കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. കൊല്ലത്ത് മാമ്പൂഴിയിലാണ് സാർ. അല്ല, സാറിൻ്റെ വീട്? അവൻ അർജുനെ നോക്കി. തറവാട് ഇവിടെ എറണാകുളത്ത് തന്നെയാണ്. അച്ഛൻ തറവാടൊക്കെ വിട്ട് ദില്ലിയിൽ സെറ്റിൽഡാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒത്തിരിയായി. ഈ വരവിനൊന്ന് തറവാട്ടിൽ പോകണം എന്നൊക്കെ പ്ലാനുണ്ട്. ആരെയും അറിയിച്ചിട്ടില്ല ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഫാമിലി? അശോകിൻ്റെ ചോദ്യം കേട്ട് അർജുനൊന്ന് പുഞ്ചിരിച്ചു. ആയിട്ടില്ല, സിംഗിൾ. പിന്നെ വീട്ടിൽ നിന്ന് നിർബന്ധിക്കുന്നുണ്ട്. നാട്ടിൽ നിന്നും ഒരു കുട്ടീനെ കണ്ടെത്തിക്കോളാൻ അമ്മയ്ക്ക് വാക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് തറവാട്ടിലേക്കുള്ള ഈ പോക്ക് കൊണ്ട് ഉദ്ദേശിച്ചത്. അവൻ പറഞ്ഞത് കേട്ട് അശോകിനെ നോക്കി അർജുൻ പൊട്ടിച്ചിരിച്ചു. അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ഈ വരവിനുണ്ടെന്ന് കൂട്ടിക്കോ. അപ്പോഴേക്കും മറ്റുള്ളവരും പുറത്തു നിന്നും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അരേ അശോക് ഭായ്, അർജുൻ സാബ് ഇസ്തര ക്യൂ അസറായേ? വിൻസിംഗ് ആണ് അശോകിനോട് ചോദിച്ചത്. അർജുൻ സാബ് അപ്പന ഷാദി കെ ബാരെ മേ ബാത് കർ രഹാ ഹൈ വീർ സാബ്. അരേ അർജുൻ സാബ്, ഇറ്റ്സ് ഹാപ്പി ന്യൂസ്. വീർ സിംഗ് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അവർ ഓരോരുത്തരും അവരുടെ കാര്യങ്ങളിൽ മുഴുകി. ട്രെയിനിലിരിക്കുന്ന വീറിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദി. അവൻ ഏറെ നേരമായി പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അവളുടെ നോട്ടം കണ്ട് അടുത്തിരുന്ന നീതു അവളെ തോണ്ടി വിളിച്ചു. എന്താടി നീ അങ്ങേരെ തന്നെ നോക്കിയിരിക്കുന്നത്? വല്ല ലൈനടിയുമല്ലോ ആണോടി? അതെ, എന്തേ, നീ നോക്കുന്നുണ്ടോ? വേണേൽ ഞാൻ മാറിത്തരാം. അവൾ ചോദ്യഭാവത്തിൽ നീതുവിനെ നോക്കി പറഞ്ഞു. എൻ്റെ പൊന്നുമോളെ, നീ തന്നെ അയാളെ നോക്കുവോ കിട്ടുവോ എന്നാ വേണേലും ചെയ്തോ, എനിക്കൊന്നും വേണ്ട. നീതു പറഞ്ഞത് കേട്ട് അവൾ വാ പൊത്തിച്ചിരിച്ചു. എന്താടി കിടന്ന കിണിക്കുന്നത്? അല്ലേ, നീ തന്നെ പറ. അവിടെ നിന്ന് പോന്നിട്ടിപ്പോൾ 2 ദിവസം കഴിഞ്ഞു. എന്നിട്ട് ഇതുവരെ ഒരു 10 വാക്കിൽ കൂടുതൽ അയാൾ സംസാരിച്ചിട്ടുണ്ടോ? അത് പോട്ടേന്ന് വെച്ച് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ചോദിച്ചാൽ നോക്കി പേടിപ്പിക്കും. കാർക്കോടകൻ, എന്ത് ജീവിയാടി ഇത്? അത് നേരാ നീതു, പക്ഷെ കാണാൻ ഒടുക്കത്തെ മൊഞ്ചല്ലേ. എന്നാ ഗ്ലാമറാടി ഇങ്ങേരെ കാണാൻ. പക്ഷെ വയസ്സ് 10-30 ഉണ്ടെന്ന് തോന്നുന്നു. അത് കേട്ട് നീതു അവളെ നോക്കി. ഡേ, നീ ഇയാളുടെ വയസ്സൊക്കെ കണ്ടുപിടിച്ചിട്ട് പ്രേമിക്കാൻ പോകുവാണോ? എനിക്കെങ്ങും വേണ്ട ഈ കാർക്കോടകനെ, നീ എടുത്തോ. അവളുടെ ചോദ്യം കേട്ട് ആദി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേഷ്യം വന്ന നീതു അവളുടെ തോളിലടിച്ചതും എന്തോ ചിന്തയിലായിരുന്ന അവൻ അവർക്ക് നേരെ നോട്ടമെറിഞ്ഞു. ആദിയും നീതുവും ഒന്നുമില്ലെന്ന് തലയാട്ടി. അത് കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു വീണ്ടും പുറത്തേക്ക് നോക്കി. അവർക്കതൊരു അത്ഭുതമായിരുന്നു. ഇയാളിങ്ങനെ പുഞ്ചിരിക്കുമോടി? ചോദ്യം നീതുവിനോടായിരുന്നെങ്കിലും ഉത്തരം പറഞ്ഞത് അവനായിരുന്നു. എന്തേ, എനിക്ക് ചിരിക്കാനും പാടില്ലേ?
പെട്ടെന്ന് അവൻ്റെ ചോദ്യം കേട്ട് അവർ ഞെട്ടി പരസ്പരം നോക്കി. അല്ലേ, ചേട്ടൻ അങ്ങനെ ചിരിക്കില്ലല്ലോ, അതുകൊണ്ടാ ഞങ്ങൾ. ആദി പറഞ്ഞത് കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചു. അല്ല, മക്കൾക്ക് എന്താ വേണ്ടേ? കുറേ നേരമായല്ലോ എന്നെ പിടിച്ച് ചൊറിയുന്നു. അത് കേട്ട് ആദി തൻ്റെ പല്ലു മൊത്തം കാട്ടി അവനെ ചിരിച്ചു കാണിച്ചു. അല്ല ചേട്ടാ, ചേട്ടൻ്റെ പേര് ശരിക്കും വീർ എന്ന് തന്നെയാണോ? ഇത്തവണ നീതുവാണ് ചോദിച്ചത്. എന്തേ? അവൻ സംശയഭാവേന അവരോട് ചോദിച്ചു. അല്ല, മലയാളികൾക്ക് അങ്ങനത്തെ പേരിടുവോ? അതാണോ ശരിക്കും ചേട്ടൻ്റെ പേര്? എൻ്റെ പേരതല്ല. അവരങ്ങനെ എന്നെ വിളിച്ച് ഞാൻ വിളി കേട്ടു എന്ന് മാത്രം. അവർ അവൻ്റെ മറുപടി കേട്ട് അവനെ തന്നെ നോക്കി. അപ്പോൾ ചേട്ടൻ്റെ ശരിക്കുമുള്ള പേരെന്താ? ആദിയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. വാതിലിൻ്റെ അരികിലെത്തി പുറത്തേക്ക് നോക്കി നിന്നു. ചുറ്റും ഇരുൾ പരന്നു തുടങ്ങിയിരുന്നു. തണുത്ത കാറ്റുള്ളിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരുന്നു. കുറേ പേർ അവിടെ വന്നു പോയിക്കൊണ്ടിരുന്നെങ്കിലും അവൻ അവിടെ തന്നെ നിന്നു. തിരക്കൊഴിഞ്ഞപ്പോൾ പതിയെ നടന്ന് മറുസൈഡിലേക്ക് എത്തി. അവിടെയും ഒരാൾ പുറത്തേക്ക് നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഭയ്യ, ആപ്ക പാസ് ലൈറ്റർ ഹേ? അവനൊരു സിഗരറ്റ് ചുണ്ടിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ ഒരു പുഞ്ചിരിയോടെ തൻ്റെ പോക്കറ്റിൽ നിന്നും ലൈറ്റർ എടുത്ത് അവന് നേരെ നീട്ടി. അത് വാങ്ങാൻ അവൻ കൈ നീട്ടിയതിനോടൊപ്പം അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചവിട്ടി നിലത്തിട്ടതും ഒരുമിച്ചായിരുന്നു. പൊടുന്നനെയുള്ള അവൻ്റെ ആക്രമണം ചെറുക്കാനാവാതെ അയാൾ നിലതെറ്റി താഴെ വീണു. നിലത്ത് കിടന്ന അയാളെ അവൻ വലിച്ചുയർത്തി ചുറ്റിപ്പിടിച്ചു. അവൻ തൻ്റെ അരയിൽ നിന്നെടുത്ത തോക്ക് അയാളുടെ വായിലേക്ക് കുത്തിക്കയറ്റി. പിന്നെ അത് അയാളുടെ താടിക്ക് താഴെ കൊണ്ടുവച്ചു. ആര് പറഞ്ഞിട്ട് നീ എന്നെ ഫോളോ ചെയ്യുന്നത്? ബോലോ സാലേ, കിസ്നെ കഹാ? നീ ഹിമാചൽ മുതൽ എൻ്റെ പിന്നാലെ ഉണ്ടെന്ന് എനിക്കറിയാം. മുജെ മത് മാറോ സാബ് ജി, മുജെ നെഹി പതാ ആപ് ക്യാ കർ രഹാ ഹോ. അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് കേട്ടവൻ ഒന്നുകൂടെ അയാളുടെ കഴുത്തിൽ മുറുക്കി പിടിച്ചു. സെൻട്രൽ ഇന്റലിജൻസ് കി ബെസ്റ്റ് ജാസൂസ് ലക്ഷ്മൺ ത്രിപാഠി ജി, യു ആർ എ ഡിസപ്പോയിന്റഡ് മീ. അവൻ പറഞ്ഞത് കേട്ട അയാൾ ഞെട്ടിവിറച്ചു. തും ഭയ്യ, തും ക്യാ ബോൾ രഹാ ഹോ? അയാൾ വിക്കി വിക്കി പറഞ്ഞു. ഒരു പൊട്ടിച്ചിരിയായിരുന്നു അവൻ്റെ മറുപടി. പിന്നീട് ലക്ഷ്മണനോടൊന്നും പറയാതെ അവൻ അയാളുടെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുക്കാൻ ശ്രമിച്ചതും അയാൾ കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ശാന്ത് ഹോ ജാവോ ലക്ഷ്മൺ സാബ്, ഇങ്ങനെ കിടന്ന് പിടയ്ക്കാതെ. കൂടുതൽ കിടന്ന് വിളച്ചിൽ കാട്ടിയാൽ ഈ ട്രിഗർ ഞാനങ്ങ് വലിക്കും. അവൻ ലക്ഷ്മണൻ്റെ കഴുത്തിലേക്ക് തോക്കിന്തുമ്പോൾ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അയാളുടെ ചെന്നൈയിൽ നിന്നും വിയർപ്പ് കണങ്ങൾ ഒഴുകി വീണുകൊണ്ടേയിരുന്നു. അവൻ ഫോൺ അൺലോക്ക് ചെയ്ത് ഓരോന്നും പരിശോധിച്ചുകൊണ്ടേയിരുന്നു. അതിലവൻ കണ്ടു അവൻ്റെ ചിത്രങ്ങൾ, ഒപ്പം നീതുവിൻ്റെയും ആദിയുടെയും. പിന്നെ ഫോൺ തൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് അവൻ ലക്ഷ്മണനെ നോക്കി. ഇനി എന്തേലും പറയാനുണ്ടോ ലക്ഷ്മൺ സാബിന്? അയാളുടെ മൗനം കണ്ട അവൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിടർന്നു. ഇങ്ങനെ മിണ്ടാതെ നിൽക്കാതെ, ഒരുമാതിരി ഇഷ്ടം പറയാമെന്ന ആൺകൊച്ചിനെ കണ്ട് പെൺകൊച്ചി തിരിഞ്ഞു നിൽക്കുന്നത് പോലെ എൻ്റെ പേര് വരെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാമെങ്കിൽ ഞാൻ എത്തരത്തിലുള്ള ആളാണെന്ന് മനസ്സിലായി കാണും നിനക്ക്. നിന്നെപ്പോലെയുള്ള ക്രിമിനൽസിൻ്റെ മുന്നിൽ ലക്ഷ്മൺ എന്നും നെഞ്ചും വിരിച്ചേ നിന്നിട്ടുള്ളൂ. അതുകൊണ്ട് നീ ഇപ്പോൾ എന്നെ കൊന്നാലും എൻ്റെ വായിൽ നിന്നും ഒന്നും വീഴില്ല. ലക്ഷ്മണിൻ്റെ പുച്ഛം കലർന്നതും എന്നാൽ ഉറച്ചതുമായ വാക്കുകൾ കേട്ടവൻ പൊട്ടിച്ചിരിച്ചു. എൻ്റെ ലക്ഷ്മൺ സാറേ, തൻ്റെ നാവ് കൊണ്ടിനി എന്ത് കേൾക്കാൻ? എനിക്ക് ആവശ്യമായ ഉത്തരങ്ങൾ നീ എനിക്ക് തന്നു കഴിഞ്ഞു. ഇനി തൻ്റെ മരണം, അതിന് നിമിഷങ്ങൾ മാത്രം ബാക്കി. അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഞാനത്ര ക്രൂരനൊന്നുമല്ല. സാറിൻ്റെ ആഗ്രഹം അങ്ങ് സാധിപ്പിച്ച് തന്നിട്ടേ വിടൂ. എന്ന് വെച്ച് ആനയെയോ അമ്പിളിമാമനെയോ പിടിച്ചു തരണമെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നടാവേ, നമ്മളെ കൊണ്ട് താങ്ങൂല. അവൻ ലക്ഷ്മണൻ്റെ കഴുത്തിലെ പിടി ഒന്നുകൂടി മുറുക്കി. എങ്കിൽ പറ നിന്റെ പേര്. ഈ ലക്ഷ്മണൻ ഇന്നേ വരെ ഏറ്റെടുത്തിട്ടുള്ള ഒരു ദൗത്യവും ഇതുവരെ പൂർത്തിയാക്കാതിരുന്നിട്ടില്ല. ഇതും അങ്ങനെയായിരിക്കണം, എൻ്റെ മനസാക്ഷിയുടെ മുന്നിലെങ്കിലും. അരേ വാ, ഇതാണ് ഞാൻ കേട്ടറിഞ്ഞ ലക്ഷ്മൺ സാബ്. ഐ ആം പ്രൗഡ് ഓഫ് യു സാബ്. ഇതാ നോക്ക്. സാബ് പറഞ്ഞത് കേട്ട് എൻ്റെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. ധീരനാണ് സാബ്. താങ്കൾ മരിച്ചാലും മറക്കാനാവാത്ത പോരാളി. ഇത് ഈ രുദ്രൻ്റെ ഹൃദയം തട്ടിയുള്ള വാക്കുകളാണ്. നിന്നെപ്പോലെ ഒരു പോരാളിയെ രുദ്രൻ എന്നും ബഹുമാനിക്കും. നിന്റെ മരണവും അതേപോലെ ധീരത നിറഞ്ഞതായിരിക്കും. അവൻ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ലക്ഷ്മണൻ്റെ കാതിൽ അവൻ്റെ പേര് മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഒരു മന്ത്രം പോലെ അവൻ രുദ്രൻ എന്ന് ഉരുവിട്ടു. അത് കണ്ട രുദ്രൻ ഒരു പുഞ്ചിരിയോടെ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ മുത്തുപോലെ തിളങ്ങുന്ന ഒരു വസ്തു പുറത്തെടുത്ത് ലക്ഷ്മണൻ്റെ ചുണ്ടോട് ചേർത്തു. യാന്ത്രികമായി വാ തുറന്ന ലക്ഷ്മണൻ്റെ വായിലേക്ക് അവൻ അത് വച്ചു. അവൻ്റെ താടിയലുകൾ രുദ്രൻ കുത്തിഞ്ഞെരിച്ചതും മുത്ത് പല്ലിൻ്റെ ഇടയിൽപ്പെട്ട് ഞെരുങ്ങി പൊട്ടിയിരുന്നു. അതിൽ നിന്നും ഊറിയിറങ്ങിയ ദ്രാവകം അവൻ്റെ നാവിൽ സ്പർശിച്ചതും തൻ്റെ കോശങ്ങൾ വായുവിനെ സ്വീകരിക്കാൻ പോലും കഴിയാതെ പിടയുന്നത് അവനറിഞ്ഞു. രുദ്രൻ്റെ നെഞ്ചിലേക്ക് വീണ ലക്ഷ്മണനെ അവൻ ചേർത്ത് പിടിച്ചു. അവൻ്റെ വായിൽ നിന്നും നുരയും പതയും ഒഴുകിയിറങ്ങി. ശരീരത്തിൻ്റെ ചലനം നിലക്കുന്നതുവരെ രുദ്രൻ അവനെ ചേർത്ത് പിടിച്ചു. പിന്നീട് ലക്ഷ്മണൻ്റെ ശരീരം അവൻ ടോയ്ലറ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടിട്ടു. അപ്പോഴേക്കും അവരെയും വഹിച്ചുകൊണ്ട് ട്രെയിൻ മലയാള മണ്ണിലേക്ക് കടന്നു. തിരികെ തൻ്റെ സീറ്റിലെത്തിയ അവൻ കണ്ടത് നീതുവിൻ്റെ തോളിൽ തലവെച്ചുറങ്ങുന്ന ആദിയെയാണ്. അവരെ അല്പനേരം നോക്കിയിരുന്നവൻ പിന്നീട് ഫോൺ കയ്യിലെടുത്ത് അതിലേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ടേയിരുന്നു. എപ്പോഴോ അവനൊന്ന് കണ്ണുകൾ ചേർത്തടച്ചു മയങ്ങി. തോളിൽ ആദി തട്ടിയപ്പോഴാണ് അവൻ കണ്ണു തുറക്കുന്നത്. എഴുന്നേൽക്ക് ചേട്ടാ, സ്റ്റേഷൻ എത്താറായി. അവൻ ചുറ്റും നോക്കി. നീതുവും എഴുന്നേറ്റിരുന്നു. അവൻ അവർക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു.
എന്നിട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. അല്പസമയത്തിൻ്റെ ഉള്ളിൽ ട്രെയിൻ എറണാകുളത്ത് എത്തിയിരുന്നു. അവർ എഴുന്നേറ്റ് ബാഗുകൾ എടുത്തതും അവൻ അത് പിടിച്ചു വാങ്ങി. ചേട്ടാ, ബാഗ് ഞങ്ങളെടുത്തോളാം. ആദ്യമായിരുന്നു അത് പറഞ്ഞത്. അത് കേട്ടവൻ അവരെ തറപ്പിച്ചു നോക്കി. നീതു, നീ ലക്ഷ്മിയെ പിടിച്ചോ, ഞാൻ ബാഗ് എടുത്തോളാം. രണ്ടാളും നടക്കൂ തൽക്കാലം. അതുവരെ ഗൗരവഭാവം കാണിച്ചവൻ അത്രയും ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവർ അത്ഭുതത്തോടെ അവനെ നോക്കി. അവൻ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും ബാഗെല്ലാം എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. പിന്നാലെ ആദിയും നീതു. ചുറ്റും നോക്കി നിന്ന രുദ്രന്റെ നോട്ടും ഒടുവിൽ ഒരിടത്ത് തങ്ങി നിന്നു. ചെറിയൊരു പുഞ്ചിരിയോടെ അവൻ അവിടേക്ക് നടന്നു. തന്നെ നോക്കി നിൽക്കുന്ന അർജുൻ. ബോയ്സ്, ട്രെയിൻ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് ഏത് നിമിഷവും പുറത്തേക്ക് വരാം. ബി അലർട്ട്. അശോക്, നമ്മുടെ മോണിറ്ററും സർവൈലൻസ് ക്യാമറ എല്ലാം ഓക്കെ അല്ലേ? അർജുൻ തൻ്റെ ഹൈടെക് ഹെഡ്ഫോണിലൂടെ നിർദ്ദേശം കൊടുത്തുകൊണ്ടേയിരുന്നു. അർജുൻ പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിൽ ഒതുങ്ങിയൊരു ഭാഗത്തായാണ് നിൽക്കുന്നത്. വെള്ള ടീഷർട്ടും കറുത്ത ജീൻസുമായിരുന്നു അവൻ്റെ വേഷം. അവൻ്റെ കണ്ണുകൾ അവിടമാകെ പരതിക്കൊണ്ടേയിരുന്നു. കാത്തിരിപ്പിൻ്റെ അവസാനം എന്നോണം അവൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് എത്തി. അവൻ ഫോൺ കയ്യിലെടുത്ത് മെസ്സേജ് വായിച്ചതും അതിലെ ഉള്ളടക്കം കണ്ട് അവൻ്റെ മുഖത്തൊരു ചെറിയൊരു പുഞ്ചിരിയുണ്ടായി. ബോയ്സ്, നമ്മുടെ ടാർഗറ്റ് ഇട്ടിരിക്കുന്നത് ബ്ലൂ ഷർട്ട് ആൻഡ് ബ്ലാക്ക് ജീൻസാണ്. ഞാനവൻ്റെ ഫോട്ടോ എല്ലാവർക്കും സെൻഡ് ചെയ്യാം. അശോക്, ലൊക്കേറ്റ് ഹിം ഇമ്മീഡിയറ്റ്ലി. അർജുൻ അശോകിന് നിർദ്ദേശം നൽകിയതും അശോക് തൻ്റെ കമ്പ്യൂട്ടറിലെ CCTV ദൃശ്യങ്ങളിലൂടെ ഓട്ടപ്രദക്ഷിണം നടത്തിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ സ്ക്രീനിൽ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു മുഖത്തിൽ തട്ടി നിന്നു. അത് കണ്ട മാത്രയിൽ അശോക് അർജുനെ വിളിച്ചു. സാബ്, അവർ ടാർഗറ്റ് ഈസ് ഓൺ ദ മൂവ്. അവൻ സാബിൻ്റെ വലതു ഭാഗത്തായിട്ടാണുള്ളത്. അശോക് പറഞ്ഞത് കേട്ട അർജുൻ പതിയെ തൻ്റെ വലതുഭാഗത്തേക്ക് തിരിഞ്ഞു. 10-30ഓളം പേർ ആ ഭാഗത്തുണ്ടായിരുന്നു. അവർ തിരക്കിലൂടെ പല ഭാഗങ്ങളിലായി നടന്നു നീങ്ങുന്നുണ്ട്. അശോക്, ആർ യു ഷുവർ? ഐ കാൺ സീ ഹിം. അർജുൻ അവൻ പറഞ്ഞ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇത് അവൻ തന്നെയാണ് സാബ്. അവൻ സാബിൻ്റെ ഭാഗത്തേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അർജുൻ ഒന്നുകൂടി അവിടമാകെ പരതി നോക്കി. അവിടെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ അവൻ തന്നെ നേർക്ക് നടന്നു വരുന്നത് കണ്ട് അർജുൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. അശോക്, ഞാനവനെ കണ്ടു. ബാക്കിയുള്ളവരോടും പറഞ്ഞേക്ക്. വി ഡോണ്ട് ഹാവ് മച്ച് ടൈം. അർജുൻ അശോകിന് നിർദ്ദേശം കൊടുത്തിട്ട് തൻ്റെ ഭാഗത്തേക്ക് നടന്നു വരുന്ന അവനെ തന്നെ നോക്കി നിന്നു. തൻ്റെ മുന്നിൽ നിന്ന് അർജുനെ കണ്ട് രുദ്രൻ്റെ മുഖത്തും ഒരു ക്രൂരമായ പുഞ്ചിരി വിടർന്നു. താൻ തേടിയത് തൻ്റെ മുന്നിലെത്തിയ പോലെ അവൻ പലതും ഈ സമയം കൊണ്ട് മനസ്സിൽ കണക്ക് കൂട്ടി. അപ്പോഴേക്ക് നീതുവും ആദിയെയും കൊണ്ട് അവൻ്റെ പിന്നാലെ എത്തി. ആദ്യ ഒരു കാൽ മുടന്തിയാണ് നടക്കുന്നത്. കാലിലെ മുറിവ് ആഴത്തിലുള്ളതിനാൽ അവൾ നടക്കാൻ നന്നേ ബുദ്ധിമുട്ടുന്നുണ്ട്. നടക്കാൻ പ്രയാസപ്പെടുന്ന അവളെ രുദ്രൻ ഒരു നിമിഷം നോക്കി നിന്നു. പിന്നീട് നീതുവിനെ മാറ്റി അവൻ അവളെ താങ്ങി പിടിച്ചു നിർത്തി. എന്തോ അത്ഭുതം കണക്കെ അവനെ നോക്കി നിൽക്കുന്ന അവളെ രുദ്രൻ കണ്ണുരുട്ടി പേടിപ്പിച്ചു. എന്താടി വായും പൊളിച്ച് നോക്കി നിൽക്കുന്നേ? എൻ്റെ മോന്തയ്ക്ക് എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അത് കേട്ട അവൾ അവനെ നോക്കി പരിഭവത്തോടെ മുഖം തിരിച്ചു. അത് കണ്ട് അവനൊന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളുമായി മുന്നോട്ട് നടന്നു. സത്യം പറ, നിങ്ങൾക്ക് വട്ടല്ലേ? അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു. അവളുടെ കൊച്ചുകുട്ടികളെ പോലെയുള്ള ഭാവവും ചോദ്യം കേട്ടവൻ പൊട്ടി വന്ന ചിരിയടക്കി. അതെ, മുഴുത്ത ഭ്രാന്താണ്. എന്തേ, നിനക്ക് പേടിയുണ്ടോ? ഒട്ടുമില്ല. കാട്ടാളനാണെങ്കിലും ആള് ഡീസൻ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അവൻ്റെ ചോദ്യം കേട്ട അവൾ അവൻ്റെ കയ്യിലെ പിടി ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ ചിരിയോടെ അവളുടെ പ്രവൃത്തി നോക്കിക്കണ്ടു. ഒപ്പം മുന്നോട്ട് നടക്കുന്നവരും തങ്ങളെ വീക്ഷിക്കുന്ന അർജുൻ്റെ കണ്ണുകളെയും. രുദ്രൻ ആദിയുടെ കയ്യും പിടിച്ച് അർജുൻ്റെ മുന്നിലൂടെ പതിയെ നടന്നു നീങ്ങി. സാക്കിർ, വോ ആപ്കെ രാസ്തേ മേ ആ രഹാ ഹൈ, തയ്യാർ ഹോ ജാവോ. ആൻഡ് വൺ മോർ തിങ്, എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരമേ നടക്കാൻ പാടുള്ളൂ. ഒരു കടുകിട പോലും അതിൽ വ്യത്യാസമുണ്ടായാലുള്ള ഭവിഷ്യത്തുകൾ ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ. ആൻഡ് ബി കെയർഫുൾ. ഈസ് ഹൈലി ഡേഞ്ചറസ്. നിന്റെ ഒരു സംസാരം പോലും അവനിൽ ഒരു സംശയം ഉണ്ടാക്കരുത്. എനിക്ക് മനസ്സിലായി സാബ്. പുറത്ത് ടാക്സി ഡ്രൈവറുടെ വേഷത്തിൽ നിന്നിരുന്ന സാക്കിർ തൻ്റെ കാർ സ്റ്റാർട്ട് ചെയ്തത് മുന്നോട്ടെടുത്തു. ആദ്യം എന്തൊക്കെയോ അവനോട് വാതോരാതെ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അവർക്കൊപ്പം നീതുവും. സ്റ്റേഷൻ്റെ പുറത്തെത്തിയതും അവൻ മുന്നിലേക്ക് വന്ന ടാക്സിക്ക് കൈ കാണിച്ച് വിളിച്ചു. ഈ സമയം ടാക്സി ഓടിച്ചിരുന്ന സാക്കിർ അർജുനെ വിളിച്ചു. സാബ്, ഐ ആം അപ്രോച്ചിങ് ദി ടാർഗറ്റ്. കീപ് ഇറ്റ് കൂൾ സാക്കിർ. വി ആർ റൈറ്റ് ബിഹൈൻഡ് യു. തൻ്റെ മുന്നിൽ വന്നു നിന്ന ടാക്സിയുടെ ഡിക്കിയിൽ രുദ്രൻ ബാഗുകൾ വച്ചപ്പോഴേക്കും നീതുവളെ പിന്നിലെ ഡോർ തുറന്ന് അകത്തേക്ക് കയറ്റിയിരുന്നു. അവനും ഒരു ചിരിയോടെ മുൻവശത്ത് കയറി. അരേ ഭയ്യ, ഗാഡി സ്റ്റാർട്ട് കരോ. രുദ്രൻ ഡ്രൈവറെ തട്ടിക്കൊണ്ട് പറഞ്ഞു. അയാൾ കാർ മുന്നോട്ടെടുത്തതും അവൻ തിരിഞ്ഞ ആദിയെയും നീതുവിനെയും നോക്കി. അല്ല, ചോദിക്കാൻ മറന്നു, നിങ്ങളുടെ വീട് എവിടെയാണ്? ഇവിടെ നിന്ന് ഒത്തിരി ഉണ്ടോ അങ്ങോട്ടേക്ക്? കുറച്ച് ദൂരമുണ്ട് ചേട്ടാ, ഞങ്ങൾ വഴി പറഞ്ഞു തന്നോളാം. നീതു അവന് മറുപടി കൊടുത്തു. അവരുടെ വണ്ടി മുന്നോട്ട് പോയതും വരുൺ ഒരു ജീപ്പ് അർജുന് മുന്നിലായി കൊണ്ടു നിർത്തി. അതിൽ ധരംസിംഗും അമീറും വീറുമെല്ലാം ഉണ്ടായിരുന്നു. അർജുൻ ഡോർ തുറന്ന് ജീപ്പിൻ്റെ ഉള്ളിൽ കയറിയതും വരുൺ ടാക്സിയെ പിന്തുടർന്ന് ജീപ്പ് മുന്നോട്ട് പായിച്ചു. അശോക്, ഈസ് എവരിത്തിങ് ഓക്കെ? അവർ 7 പേരും കോൺഫറൻസ് കോളിൽ കണക്റ്റായിരുന്നു. അർജുൻ സാബ്, എല്ലാം നമ്മുടെ പ്ലാൻ പോലെ തന്നെ നടക്കുന്നുണ്ട്. ഞാൻ ടാക്സിയിൽ GPS ക്യാം ഉൾപ്പെടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
സോ വി ക്യാൻ മോണിറ്റർ ഹിസ് എവരി മൂവ്. അവരുടെ കാർ ഇപ്പോൾ നമ്മുടെ ജീപ്പിൻ്റെ 500 മീറ്റർ ഫ്രണ്ടിലാണുള്ളത്. ഇപ്പോൾ കാർ വൈറ്റിലെ ഭാഗത്തേക്ക് കടന്നു. ഗുഡ് ജോബ് അശോക്, കീപ് വാച്ചിങ്. ഓക്കെ സാബ്. അത് കേട്ട അശോക് ഒരു ചെറിയ പുഞ്ചിരിയോടെ തൻ്റെ കണ്ണുകൾ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് കേന്ദ്രീകരിച്ചു. ഈ സമയം കാറിൽ തന്നെ മുന്നിലിരിക്കുന്ന രുദ്രനെ ആദ്യ തോണ്ടി വിളിച്ചു. അവൻ എന്തേ എന്നുള്ള മട്ടിൽ അവളെ തിരിഞ്ഞു നോക്കി. ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? ആദ്യം നീ ചോദിക്കേ, എന്നിട്ടല്ലേ പറയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അവൻ ആദിക്ക് മറുപടി കൊടുത്തു. അല്ല, ശരിക്കുള്ള ചേട്ടൻ്റെ പേരെന്താ? അത് കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചു. അതറിയാനായിരുന്നോടി കാറ് കയറിയത്. ചേട്ടാ പ്ലീസ് കളിക്കാതെ പേര് പറ. അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി. നിനക്ക് മാത്രമേ ഈ ആകാംക്ഷയുള്ളൂല്ലോ. നീതുവിനാണേൽ ഇതൊന്നും അറിയണ്ട അല്ലേ നീതു? അവൻ തറപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. അയ്യോ, എനിക്കൊന്നും അറിയണ്ട. പെട്ടെന്നുള്ള അവൻ്റെ നോട്ടം കണ്ട് അവൾ പേടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ആദ്യം അവളുടെ തോളിലടിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് അവൾക്ക് മറുപടി കൊടുക്കാതെ മുന്നിലേക്ക് നോക്കിയിരുന്നു. അയ്യോ, അപ്പോൾ കൂടെ വരുന്നവർക്ക് സാറിൻ്റെ പേരറിയില്ലേ? ഡ്രൈവർ അവനോട് ചോദിച്ചു. ഒരു പേരിലേക്ക് എന്തിരിക്കുന്നു ചേട്ടാ? ചേട്ടൻ തൽക്കാലം ഭാരിച്ച കാര്യങ്ങൾ അന്വേഷിക്കാതെ നേരെ നോക്കി വണ്ടി ഓടിക്കി. അവൻ അയാളെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലാതെ ഇനിയും ഒത്തിരി ദൂരമുണ്ടല്ലോ വീട്ടിലേക്ക്. നമ്മളിപ്പോൾ തന്നെ കുറേ ദൂരമായില്ലേ? ഇല്ല ചേട്ടാ, എത്താറായി. ഇനിയൊരു 20 മിനിറ്റ് കൂടി, അപ്പോഴേക്കും നമ്മൾ അവിടെ എത്തും. അപ്പോഴേക്കും അവൾ പറഞ്ഞതനുസരിച്ച് അവരുടെ വണ്ടി തിരക്കേറിയ ഭാഗത്ത് നിന്നും മാറി ഒരു പോക്കറ്റ് റോഡിലേക്ക് പ്രവേശിച്ചിരുന്നു. ചുറ്റും തണൽ മരങ്ങൾ പടർന്നു നിൽക്കുന്ന റോഡിൽ ആരും തന്നെ ഇല്ലായിരുന്നു. അവർ പ്രവേശിച്ച റോഡ് കണ്ട് രുദ്രൻ ഒരു നിമിഷം ആദിയെയും നീതുവിനെയും മാറി മാറി നോക്കി. എന്താ എന്ന ഭാവത്തിൽ അവരും. അശോക്, അവൻ്റെ പൊസിഷൻ എന്താണിപ്പോൾ? അർജുൻ സാബ്, കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലാണ് അവനിരിക്കുന്നത്. ഇതുവരെ അസ്വാഭാവികമായ ഒരു നീക്കവും അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അവൻ്റെ ഫോണിലേക്ക് എന്തെങ്കിലും കോളുകളോ മറ്റോ വന്നിട്ടുണ്ടോ? നെഗറ്റീവ് റെസ്പോൺസ് സാർ. കീപ് വാച്ചിങ് ഹിം അശോക്. വരുൺ, കീപ് ഇറ്റ് ക്ലോസ്. ടൈം ടു എക്സിക്യൂട്ട് ഫേസ് നമ്പർ 2. അർജുൻ അശോകിനോട് സംസാരിച്ച ശേഷം തങ്ങളുടെ മുന്നിലൂടെ പോകുന്ന ടാക്സിയിലേക്ക് നോക്കി പറഞ്ഞു. അർജുൻ്റെ വാക്കുകൾ കേട്ടതും വരുൺ ജീപ്പിൻ്റെ വേഗം കൂട്ടി. ഒപ്പമുണ്ടായിരുന്നവർ തങ്ങളുടെ പക്കലുള്ള ആയുധങ്ങൾ റെഡിയാക്കി അർജുൻ്റെ വാക്കുകൾക്കായി കാതോർത്തു. ഉടനെ വാഹനങ്ങളും തിരക്കുമൊന്നും ഇല്ലാതായ വഴിയിൽ അർജുൻ്റെ ജീപ്പ് ടാക്സിയുടെ മുന്നിൽ വിലങ്ങനെ നിർത്തി. ജീപ്പ് നിർത്തുന്നതിന് മുമ്പ് തന്നെ അർജുനും മറ്റുള്ളവരും ചാടിയിറങ്ങി തോക്ക് കാറിലേക്ക് ചൂണ്ടി. അവനൊന്ന് ചലിക്കാൻ പോലും സമയം കൊടുക്കാതെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് സക്കീർ തൻ്റെ തോക്ക് അവന് നേരെ പിടിച്ചു. കാറിലേക്ക് വാഞ്ഞെടുത്ത അർജുനും കൂട്ടരും അവനെ തോക്കിമുനയിൽ നിർത്തി അവർക്കൊപ്പം കാറിലേക്ക് ഇരച്ചു കയറി. ഉള്ളിൽ കയറിയതും അമീർ അവൻ്റെ തലയിൽ ഒരു കറുത്ത കട്ടിയുള്ള തുണിയിട്ട് മൂടി അവൻ്റെ കാഴ്ച മറച്ചിരുന്നു. കാറിൻ്റെ ഉള്ളിലിരുന്ന അർജുൻ അവൻ്റെ കഴുത്തിലേക്ക് ഡ്രഗ് ഇഞ്ചക്ട് ചെയ്തതും അവൻ്റെ ശരീരം തളർന്നു തുടങ്ങിയിരുന്നു. താഴേക്ക് കുനിഞ്ഞ അവൻ്റെ ശിരസ് അർജുൻ കുത്തിപ്പിടിച്ചുയർത്തി. നീ എന്ത് കരുതി ഞങ്ങളെ കബളിപ്പിച്ച് കടന്നു കളയാമെന്നോ? അതോ ഞങ്ങളൊക്കെ പൊട്ടന്മാരാണെന്നോ? നീ കളം മാറ്റി കളിക്കാൻ തുടങ്ങിയപ്പോൾ അർജുൻ അത് മുൻകൂട്ടി കണ്ടു. ഈ അർജുൻ ആരാണെന്ന് നീ അറിയാൻ പോകുന്നേ ഉള്ളൂ. സക്കീറെ, വണ്ടിയെടുക്കടാ. അവൻ തളർന്നു വീണത് കണ്ട് അർജുൻ പറഞ്ഞു. സക്കീർ കാറ് തിരിച്ചുവിട്ടു. പിന്നാലെ വരുണും കൂട്ടരും അർജുനെ ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നു. ഏറെ ദൂരം പിന്നിടും മുമ്പേ അവർ ആളൊഴിഞ്ഞ കെട്ടിടത്തിലേക്ക് വണ്ടി ഒതുക്കി. തലവഴി മൂടിയ കറുത്ത തുണി മുഖത്തു നിന്നും മാറ്റിയതും അവൻ കണ്ണു പതിയെ അടച്ചു തുറന്നു. ചുറ്റും നോക്കി അവൻ കണ്ടത് തന്നെ നോക്കി നിൽക്കുന്ന 5 പേരെയാണ്. പേടിയോടെ അവൻ അവരെ മാറി മാറി നോക്കി. ഒടുവിൽ അവൻ്റെ നോട്ടം ചെന്നെത്തിയത് തൻ്റെ മുന്നിൽ കസാരയിലിരിക്കുന്ന അർജുനിലും. അവനൊന്നും മനസ്സിലാകാതെ ഭയത്തോടെ അർജുനെ നോക്കി പറഞ്ഞു. ആരാ നിങ്ങളൊക്കെ? എന്നെ എന്തിനാ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടുവന്ന്? ഞാനൊരു തെറ്റും ആരോടും ചെയ്തിട്ടില്ല. അവൻ പേടിച്ച് വിക്കി വിക്കിയാണ് ഇത്രയും പറഞ്ഞൊപ്പിച്ചത്. അവൻ്റെ നിഷ്കളങ്കമായ ഭാവവും ചോദ്യം കേട്ട് അർജുനൊന്ന് കലിയേറി. പന്ന കഴിവേറി, നിനക്കൊന്നും അറിയില്ലാലേ. തോക്കിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴും നിന്റെ അഭിനയം കൊള്ളാം. പക്ഷെ അത് വിശ്വസിക്കാൻ തക്ക മണ്ടന്മാരല്ല ഞങ്ങൾ. ഞങ്ങൾക്ക് വേണ്ടത് നിന്നെയല്ല, നിന്റെ നേതാവിനെയാണ്. എവിടെയുണ്ടവൻ, നിന്റെ ബോസ്? അത് പറഞ്ഞാൽ നിനക്ക് പോകാം, അല്ലാതെ നീ ഇവിടെ നിന്ന് പുറലോകം കാണില്ല, കേട്ടോടാ. അർജുൻ്റെ ഭാവം കണ്ടതും അവൻ പേടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങിയിരുന്നു. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നെ എന്തിനായി തട്ടിക്കൊണ്ടു പോന്നേ? ഞാനൊരു പാവമാ, എന്നെ ഒന്നും ചെയ്യില്ലേ? നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചോളാം. അവൻ പറയുന്നത് കേട്ടതും അർജുൻ മറ്റുള്ളവരെ നോക്കി. അപ്പോഴേക്കും തരൺ സിംഗ് അവൻ്റെ നേർക്ക് തോക്ക് ചൂണ്ടിപ്പിടിച്ചിരുന്നു. അത് കണ്ട് അവൻ്റെ കരച്ചിൽ ഒന്നുകൂടി ഉച്ചത്തിലായതും വീർ അവൻ്റെ മുന്നിലേക്ക് മാറി നിന്നു. അവനെ മോത് ബന്ദ് കർ സാലേ. വീറിൻ്റെ ഉച്ചത്തിലുള്ള സംസാരം കേട്ടതും അവൻ വാ പൊത്തിക്കറിഞ്ഞു. നാം ക്യാ ഹൈ തുമാരാ? അരേ മേ തുമസെ ബാത് കർ റഹാ ഹൂം. ബോൾനാ ക്യാ ഹൈ തുമാരാ? അർണബ് വേണുഗോപാൽ. വീറിൻ്റെ ചോദ്യത്തിന് അവൻ മറുപടി കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. എന്നെ കൊല്ലല്ലേ സാറേ, നിങ്ങൾ പറയുന്നതൊന്നും എനിക്കറിയില്ല. ഞാൻ ദില്ലിയിൽ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. നാട്ടിലേക്ക് പോകും വഴിയാണ് നിങ്ങൾ എന്നെ പിടിച്ചുകൊണ്ട് വന്നത്. എനിക്കൊരു ബോസിനെയും അറിയില്ല. അവൻ പറയുന്നത് കേട്ട അവർ ഇനി എന്തെന്ന മട്ടിൽ അർജുനെ നോക്കി. അവനും ആലോചനയിലാണ്. തനിക്ക് എവിടെയോ പിഴവ് പറ്റിയെന്ന് അവന് തോന്നിത്തുടങ്ങിയിരുന്നു. സക്കീറെ, നീ എൻ്റെ ബാഗ് മൊത്തം പരിശോധിക്കുക.
അർണവിൻ്റെ ബാഗ് പരിശോധിക്കാൻ നിർദ്ദേശം നൽകി അർജുൻ അർണവിൻ്റെ അരികിലേക്കിരുന്നു. നീ പറഞ്ഞതൊക്കെ സത്യമാണോ? നിന്റെ വായിൽ നിന്നും വീഴുന്ന ഓരോ വാക്കും സൂക്ഷിച്ചു പറയണം. നിനക്കുള്ള നീതിയും ന്യായവും നടപ്പാക്കുന്നത് ഞാനാണ്. അഥവാ നീ പറയുന്നത് കള്ളമാണെങ്കിൽ പിന്നെ നിനക്ക് മരണം. നീ എൻ്റെ കൈകൊണ്ട് തന്നെ മരിക്കും. അപ്പോഴേക്കും സക്കീർ അർജുൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു. സാബ്, ഇവൻ്റെ ID കാർഡ്, പിന്നെ ഒരു ലാപ്പ് മാത്രമേ ഇതിൽ കാര്യമായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇവൻ്റെ ഡ്രസ്സാണ്. അർജുൻ അർണവിനെ ഒന്ന് നോക്കി. സക്കീറെ, ഇവൻ്റെ ഫോണും ലാപ്പും നീ അശോകിനെ ഏൽപ്പിക്കേ. സക്കീർ അർജുനോട് എന്തെങ്കിലും മറുപടി പറയാൻ തുടങ്ങും മുമ്പേ അർജുൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. പരിചയമില്ലാത്ത നമ്പർ കണ്ട് അർജുൻ ഒന്ന് ശങ്കിച്ചു നിന്നെങ്കിലും പിന്നീട് അവൻ കോൾ അറ്റൻഡ് ചെയ്ത് കാതോട് ചേർത്തു. ഹലോ, തും കോണേ? മറുതലക്കിൽ നിന്നും മറുപടിയൊന്നും ലഭിക്കാതെ വന്നതോടെ അർജുന് ദേഷ്യം കയറി. അരേ ബോൾ, ഹു ആർ യു? മറുതലക്കിൽ നിന്നൊരു പൊട്ടിച്ചിരിയാണ് അർജുൻ കേട്ടത്. അതൊരു ആണിൻ്റേതായിരുന്നു. ഗുസ്സാമത് കരോ അർജുൻ സാബ്. സാബ് ഇങ്ങനെ ചൂടായാൽ ഫോൺ പോലും പൊട്ടിത്തെറിക്കുമല്ലോ. അയാൾ പറഞ്ഞത് കേട്ട അർജുൻ ദേഷ്യം കൊണ്ട് വിറച്ചു. ഏതാടാ നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നീ അറിഞ്ഞിട്ട് തന്നെയാണോ നിന്റെ വാചക കസർത്ത്? അർജുൻ സംസാരിക്കുന്നതിൻ്റെ ഒപ്പം കൈകൊണ്ട് കോള് ടാപ്പ് ചെയ്യാൻ അശോകിനോട് പറയാൻ നിർദ്ദേശം നൽകി. നിർദ്ദേശം കിട്ടിയതും അർജുൻ്റെ ഫോണിലേക്ക് വന്ന കോള് ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമം തുടങ്ങിയിരുന്നു. അരേ അർജുൻ സാബ് ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ? ഞാൻ പേടിച്ചു പോകും കേട്ടോ. പിന്നെ സാബിനെ അറിയാത്തവരായിട്ട് ആരാണുള്ളത്? സാബ് വളരെ കഷ്ടപ്പെട്ട് ഒരുത്തിനെ പിടിച്ചുകൊണ്ട് വന്നിട്ടില്ലേ ഞാനാണെന്ന് കരുതി? തൻ്റെ മുന്നിൽ ഞാൻ വന്നിട്ട് നിനക്കെന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ അർജുൻ. പിന്നെ നീ കിടന്ന് കയറ് പൊട്ടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഡാ, അർജുൻ ഫോണിലൂടെ അലറി വിളിച്ചു. എൻ്റെ സാറ്, ഇങ്ങനെ കിടന്ന് അലറാതെ. ഞാൻ നിങ്ങളുടെ ശത്രുവല്ല ഇതുവരെ. പക്ഷെ എൻ്റെ വഴിയിൽ ഇനിയും നീയോ നിന്റെ ടീമിൻ്റെ നിഴൽ പോലും കണ്ടാൽ കൊന്നു കളയുന്നായേ. നീ ലക്ഷ്മണെ എൻ്റെ ചൂരു മണത്തറയാൻ പറഞ്ഞു വിട്ടു. അവനറിയില്ല ഞാൻ ആരാണെന്ന്, പാവം. പക്ഷെ അവൻ എൻ്റെ പിന്നാലെ വന്നു. അവൻ ചെയ്ത തെറ്റിന് അവൻ്റെ പ്രതിഫലം ഞാൻ കൊടുത്തു കഴിഞ്ഞു. കൊന്നിട്ടല്ല, പകരം അവൻ്റെ ഓർമ്മകൾ, അത് ഞാനിങ്ങെടുത്തു. ഇത്രയും നാൾ ഒരു ധീരനായി ജീവിച്ചവൻ ഇനി കണ്ണു തുറക്കുമ്പോൾ സ്വന്തം പേര് പോലും ഓർമ്മയില്ലാതെ നരകിക്കുമ്പോൾ നീ ഓർക്കണം, അത് നിന്റെ പിഴയാണെന്ന്, നിന്റെ വലിയ പിഴ. ഇനിയും നീ എൻ്റെ വഴിയിൽ വന്നാൽ ഇങ്ങനെയാവില്ല ഞാൻ പ്രതികരിക്കുക. ഇത് നിനക്കുള്ള എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും മുന്നറിയിപ്പാണ്. അത്രയും പറഞ്ഞ് രുദ്രൻ കോള് കട്ട് ചെയ്ത ശേഷം ഫോൺ ഓഫാക്കി. യാത്രക്കിടെ അവൻ മൂത്രമൊഴിക്കാനെന്ന വ്യാജേന കാറിൻ്റെ വെളിയിൽ ഇറങ്ങിയാണ് ഫോൺ ചെയ്തത്. രുദ്രൻ ഫോൺ പോക്കറ്റിലിട്ട് നടന്ന് കാറിലേക്ക് കയറി. പോകാൻ ചേട്ടാ, സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് ഡ്രൈവറോട് പറഞ്ഞു. അയാൾ രുദ്രനെ നോക്കി തലകുലുക്കി വണ്ടി മുന്നോട്ടെടുത്തു. അവൻ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ചുറ്റും മരങ്ങളും ചെറിയ പുഴയും ഒക്കെ ഒഴുകുന്ന പുറംകാഴ്ചകൾ അവന് പരിചിതമാണെന്ന് തോന്നി. താനൊരിക്കലും മടങ്ങി വരാൻ ആഗ്രഹിക്കാത്ത ഈ വഴിയിലൂടെ യാത്ര അവന് അരോചകമായിരുന്നു. അത് സഹിക്കാനാവാതെ രുദ്രൻ തൻ്റെ കണ്ണുകൾ ഇറുക്കിയടച്ചതും നാളുകളായി തൻ്റെ ഓർമ്മകളിലേക്ക് എത്താത്ത താൻ മറന്ന പല മുഖങ്ങളും തൻ്റെ നേർക്ക് ഓടിയെത്തിയിരുന്നു. പെട്ടെന്നാണ് ചിന്തകളെ മുറിച്ചുകൊണ്ട് തൻ്റെ തോളിൽ ഒരു കരസ്പർശമേറ്റവൻ ഞെട്ടി കണ്ണു തുറന്നത്. ആദിയായിരുന്നു അത്. എന്താ ചേട്ടാ, മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ. അവൻ AC-യുടെ തണുപ്പിൽ നന്നായി വിയർത്തിരിക്കുന്നത് കണ്ട് അവൾ തിരക്കി. ഒന്നുമില്ല ആദി, നിനക്ക് തോന്നിയതാവും. 3-4 ദിവസമായുള്ള യാത്രയല്ലേ? അല്ല, നീ എന്തിനാ വിളിച്ചേ? ചേട്ടാ, നമുക്ക് ആ വളവിൽ നിന്ന് റൈറ്റ് കയറി പോകണം. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ എത്തും. അവൻ ശരിയെന്ന് സമ്മതിച്ച് തലകുലുക്കിക്കൊണ്ട് മുന്നിലേക്ക് നോക്കിയിരുന്നു. സക്കീർ, ഇതെങ്ങനെ സംഭവിച്ചു? ഇങ്ങനെയൊരു അബദ്ധം അത് നമ്മുടെ ഭാഗത്ത് നിന്നും എങ്ങനെയുണ്ടായി? സക്കീറിന് അർജുനോടായി പറയാൻ മറുപടിയൊന്നും ഉണ്ടായില്ല. അശോക്, നീ ആ നമ്പർ ട്രേസ് ചെയ്തോ? അവസാന പ്രതീക്ഷയെന്നോണം അവൻ അശോകിനോടായി ഫോൺ ചെയ്ത് ചോദിച്ചു. നെഗറ്റീവ് സാർ, ഇറ്റ് ഈസ് അൺട്രേസബിൾ. ബട്ട് നമുക്കായുള്ളൊരു പ്രതീക്ഷ ലക്ഷ്മണൻ്റെ കൈവശമുണ്ടായിരുന്ന IMEI നമ്പർ തന്നെയാണ് ഈ ഫോണിലും ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മാത്രമാണ്. ഇതോടൊപ്പം മറ്റു പല നമ്പറുകളും കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ അയാൾ ഫോണിലൂടെ പറഞ്ഞത് ശരിയാണെങ്കിൽ അത് ലക്ഷ്മണൻ്റെ ഫോൺ തന്നെയാണ്. അത് ഹൈലി എൻക്രിപ്റ്റഡ് ആണ്. എനിക്ക് പോലും അത് ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. ഒൺലി എ മാസ്റ്റർ മൈൻഡ് ക്യാൻ ഡു ഇറ്റ്. ഓക്കെ അശോക്, നീ അത് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും വിവരം ലഭിച്ചാൽ എന്നെ വിവരം അറിയിക്കണം. അർജുൻ ഫോൺ കട്ട് ചെയ്ത് മറ്റുള്ളവരെ നോക്കി. സക്കീർ, അമീർ, എനിബഡി ടെൽ മീ സംതിങ്. അർജുൻ സാബ്, ആപ് ലക്ഷ്മൺ കെ ബാരെ മേ ക്യാ സോച്താ ഹൈ? മേ ബി ഹി കോംപ്രമൈസ് ദ മെഷീൻ. അമീർ പറഞ്ഞത് കേട്ട അർജുൻ അവനെ നോക്കി. നോ അമീർ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ലക്ഷ്മണൻ ഈ രാജ്യത്തെ ഏറ്റവും നല്ലൊരു പട്ടാളക്കാരനാണ്. അവനൊരിക്കലും ഇങ്ങനെ ചെയ്യില്ല. പിന്നെ എൻ്റെ ഈ കോഡ് നമ്പർ അല്ലാതെ എന്നെക്കുറിച്ചോ മിഷനെക്കുറിച്ചോ ഒന്നും ലക്ഷ്മണൻ അറിയില്ല. അവനുള്ള നിർദ്ദേശം നൽകിയത് HQ ആണ്. ഫോളോ ഹിം ആൻഡ് ഇൻഫോം ആസ്. പക്ഷെ ഫോൺ വിളിച്ചവൻ നമ്മുടെ പേര്, എന്തിന് നമ്മുടെ മിഷനെക്കുറിച്ച് പോലും മനസ്സിലാക്കി കഴിഞ്ഞു. ഹൗ ഈസ് ദാറ്റ് പോസിബിൾ? ഇത്രയും കോൺഫിഡൻഷ്യലായിട്ടുള്ള വിവരം എങ്ങനെ അവന് ചോർന്ന് കിട്ടി? ഒന്നു മാത്രം എനിക്ക് മനസ്സിലായി. നമ്മൾ വിചാരിച്ചതിനേക്കാൾ പ്രബലനാണ് നമ്മുടെ ശത്രു. നമ്മുടെ ഓരോ നീക്കങ്ങളും മുൻകൂട്ടി കാണാൻ കഴിവുള്ളവൻ. സാബ്, അബ് ക്യാ കരേഗാ?
സക്കീർ സംശയഭാവത്തോടെ അവനെ നോക്കി ചോദിച്ചു. അതിന് അർജുൻ്റെ ചിരിയായിരുന്നു ആദ്യത്തെ മറുപടി. ഇപ്പോഴല്ലേ സക്കീറെ കളിക്കൊരു ത്രില്ല് വന്നത്. ഊരും പേരും അറിയാത്ത നമ്മളെക്കാൾ പ്രബലനായ ശത്രുവിനെ നേരിടുമ്പോൾ കിട്ടുന്ന ത്രിൽ വേറെ എന്തിനു കിട്ടാനാണ്. ഇപ്പോൾ നമ്മൾ ഈ ഇര പിടിക്കാൻ നോക്കി പരാജയപ്പെട്ടു. ഇനി ഓടുന്ന മൃഗത്തിനെ വേട്ടയാടണം. ആർ യു വിത്ത് മീ ബോയ്സ്? വിത്ത് പ്രൗഡ്. ആപ്കെ സാത്തേ സാബ്. അർജുൻ്റെ വാക്കുകൾക്ക് അവർ ഒരേ സ്വരത്തിൽ അർജുന് മറുപടി കൊടുത്തു. രുദ്രന്റെ കാർ വന്നെത്തിയത് വലിയൊരു ഗേറ്റിന്റെ മുന്നിലാണ്. ചുറ്റും ഭീമം മതിൽ കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു. ഗേറ്റിന്റെ ഉള്ളിലൂടെ അവൻ അകത്തേക്ക് നോക്കി. ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന ഭൂമിക്ക് നടുവിൽ പടുത്തുയർത്തിയിരിക്കുന്ന കൊട്ടാരത്തിലേക്ക് അവൻ കണ്ണു പറിക്കാതെ നോക്കിയിരുന്നു. ഒപ്പം ഗേറ്റിന്റെ മുന്നിൽ എഴുതിയിരുന്ന പേരിലും നരസിംഹപുരം കൊട്ടാരം. ആ പേര് അവന്റെ മനസ്സിൽ വേലിയേറ്റമുണ്ടാക്കി. അപ്പോഴേക്കും ഹോണടിച്ചിട്ടും ഗേറ്റ് തുറക്കാത്തതുകൊണ്ട് ആദിയും നീതുവും പുറത്തിറങ്ങി. ഒപ്പം രുദ്രനും. അവന്റെ കാൽപാദം മണ്ണിൽ പതിഞ്ഞതും ആകാശം കരുതി വെച്ച നീർച്ചാലുകൾ ഭൂമിയിലേക്ക് ഒഴുകിയിറങ്ങി. തൂളിത്തുടങ്ങിയ മഴയുടെ ശക്തി ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ആ മഴയിൽ മൂവരും നന്നായി നനഞ്ഞു. അപ്പോഴേക്കും സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് ഓടി വന്നിരുന്നു. അയാൾ അവർക്കായി കൊട്ടാരത്തിന്റെ വലിയ ഗേറ്റുകൾ തുറന്നു കൊടുത്തു. എന്നാൽ കാർ മുന്നോട്ടെടുക്കാൻ പോയ ഡ്രൈവറെ രുദ്രൻ തടഞ്ഞു നിർത്തി. ആദിയും നീതുവും എന്താണെന്ന മട്ടിൽ അവനെ നോക്കി നിന്നതും അവൻ പോയി കാറിന്റെ ഡിക്കി തുറന്ന് അവരുടെ ബാഗുകൾ എടുത്തുകൊണ്ടുവന്ന് അവർക്ക് നൽകി. ആദ്യമോളെ, ചേട്ടന് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. ഇനി നിന്നാൽ താമസിക്കും. അപ്പോൾ ഞാൻ പോട്ടെ. പിന്നെ എപ്പോഴെങ്കിലും കാണാം. പോട്ടെ നീതു. അവൻ അവളോടും യാത്ര പറഞ്ഞ് തിരിഞ്ഞു നടന്നു. ആ കോരിച്ചൊരിയുന്ന മഴയിലും അവനെ ആ മണ്ണിൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലെന്നാണ് സത്യം. ചേട്ടാ, വീട്ടിൽ കയറിയിട്ട് പോകാം. പോവല്ലേ, നിൽക്കൂ ചേട്ടാ. ആദ്യം അവനെ വിളിച്ചുകൊണ്ട് പിന്നാലെ നടന്നു. അപ്പോഴേക്കും ഒരു കാറ് അവർക്ക് അരികിലേക്ക് പുറത്തു നിന്നും എത്തിയിരുന്നു. ഓഡി Q7 ഡ്രൈവിംഗ് സീറ്റിലിരുന്ന 50 വയസ്സോളം പ്രായമുള്ള അയാളെ കണ്ടതും ആദ്യം അപ്പ എന്ന് വിളിച്ച് കാറിന്റെ അടുത്തേക്ക് ചെന്നു. ഒപ്പം നീതുവും. അവളെ കണ്ടതും അയാൾ ഗ്ലാസ് താഴ്ത്തി അവളെ വിളിച്ചു. ആദ്യമോളെ, നീ എന്താടി നിന്ന് മഴ നനയുന്ന? രണ്ടാളും വണ്ടിയിലോട്ട് കയറിക്കേ. അയാൾ പറഞ്ഞതും അവർ രണ്ടും കാറിന്റെ ഉള്ളിലേക്ക് ചാടി കയറി. അയാൾ ഇരുവരെയും ഒന്ന് നോക്കി. എന്തിന്റെ കേടാടി നിനക്കൊക്കെ? ഈ മഴ നനയേണ്ട വല്ല കാര്യമുണ്ടോ? മോളെ നീതു, നീയും ഇവളുടെ കൂട്ടു തുടങ്ങിയോ? അയാൾ അല്പം ദേഷ്യപ്പെട്ട് അവരോട് ചോദിച്ചു. അപ്പ ഇങ്ങനെ ദേഷ്യപ്പെടാതെ, ഞാനിങ്ങ് വരുന്ന വഴിയാ. ഞങ്ങളെ ഇവിടെ ആക്കാൻ വന്ന ചേട്ടൻ ഇവിടെ ഇറക്കിയിട്ട് പോയി. പുള്ളീനെ വീട്ടിലേക്ക് വിളിക്കുകയായിരുന്നു. പക്ഷെ ആള് തിരിഞ്ഞു പോലും നോക്കാതെ ദേ പോണു. ആദി പറഞ്ഞത് കേട്ട അവളുടെ അച്ഛൻ ആദിശേഖരൻ പുറത്തേക്ക് നോക്കി. കാറിലേക്ക് ഡോറ് തുറന്നു കയറുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് ശേഖരൻ കണ്ടത്. അയാൾ തല ഉള്ളിലേക്കിടാൻ പോയതും ഡോറിന്റെ മറവിലൂടെ അവന്റെ പാതി മുഖം അയാൾ കണ്ടു. അലസമായി വളർന്നു കിടക്കുന്ന താടിയിലൂടെ വെള്ളം ഒഴുകിയിറങ്ങുന്നുണ്ട്. അവന്റെ മുഖം മാറുന്നതിനൊപ്പം അയാൾ നക്ഷത്രത്തിളക്കമുള്ള അവന്റെ കണ്ണിലേക്ക് നോക്കി. ഒരു നോട്ടമേ അയാൾക്ക് കാണാനായുള്ളൂവെങ്കിലും അതയാളെ പിടിച്ചു നിർത്താൻ പോന്നതായിരുന്നു. ശേഖരൻ നോക്കി നിൽക്കിയ രുദ്രൻ കാറിൽ കയറി ഡോറടച്ചിരുന്നു. വണ്ടി ആ കൊട്ടാരമുറ്റം കടന്ന് പുറത്തേക്ക് പാഞ്ഞു. ശേഖരൻ അപ്പോഴും ചിന്തയിലായിരുന്നു. ആ കണ്ണുകൾ അയാൾക്ക് പരിചയമുള്ള പോലെ തോന്നി തുടങ്ങിയിരുന്നു. ശക്തമായ മഴയിൽ പാതി മറഞ്ഞ ആ മുഖം അയാൾ വ്യക്തമായിരുന്നില്ല. പക്ഷെ അപ്പോഴും തിളങ്ങുന്ന ആ കണ്ണുകൾ അത് താൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ശേഖരൻ അത് ഓർത്തെടുക്കാനെന്ന വണ്ണം ചിന്തകളുടെ ലോകത്തിലേക്കായിരുന്നു. മുഖത്തേക്ക് വീഴുന്ന വെള്ളത്തുള്ളികളൊന്നും അയാൾ അറിഞ്ഞില്ല. ആദി ശേഖരന്റെ പുറത്തു തട്ടിയതും അയാൾ ഞെട്ടി തിരിഞ്ഞു നോക്കി. എന്താ അപ്പേ? അപ്പയുടെ മേലാകെ വെള്ളമായല്ലോ. അപ്പോഴാണ് അയാളും അത് ശ്രദ്ധിക്കുന്നത്. ശേഖരൻ പെട്ടെന്ന് ഗ്ലാസ് മുകളിലേക്ക് കയറ്റി വണ്ടിയെടുത്ത് ഗേറ്റ് കടന്ന് കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് പോയി. മടക്കയാത്രയിൽ രുദ്രനും കാറിൽ കണ്ണടച്ചിരിക്കുകയായിരുന്നു. അവൻ മറക്കാൻ ശ്രമിക്കുന്ന പലതും തന്നെ തേടി വരുന്നുവെന്ന് അവന് തോന്നിയ നിമിഷം അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു. ചുറ്റും നോക്കി അവൻ ഞെട്ടി ഡ്രൈവറെ നോക്കി. നമ്മളെന്തിനാ ഈ വഴി പോകുന്ന? വന്ന വഴി ഇതല്ലല്ലോ. അവന്റെ ശബ്ദം കടുത്തിരുന്നു. സാർ, ഗൂഗിൾ മാപ്പിൽ മെയിൻ റോഡിലേക്ക് എത്താനുള്ള എളുപ്പവഴി ഇതാണ്. അതാ ഞാൻ ഈ വഴി വണ്ടി എടുത്തത്. പിന്നെ ഞാനൊരിക്കൽ ഈ വഴി വന്നിട്ടുമുണ്ട്. നമ്മൾ നേരത്തെ പോയ കൊട്ടാരമില്ലേ, നരസിംഹപുരം കൊട്ടാരം, അവരുടെ പഴയ കൊട്ടാരത്തിന്റെ മുന്നിലൂടെയുള്ള വഴിയാണിത്. അവൻ പറഞ്ഞപ്പോഴേക്കും അവർ കൊട്ടാരത്തിന്റെ മുന്നിൽ എത്തിയിരുന്നു. ദാ സാർ, അതാണ് കൊട്ടാരം. പക്ഷെ അയാൾ പറഞ്ഞതൊന്നും അവൻ കേട്ടില്ല. അവന്റെ കണ്ണെത്തിയത് ദൂരെ മാറി കാണുന്നൊരു പഴയ ഇരുനില വീട്ടിലേക്കായിരുന്നു. മുന്നിൽ നിറയെ പൂക്കൾ നിറഞ്ഞു നിന്നിരുന്ന മുറ്റം. ശക്തമായ മഴയിലും കാറ്റിലും അവ ആടി ഉലഞ്ഞുകൊണ്ടേയിരുന്നു. അവിടേക്ക് നോക്കിയിരുന്ന അവന്റെ കണ്ണിലും വെള്ളത്തുള്ളികൾ നിറഞ്ഞുകൂടി അവന്റെ കാഴ്ച മറച്ചു തുടങ്ങിയിരുന്നു. ഒരു നിമിഷം തന്റെ കാതിലേക്ക് താൻ കേൾക്കാൻ ഏറ്റവും കൊതിച്ച വിളി അവനെ തേടിയെത്തിയതുപോലെ തോന്നി. ആ വിളികൾ അസഹനീയമായപ്പോൾ അവൻ തന്റെ കണ്ണും കാതും പൊത്തിപ്പിടിച്ചു. സാർ, കൊട്ടാരം. ഇതൊന്നും ശ്രദ്ധിക്കാതിരുന്ന ഡ്രൈവർ അവന്റെ തോളിൽ തട്ടിപ്പറഞ്ഞതും രുദ്രൻ തന്റെ പിന്നിൽ നിന്നും തോക്കെടുത്ത അയാളുടെ തലയിൽ വെച്ചതും ഒരേ നിമിഷമായിരുന്നു. അയാൾ അവന്റെ പ്രവൃത്തി കണ്ട് ഭയന്നു പറച്ചു. ഞാൻ കണ്ണടച്ചു തുറക്കുമ്പോൾ ഇവിടം കഴിഞ്ഞിരിക്കണം, മനസ്സിലായോടാ? ദേഷ്യം കൊണ്ട് രുദ്രന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. രുദ്രൻ തന്റെ കണ്ണുകൾ ഇറുക്കിയടച്ചിരുന്നുവെങ്കിലും
അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും അയാൾക്ക് പേടി തോന്നി. അവൻ പറഞ്ഞതനുസരിച്ച് അയാൾ തൻ്റെ കാറ് വേഗത്താൽ മുന്നോട്ട് ഓടിച്ചുകൊണ്ടേയിരുന്നു. അർജുൻ സാബ് ഹം ഇസ്കോ ക്യാ കരേഗ? അർണവിനെ നോക്കി അർജുനോട് അമീർ ചോദിച്ചു. അവർ അപ്പോഴും തങ്ങൾക്ക് തെറ്റുപറ്റിയതിൻ്റെ ഷോക്കിൽ നിന്ന് മുക്തരായിട്ടില്ലായിരുന്നു. അർണവാകട്ടെ ഇപ്പോഴും പേടിച്ചു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ അർജുൻ കാര്യമായി എന്തോ ആലോചനയിലാണ്. അർജുൻ സാബ് അഭി ക്യാ സോച്ച് റാ ഹൈ? അത് കേട്ട അമീർ അവനെ തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു. അർജുൻ അവനെ ഒന്ന് നോക്കി. അമീറേ, ഞാൻ നമുക്ക് എങ്ങനെ തെറ്റുപറ്റിയെന്ന് ആലോചിക്കുകയായിരുന്നു. കുറച്ചു മുമ്പ് ഒരു വാർത്തയുണ്ടായിരുന്നു, ട്രെയിനിൽ അബോധാവസ്ഥയിൽ ഒരാളെ കണ്ടെത്തിയിട്ടുള്ളത്. അത് അവനാണ് അമീറെ, ലക്ഷ്മൺ. അശോക് ഇപ്പോൾ അത് കൺഫേം ചെയ്തിരുന്നു. ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി അവൻ ലക്ഷ്മണനെ വെച്ച് നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിദഗ്ധമായി തന്നെ, അതും ലക്ഷ്മണന്റെ ഫോൺ ഉപയോഗിച്ച്. ഓർക്കുമ്പോൾ തന്നെ പെരുത്തു കയറുന്നു. അർജുൻ തലയിൽ കൈവച്ചിരുന്നു. ചിന്താ മത് കരോ അർജുൻ സാബ്, വി വിൽ ക്യാച്ച് ഹിം. ധരംസിംഗിന്റെ വാക്കുകൾ കേട്ട് അർജുനൊന്ന് പുഞ്ചിരിച്ചു. അതേ ധരംജി, അവൻ നമുക്ക് പോന്ന എതിരാളിയാണ്. അവൻ കളിക്കട്ടെ, കളം നിറഞ്ഞു കളിക്കട്ടെ. അവൻ വിജയിച്ചു എന്ന് അവൻ കരുതുന്ന നിമിഷം അവനെ നമ്മൾ വീഴ്ത്തിയിരിക്കും. അർജുൻ സാബ്, ഇവനിനി എന്ത് ചെയ്യണം? സക്കീർ അർണവിനെ നോക്കി ചോദിച്ചു. അവൻ്റെ മുഖം കണ്ടതും അർജുൻ പല്ലു കടിച്ചു. പറഞ്ഞു വിടണോ? അതിനു മുന്നേ അവൻ്റെ അഡ്രസ്സ് ഉൾപ്പെടെ സകലമാന ഡീറ്റെയിൽസ് വാങ്ങിച്ചേക്ക്. പിന്നെ ഫോണും ലാപ്പും അശോകിനെ ഏൽപ്പിക്കേ. അതും പറഞ്ഞ് അർജുൻ അർണവിൻ്റെ അരികിലെത്തി. നീ ഇവിടെ നടന്നതൊക്കെ പുറത്തു പറയുമോടാ? അർജുൻ തൻ്റെ തോക്ക് അർണവിൻ്റെ നെറ്റിയിലേക്ക് വെച്ചു. എന്നെ കൊല്ലല്ല സാറേ, ഞാനൊന്നും ആരോടും പറയില്ല, കൊന്നാലും പറയില്ല സാറേ. അർജുൻ അവനെ ഒന്നുകൂടെ നോക്കി. പറയാതിരുന്നാ നിനക്ക് കൊള്ളാം. നീ വാ തുറന്നു വല്ലതും പറഞ്ഞാൽ ദേ ഈ തോക്കിൽ നിന്നുള്ളൊരു ബുള്ളറ്റ് നിനക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കും, കേട്ടോടാ. അവൻ സമ്മതമെന്ന് തലയാട്ടിയതും അർജുൻ പുറത്ത് ജീപ്പിന്റെ അരികിലേക്ക് നടന്നു. നരസിംഹപുരം കൊട്ടാരത്തിൽ ആദിലക്ഷ്മിയും നീതുവും നിന്ന് വഴക്ക് കേൾക്കുകയാണ്. സംഭവം കാല് പൊട്ടിച്ച് കയറി വന്നത് തന്നെ. ട്രിപ്പിന് പോയി കാല് പോയതാണെങ്കിലും ട്രെയിനിൽ വെച്ച് സംഭവിച്ചതാണെന്നാണ് വീട്ടിൽ പറഞ്ഞത്. ആദിയുടെ അമ്മ ഗായത്രിയും നീതുവിൻ്റെ അമ്മ ഉണ്ണിമായും ഇരുവരെയും വായിൽ വരുന്നതെല്ലാം പറയുന്നുണ്ട്. രണ്ടും വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? എന്നിട്ട് ചോദിക്കുന്നതിന് വല്ലതും മറുപടി പറയുന്നുണ്ടോ? നോക്കിക്കേ, നിനക്ക് വല്ലതും പറ്റിയിരുന്നെങ്കിലോ? അതെന്താ ആദി നീ അത് ആലോചിക്കാത്ത? നീയാണ് നീതുവിനെ കൂടി ചീത്തയാക്കുന്നത്. അതെങ്ങനെയാ? ആ തല തെറിച്ചവളുടെ അടുത്തല്ലേ രണ്ടും ഏതു നേരവും? ആദിയുടെ അമ്മ ഗായത്രി നിന്ന് കത്തിക്കയറുകയാണ്. അപ്പോഴേക്കും നീതുവിൻ്റെ അമ്മ ഉണ്ണിമായ എന്ന മായ ഗായത്രിയെ തട്ടി. ഏട്ടത്തി, ഏട്ടനകത്തുണ്ട്. അവളുടെ പേരും പറഞ്ഞ് ഇവരെ വഴക്ക് പറയുന്നതും കേട്ട് ഇങ്ങോട്ട് വന്നാൽ ഇവരെ പറയുന്നതിൻ്റെ ബാക്കി നമ്മൾ കേൾക്കേണ്ടി വരും. മായ പറഞ്ഞത് കേട്ട് സാവിത്രി പല്ല് കടിച്ച് അവിടെ നിന്നും പോയി. പിന്നാലെ മായയും. ഹോ, എന്തായിരുന്നടി ഇവിടെ നടന്നത്? ചെവിയിലൊരു മൂളക്കം മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ഹോ, ഇനിയൊന്ന് കുളിക്കണം, നീതു ആദിയെ നോക്കി പറഞ്ഞു. അവളപ്പോൾ ചെവിയിൽ വിരലിട്ട് കുടയുകയായിരുന്നു. നീതു പറഞ്ഞത് കേട്ട് ആദ്യം അവളെ നോക്കി പല്ലെല്ലാം കാട്ടിയെന്ന് ചിരിച്ചു. അത് കണ്ട നീതു അവളുടെ തോളിനിട്ടൊന്ന് അടിച്ചു. നീ നിന്ന് ചിരിക്കുന്നോ? ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് അവക്ക് നിന്ന് ചിരിച്ചാൽ മതിയല്ലോ. നമ്മൾ ട്രിപ്പിന് പോയതും നിനക്ക് അപകടം പറ്റിയതെല്ലാം അറിഞ്ഞാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കിയേ. ഓ, ചിന്തിക്കാൻ കൂടി പേടിയാകുന്നു. എന്തിനാണ് നീ കിടന്ന് പേടിക്കുന്നത്? വായിൽ കിടക്കുന്ന നാക്ക് വളച്ച് നന്നായി ഒരു കള്ളം പറഞ്ഞാൽ പോരെ? അതോടെ പ്രശ്നം തീർന്നു. ഓ, മഹദിയുടെ ഒരു കണ്ടുപിടുത്തം. ചത്തുപടമായി ചുവരിലിരിക്കേണ്ടവളാ കള്ളം പറയാൻ പോകുന്നത്. ഓ, ഇനി എനിക്കൊന്നും വയ്യ, ഞാൻ കുറച്ച് നാളേക്ക് റെസ്റ്റിലാ. നീതു അവളെ നോക്കി പറഞ്ഞിട്ട് മുറിയിലേക്ക് പോയി. പിന്നാലെ ആദ്യം അവളുടെ മുറിയിലേക്കും. ഷവറിന്റെ ചോട്ടിൽ നിൽക്കുമ്പോഴും അവൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന അപകടവും രുദ്രന്റെ ഓർമ്മകളിലേക്കും പോയി. അവൻ അങ്ങനെ പോയത് എന്തുകൊണ്ടാകുമെന്ന് അവൾ കുറേ ചിന്തിച്ചു. പിന്നെ സ്വന്തം പേര് ചോദിച്ചിട്ട് പറയാത്തയാൾ ഇങ്ങനെ ചെയ്തില്ലേലേ അത്ഭുതമുള്ളൂ എന്ന് അവൾക്ക് തോന്നി. ഭക്ഷണം കഴിക്കാനെത്തിയിട്ടും അച്ഛനെ കാണാതെ അവൾ മുറിയിലേക്ക് ചെന്നു. അയാൾ അപ്പോഴും ചിന്തയിലാണ്. മുകളിലേക്ക് കണ്ണും നട്ടുകിടക്കുന്ന ശേഖരനെ കണ്ടതും ആദിയും കിടക്കയിൽ കയറി അയാളെ കെട്ടിപ്പിടിച്ചു. എന്താണ് ആദിശേഖരൻ, വലിയ ചിന്തയിലാണെന്ന് തോന്നുന്നു? അവളുടെ ചോദ്യം കേട്ട അയാൾ അവളെ ഒന്ന് നോക്കി ചിരിച്ചു. നിന്റെ ടൂറൊക്കെ കഴിഞ്ഞോ? ഒരു മാസം കഴിഞ്ഞേ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട്? അയാൾ പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടി അയാളെ നോക്കി. നീ അങ്ങനെ ഞെട്ടണ്ട, എനിക്കറിയാം നീ കോഴ്സിന്റെ പേരും പറഞ്ഞ് കറങ്ങാൻ പോയതൊക്കെ. അത് കേട്ട് അവൾ ശേഖരനെ മുറുകെ പിടിച്ചു. നീ സോപ്പിടാനൊന്നും നോക്കണ്ട, ഞാൻ വഴക്കൊന്നും പറയില്ല. പിന്നെ നിന്റെ കുട്ടികളെയൊക്കെ കുറയ്ക്കേണ്ട പ്രായമായി. എൻ്റെ അപ്പേ, ഇതൊന്നുമില്ലേ പിന്നെ മനുഷ്യനായി എന്തിനു കൊള്ളാം? ഈ ആദീനെ എന്തിനു കൊള്ളാം? ഇക്കണക്കിന് പോയാൽ നീ മിക്കവാറും ഗായത്രിയുടെ കയ്യിൽ നിന്ന് കുറേ കൊള്ളും. ഓ അപ്പാ, അല്ല ഞാൻ ടൂറിന് പോയിന്ന് എങ്ങനെ അറിഞ്ഞു? അവൾ സംശയത്തോടെ അച്ഛനെ നോക്കി. അതൊക്കെ ഞാൻ അറിഞ്ഞു. അവൾ ഒന്നുകൂടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. അവിടെ കണ്ട ചെറിയ പുഞ്ചിരിക്ക് അവൾക്ക് കാര്യം മനസ്സിലായി. ഓ, ഇപ്പോൾ മനസ്സിലായി. അപ്പയുടെ പുന്നാര പെങ്ങൾ എന്നെ ഒറ്റിയല്ലേ? ആരോടും പറയില്ലെന്ന് ഞാൻ സത്യമൊക്കെ ചെയ്യിപ്പിച്ചതാ. എല്ലാം പാഴായല്ലോ ദൈവമേ. നീ ദൈവത്തെ വിളിക്കണ്ട, അവൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്. അല്ലേലും പെങ്ങളോട് എന്താ സ്നേഹം? അതേടി, കാര്യം ഞങ്ങൾ 5 ആങ്ങളമാർക്ക് അവൾ പെങ്ങളായാണ് ജനിച്ചതെങ്കിലും ഞങ്ങൾക്ക് അവൾ മകളാണ്. അവൾ ജനിക്കുമ്പോൾ എനിക്ക് പ്രായം 20. നിലത്തും താഴെയും വയ്ക്കാതെ ഞങ്ങൾ അവളെ കൊണ്ടു നടന്നത്.
ഓ തുടങ്ങി പെങ്ങൾ സ്നേഹം വിവരിക്കാൻ. ഞാൻ തന്നെ ഇത് കേട്ട് മടുത്തു. ഓടി, ശേഖരൻ അവളുടെ തോളിൽ മെല്ലെ അടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ മോള് പോയി കിടന്നോ, അപ്പോൾ ഒന്ന് ഉറങ്ങട്ടെ, നല്ല തലവേദനയുണ്ട്. അത് കേട്ടവൾ ബാമെടുത്ത് ശേഖരന്റെ നെറ്റിയിൽ തടവി കൊടുത്തു. ഇനി സുഖമായി ഉറങ്ങിക്കോ, നാളെ അപ്പു വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കിടക്കാന്ന് വിചാരിക്കണ്ട, അറിയാലോ അപ്പുവിനെ. അത് കേട്ട ശേഖരൻ തലയിൽ കൈവച്ച് അവളെ നോക്കി. അവള് വിളിച്ചിരുന്നു അപ്പു വരുന്നുണ്ടെന്ന് പറയാൻ, ഞാൻ മറന്നുപോയിരുന്നു. എന്തായാലും നീ പറഞ്ഞത് നന്നായി, ഇല്ലേ എൻ്റെ തലയെടുത്തേനെ. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേലും അപ്പു എടുത്തോളൂ. അപ്പുവിൻ്റെ കണ്ണു തുറച്ചുള്ള നോട്ടം കണ്ടാൽ ഇവിടുത്തെ സാക്ഷാൽ ഹിസ് ഹൈനസ് നരേന്ദ്രവർമ്മ വരെ പേടിക്കും. അപ്പോഴാണ് ഒരു ആദിശേഖരൻ. ഡീ, അവൾ പറഞ്ഞത് കേട്ട് ശേഖരൻ അടിക്കാനൊങ്ങിയതും ആദ്യം ഓടി പുറത്തേക്ക് പോയി. അത് കണ്ട ശേഖരൻ ചിരിച്ചുകൊണ്ട് പതിയെ അപ്പുവിനെ കുറിച്ച് ഓർത്തു. ദേഷ്യം വന്നുള്ള ആ നിൽപ്പും. അപ്പുവിൻ്റെ കണ്ണുകൾക്ക് പ്രത്യേക ഭംഗിയാണ്, നക്ഷത്രം പോലെ തിളങ്ങുന്ന കണ്ണുകൾ. അതിലേക്ക് നോക്കിയാൽ വഴക്ക് പറയാൻ പോലും കഴിയില്ല. പക്ഷെ അപ്പുവിന് ദേഷ്യം വരുമ്പോഴോ കണ്ണുകൾ ചുവന്നു വരും. അത് കണ്ടാൽ തന്നെ പേടിയാവും. അത്രയ്ക്കിൻ്റെ ഭാവം, രൗദ്രഭാവം. ഓരോന്നോർക്കെ അയാൾക്ക് പെട്ടെന്നാണ് രുദ്രന്റെ കണ്ണുകൾ ഓർമ്മ വന്നത്. ഒരു നടുക്കത്തോടെ അയാൾ ചാടി എഴുന്നേറ്റു. അതെ, അപ്പുവിൻ്റെ കണ്ണുകൾ തന്നെയാണത്. അയാളുടെ ഹൃദയം ഒരു വേള നിന്നു പോകുന്ന പോലെ അയാൾക്ക് തോന്നി. അവൻ തന്നെയാണോ അത്? ശക്തമായ മഴയിൽ മുഖം വ്യക്തമായിരുന്നില്ല. മുൻപ് കണ്ട അവൻ്റെ രൂപവുമായി ഇപ്പോൾ കണ്ടയാൾക്ക് യാതൊരു സാമ്യവുമില്ല. പക്ഷെ കണ്ണുകൾ, അത് കള്ളം പറയില്ല. ഒരുപക്ഷെ താൻ ഊഹിക്കുന്നത് ശരിയാണെങ്കിൽ ഇനി അവൻ എന്തിനാകും തിരിച്ചു വന്നിട്ടുണ്ടാകുക? ശേഖരന്റെ മനസ്സിൽ ഓരോ ചിന്തകളും കടന്നു വന്നുകൊണ്ടേയിരുന്നു. ചിന്തകൾ അയാളെ കൂടുതൽ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇതിനിടെ ഗായത്രി വന്നതൊന്നും ശേഖരൻ അറിഞ്ഞിരുന്നില്ല. പിന്നീടെന്തോ ഉറപ്പിച്ചെന്ന പോലെ അയാൾ എഴുന്നേറ്റിരുന്നു. പിന്നെ ഫോൺ കയ്യിലെടുത്ത് തൻ്റെ മൂത്ത സഹോദരനും കൊട്ടാരത്തിലെ ഇപ്പോഴത്തെ തമ്പുരാനുമായ നരേന്ദ്രവർമ്മയ്ക്ക് ഫോൺ ചെയ്ത് സംസാരിച്ചു. ശേഖരൻ പറഞ്ഞത് കേട്ട് ഗായത്രി അയാളെ തന്നെ നോക്കിയിരുന്നു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാണ് തന്നെ നോക്കിയിരിക്കുന്ന ഗായത്രിയെ ശേഖരൻ കാണുന്നത്. എന്താടി ഇങ്ങനെ നോക്കുന്നേ? അല്പം ഗൗരവത്തോടെ ശേഖരൻ അവളോട് ചോദിച്ചു. നിങ്ങളെന്തിനപ്പോൾ വല്യേട്ടനെ വിളിച്ച് എത്രയും പെട്ടെന്ന് എല്ലാവരും കൊട്ടാരത്തിലേക്ക് വരാൻ വിളിച്ചു പറഞ്ഞേ? ഗായത്രി, നീ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. നാളെ മുതൽ കൊട്ടാരത്തിലെ എല്ലാ അംഗങ്ങളും ഇവിടെ വരും. അതിനുവേണ്ട ഒരുക്കങ്ങൾ ചെയ്യുക. എന്താ ശേഖരേട്ട പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരെയും വിളിച്ചു വരുത്തുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏട്ടൻ്റെ മുഖം വല്ലാണ്ടിരിക്കണല്ലോ. എല്ലാം വഴിയെ പറയാം, നീ ഇപ്പോൾ കിടന്നുറങ്ങാൻ നോക്ക്, എനിക്കും ഉറക്കം വരുന്നുണ്ട്. ശേഖരൻ കണ്ണടച്ച് കിടന്നുകൊണ്ട് പറഞ്ഞു. കൊട്ടാരത്തിൽ 6 അനന്തര അവകാശികളാണുള്ളത്. രാജശേഖരവർമ്മ തമ്പുരാന്റെയും സുമിത്രാദേവി തമ്പുരാട്ടിയുടെയും മക്കൾ നരേന്ദ്രവർമ്മ, ആദിത്യവർമ്മ, സുകുമാരവർമ്മ, ആദിശേഖരവർമ്മ, സൂര്യശേഖരവർമ്മ, പിന്നെ ഗൗരി രാജശേഖരവർമ്മ എന്നിവരാണ്. ഇതിൽ ഏറ്റവും പ്രായം കുറവ് ഗൗരിക്കാണ്. സൂര്യൻ ജനിച്ചു കഴിഞ്ഞ് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഗൗരി ജനിക്കുന്നത്. അന്നു മുതൽ തൻ്റെ ഏട്ടന്മാരാണ് അവൾക്കെല്ലാം. അവളുടെ 5ാം പിറന്നാളിന് ശേഷമാണ് അമ്പത്തമ്പുരാട്ടി മരിക്കുന്നത്. അന്നു മുതൽ അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും അവളെ വളർത്തിയതും വലുതാക്കിയതുമെല്ലാം അവരാണ്. ഇവരോടൊപ്പം രാജശേഖരൻ തമ്പുരാന്റെയും സുമിത്ര തമ്പുരാട്ടിയുടെയും സഹോദരങ്ങളും ഉൾപ്പെടും. കൊട്ടാരത്തിൽ നരേന്ദ്രനും ആദിശേഖരനും സൂര്യനും ഒഴിച്ച് ബാക്കിയുള്ളവർ വിദേശത്താണ്. എല്ലാ വർഷവും ഒരിക്കൽ അവർ മക്കളും കൊച്ചുമക്കളും ഒക്കെയായി കൊട്ടാരത്തിൽ ഒത്തുചേരും. അങ്ങനെ ഒരു ഒത്തുചേരലിലാണ് ഇപ്പോൾ കൊട്ടാരം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അവരെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയാതെ. രാത്രി വൈകിയാണ് രുദ്രന്റെ കാർ കൊച്ചിയിലെത്തിയത്. അവന്റെ മുഖത്തെ രൗദ്രഭാവത്തിൽ ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ലായിരുന്നു. രുദ്രൻ പറഞ്ഞ പോലെ അവർ പനമ്പള്ളി നഗറിലെത്തി. അവിടെ എത്തിയപ്പോഴും രുദ്രൻ തന്റെ ഇറുക്കിയടച്ച കണ്ണുകൾ തുറന്നില്ലായിരുന്നു. കാറ് നിർത്തി ഇനി എന്താണെന്നറിയാതെ ഡ്രൈവർ അവനെ നോക്കി. പിന്നെ ധൈര്യം സംഭരിച്ച അയാൾ അവനെ വിളിക്കാൻ തീരുമാനിച്ചു. സാർ പറഞ്ഞ സ്ഥലമെത്തി. അയാൾ അവനെ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും കണ്ണു തുറന്നവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. സാറ് പറഞ്ഞ സ്ഥലം ഇതാണ്. അയാൾ പറഞ്ഞതും അവൻ കാറിൽ നിന്നിറങ്ങി. ഒന്നും മിണ്ടാതെ പേഴ്സിൽ നിന്നും പണമെടുത്ത് അയാൾക്ക് നൽകി. വേണ്ട സാർ, കാശ് വേണ്ട. അയാൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. അതെന്താ, താൻ സൗജന്യത്തിനാണോ വണ്ടി ഓടിക്കുന്നത്? അയാൾ അല്ലെന്ന് തലയാട്ടി. അവൻ അയാളുടെ കൈ പിടിച്ച് അതിലേക്ക് പണം വെച്ച് നൽകിയിട്ട് തിരിഞ്ഞു നടന്നു. അത് കണ്ട അയാൾ ആശ്വാസത്തോടെ വണ്ടി മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചതും രുദ്രൻ കാറിന്റെ ഗ്ലാസിൽ തട്ടി വിളിച്ചു. അവന്റെ രണ്ടാമത്തെയുള്ള വരവിൽ അയാൾക്ക് കൂടുതൽ ഭയം തോന്നി. ഡോറിന്റെ ഗ്ലാസ് അയാൾ താഴ്ത്തിയതും അവൻ പറഞ്ഞു തുടങ്ങി. സുരേഷേ, നമ്മൾ പിരിയുന്ന ഈ നിമിഷം നിന്റെ ഓർമ്മകളിൽ നിന്നുപോലും എൻ്റെയും അവരുടെയും മുഖം മായ്ച്ചു കളഞ്ഞിരിക്കണം. നിന്റെ നാവിൽ നിന്നും എന്തെങ്കിലും പുറത്തു വന്നാൽ പിന്നെ നിനക്ക് ആയുസില്ല. എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ വീട്ടിലുള്ള ഭാര്യ ലീലയെക്കുറിച്ചും 2 മക്കളെക്കുറിച്ചും നന്നായി ആലോചിക്കണം. അവർക്ക് താൻ മാത്രമല്ലേ ഉള്ളൂ. അല്ല, ഇനി പറഞ്ഞേ തീരുവെന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. സുരേഷിനൊപ്പം ലീലയ്ക്കും മക്കൾക്കും ഞാനൊരു യാത്രയൊരുക്കും. ഒടുക്കത്തെ യാത്ര. മനസ്സിലായോ നിനക്ക്? സുരേഷ് തലയാട്ടി സമ്മതിച്ചു. അപ്പോൾ ശരി, എല്ലാം പറഞ്ഞ പോലെ. പോട്ടെ സുരേഷേ. അത്രയും പറഞ്ഞ് രുദ്രൻ തിരിഞ്ഞു നടന്നതും അവൻ പറഞ്ഞു കേട്ട രുദ്രൻ ഞെട്ടലിൽ നിന്നും മുക്തനായിട്ടില്ലായിരുന്നു. യാത്രയിൽ ഒരിക്കൽ പോലും അവനോട് 3-4 വാക്കുകളല്ലാതെ ഒന്നും സംസാരിച്ചിട്ടില്ല. തൻ്റെ പേരോ എന്തിന് തന്നെക്കുറിച്ച് ഒന്നും താനും സംസാരിച്ചിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവൻ തൻ്റെ ഭാര്യയെയും മക്കളെയും കുറിച്ച്
എങ്ങനെ കൃത്യമായി മനസ്സിലാക്കി എന്നുള്ളത് സുരേഷിന്റെ ഉള്ളിൽ ഭയം ഇരട്ടിപ്പിച്ചു. ആരാണവൻ? സുരേഷിന്റെ മനസ്സിൽ അവനൊരു ചോദ്യചിഹ്നമായി അവശേഷിച്ചു. സുരേഷ് കാറെടുത്ത് മുന്നോട്ട് പോയതും രുദ്രൻ നടന്ന ഒരു ചെറിയ വീടിന്റെ മുന്നിലെത്തിയിരുന്നു. അവൻ കോണിമ്പല്ലടിച്ചതും ഒരു കൊച്ചുകുട്ടി വന്ന് വാതിൽ തുറന്നു. ആരാ? അവൻ രുദ്രനെ നോക്കി ചോദിച്ചതും രുദ്രൻ കുനിഞ്ഞിരുന്ന കുട്ടിയുടെ കവിളിൽ തലോടി. ജാവേദ്, അവനില്ലേ അകത്ത്? ഉപ്പച്ചി അകത്ത് TV കാണുക, ഞാൻ വിളിക്കാം. കുട്ടി അതും പറഞ്ഞ് അകത്തേക്ക് പോയതും രുദ്രൻ പുറംകാഴ്ചകൾ നോക്കി നിന്നു. കൊച്ചു വീടാണെങ്കിലും ചുറ്റും ചെടികളും മറ്റും വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ആരാ? അവൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. 30 വയസ്സുള്ള ഒരു യുവാവ് തനിക്ക് മുന്നിൽ വന്നു നിന്നത് കണ്ട് അവൻ അയാളെ നോക്കി പുഞ്ചിരിച്ചു. നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ. ജാവേദല്ലേ? രുദ്രൻ അവനെ നോക്കി ചോദിച്ചു. അതെ, ഞാനാണ് ജാവേദ്. ആരാ? എനിക്ക് മനസ്സിലായില്ല. ഒക്കെ പറയാൻ ജാവേദ്, ആദ്യം നമുക്ക് അകത്തേക്ക് ഇരിക്കാം. അതും പറഞ്ഞ് രുദ്രൻ ജാവേദിന്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ അവൻ വീടിന്റെ ഉള്ളിലേക്ക് നടന്നു. അവന്റെ പ്രവൃത്തി ജാവേദിന്റെ ഉള്ളിൽ ഭയത്തിന്റെ വിത്തുകൾ പാകി തുടങ്ങിയിരുന്നു. അവനും രുദ്രനും പിന്നാലെ എത്തി. രുദ്രൻ ഹാളിലെ സോഫയിലിരുന്നതും ജാവേദിന്റെ മകൻ രുദ്രനെ നോക്കി ചിരിച്ചു. മോനിങ് വന്നേ, ചോദിക്കട്ടെ. അത് കേട്ടതും അവൻ ജാവേദിനെ നോക്കി. ജാവേദ് സമ്മതമെന്ന് തലയാട്ടിയതും അവൻ രുദ്രന്റെ അരികിലേക്ക് വന്നു നിന്നു. എന്താ മോന്റെ പേര്? അവന്റെ തലയിൽ തലോടിക്കൊണ്ട് രുദ്രൻ ചോദിച്ചു. ജുനൈദ്. അവൻ തന്റെ കുഞ്ഞു പല്ലുകൾ കാട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉപ്പച്ചിയുടെ പോലെ നല്ല പേരാണല്ലോ. മോൻ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 4th. ആഹാ, അപ്പോൾ വലിയ ആളാണല്ലോ. അവൻ നാണിച്ച് തല താഴ്ത്തി. അപ്പോഴേക്കും ജാവേദിന്റെ ഭാര്യയും അവിടേക്ക് എത്തി. ആരായിക്ക ഇത്? അവൾ ജാവേദിനെ നോക്കി ചോദിച്ചു. മെഹ്റു ഇത്. അവൻ പറയാൻ തുടങ്ങിയതും രുദ്രൻ അവനെ തടഞ്ഞു. എൻ്റെ മെഹ്റു, നമുക്ക് പിന്നെ പരിചയപ്പെടാം. ഇപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട്. മെഹ്റു ചെന്ന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. നീ കൂടെ ചെന്ന് ഉമ്മച്ചീനെ സഹായിക്കടാ, അവൻ ജുനൈദിനോടും പറഞ്ഞു. മെഹ്റു എന്തു വേണമെന്നറിയാതെ ജാവേദിനെ നോക്കി. അവൻ അവരെ നോക്കി അടുക്കളയിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. അല്ല, നിങ്ങൾക്ക് നെയ്ച്ചോറും കോഴിക്കറിയും മതിയോ, അതോ ചപ്പാത്തി വരുത്തണോ? മെഹ്റു തിരിഞ്ഞ് രുദ്രനോട് ചോദിച്ചു. മെഹ്റുവിന് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ എടുത്തോണ്ട് വാ. തിന്നുന്ന കാര്യം ഞാനേറ്റു. അവൾ മോനെയും വിളിച്ചുകൊണ്ട് പോയതും ജാവേദ് രുദ്രന്റെ അരികിലേക്കായിരുന്നു. ആരാ നിങ്ങൾ? എനിക്ക് മുമ്പ് കണ്ടതായി ഓർമ്മയില്ല. നിങ്ങൾ എന്തിനാ വന്നേ? രുദ്രൻ അവനെ നോക്കി ചിരിച്ചു. പിന്നെ പറഞ്ഞു തുടങ്ങി. നിനക്ക് എന്നെ അറിയില്ല, നീ ഇനി അറിയാനും പോണില്ല. പക്ഷെ എനിക്ക് ജാവേദിനെ നന്നായി അറിയാം. പക്ഷെ ഈ ജാവേദായി അല്ല, പഴയ നാഗ്പൂരിലെ ഷെട്ടിയുടെ വലങ്കൈ ഖാലിദായി. ഷെട്ടിയുടെ പേര് പറഞ്ഞതും ജാവേദിന്റെ ഉള്ളിൽ പരിഭ്രമം നിറഞ്ഞു. അവനത് മറച്ചു വെച്ചുകൊണ്ട് രുദ്രനോട് സംസാരിച്ചു. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊരു ഷെട്ടിയെയും അറിയില്ല. നിങ്ങൾക്ക് ആള് മാറിയതാവും. പെട്ടെന്ന് സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഈ സ്ഥലം അത്ര നല്ലതല്ല. ഒരു പൊട്ടിച്ചിരിയായിരുന്നു രുദ്രന്റെ മറുപടി. അവൻ ജാവേദിന്റെ ഇരു കൈകളും പിടിച്ചു. ദാ ഈ കയ്യിലുണ്ട് നീ എത്ര മറയ്ക്കാൻ ശ്രമിച്ചാലും മായാത്ത ചോരക്കറ. നിന്റെ കയ്യിലെ നെയ്ച്ചോറിന്റെ മണത്തേക്കാൾ എനിക്ക് കിട്ടുന്നത് കട്ട പിടിച്ച ചോരയുടെ ഗന്ധമാണ്. പക്ഷെ ഞാൻ ആ പഴയ ജാവേദിനെ തേടിയല്ല വന്നത്. എനിക്ക് നിന്നെ കൊണ്ട് 1-2 ആവശ്യങ്ങളുണ്ട്. അത് നീ ചെയ്തു തന്നാൽ. അല്ല, നീ അത് ചെയ്തു തരും, അതെനിക്കറിയാം. നിൽക്കും ജീവിക്കേണ്ട ജാവേദേ, നിന്റെ മകൻ, ഭാര്യ, ഇവരോടൊപ്പം. അത് പറയുമ്പോഴുള്ള രുദ്രന്റെ മുഖഭാവം കണ്ട് അവന് പേടി തോന്നിയിരുന്നു. അവൻ എന്തിനും സമ്മതമെന്ന് തലയാട്ടി. ജാവേദേ, ഞാൻ ഈ കൊച്ചിയിൽ കുറച്ച് നാളുണ്ടാകും. പച്ചയിറച്ചിയിൽ ഇത്തിരി മണ്ണ് പറ്റണ പണിക്കാന്ന് കൂട്ടിക്കോ. അതിന് കുറച്ച് സാധനങ്ങളുടെ ആവശ്യമുണ്ട്. നീ അത് നാളെ തന്നെ എനിക്ക് എത്തിച്ചു തരണം. അവൻ സമ്മതമെന്ന് തലയാട്ടി. പിന്നെ ഒരു കാര്യം കൂടി. രുദ്രൻ പറഞ്ഞത് കേട്ട് ജാവേദ് ഇനി എന്തെന്നുള്ള മട്ടിൽ അവനെ നോക്കി. കൊച്ചിയിൽ ഒരാളെ തപ്പാനിറങ്ങി ആരെ ആദ്യം പൊക്കണം? ഒരു പേര്, അത് മാത്രം നീ പറഞ്ഞാൽ മതി. രുദ്രൻ ജാവേദിന്റെ മുഖത്തേക്ക് മറുപടിക്കായി ഉറ്റുനോക്കിക്കൊണ്ടേയിരുന്നു. ജാവേദ് പതി അവനെ നോക്കി ശ്വാസം വലിച്ചു വിട്ടു. പിന്നെ അവന്റെ ചുണ്ടുകൾ ആ പേര് മന്ത്രിച്ചു. മരക്കാർ. അക്ബർ അലി മരക്കാർ. പണ്ട് ആൻഡമാനിൽ നിന്നും വന്ന ഉരുവിൽ കൊച്ചിക്ക് വന്നതാണ് അക്ബർ അലി. പിന്നെ വർഷങ്ങളെടുത്തു അക്ബറിൽ നിന്നും മരക്കാർ സാഹിബിലേക്കുള്ള മാറ്റത്തിന്. കൊണ്ടും കൊടുത്തും ഈ കൊച്ചി അങ്ങ് കൈപ്പിടിയിലൊതുക്കി. മരക്കാർ സാഹിബിനെ കുറിച്ച് കൊച്ചിക്കാരോട് ചോദിച്ചാൽ അവർ പറയും സാഹിബ് നെറിയുള്ളവനാ, കരുണയുള്ളവനാന്നൊക്കെ. അത് സത്യമാണ്. സാഹിബ് കടലിനെ പോലെയാ. നമ്മൾ സ്നേഹിച്ചാൽ നമുക്കുള്ളത് വാരിക്കോരി തരും. മറിച്ച് അയാൾ കടലിനെ പോലെ എല്ലാം ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർത്തെറിയും. സാഹിബ് അറിയാതെ ഈ കൊച്ചിയിൽ ഒന്നും നടക്കില്ല. ജാവേദ് പറഞ്ഞത് കേട്ട രുദ്രൻ അവന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ എനിക്ക് കാണേണ്ടതും നിന്റെ സാഹിബിനെ തന്നെയാണ്, അല്ലേ ജാവേദേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? നേരിന് നിനക്കാത്തത് സാഹിബ് ചെയ്യില്ല, അതിന് കൂട്ടു നിൽക്കുകയുമില്ല. പിന്നെ ഈ കൊച്ചിയിൽ ഒത്തിരി പേർക്ക് സാഹിബിനോട് എതിർപ്പുണ്ട്. പക്ഷെ അവർക്കൊന്നും സാഹിബിന്റെ രോമത്തിൽ തൊടാൻ പോലും കഴിഞ്ഞില്ല. അത് കേട്ട രുദ്രൻ പൊട്ടിച്ചിരിച്ചു. അല്ലേലും ഞാനും ആരുടെയും രോമം പറിക്കാനൊന്നും പോകുന്നില്ല ജാവേദേ. പിന്നെ തലയെടുക്കാനറിയാം, അത് നല്ല വെടിപ്പായി ചെയ്യും. മുന്നിൽ മരക്കാർ സാഹിബല്ല, ഏത് കൊമ്പം വന്നിരുന്നാലും. അവന്റെ വാക്കുകൾക്ക് പോലും ഒരുതരം ഭീതി ഉണ്ടെന്ന് തോന്നിയ ജാവേദ് ഇനി എന്താണെന്ന മട്ടിൽ രുദ്രനെ നോക്കി. അപ്പോൾ ജാവേദ് ചെല്ല്, ഞാൻ പറഞ്ഞത് മറക്കണ്ട. പിന്നെ ഞാൻ നിങ്ങളുടെ ടെറസിൽ കാണും, രാവിലെ വിളിച്ചാൽ മതി. ജാവേദിന്റെ നോട്ടം കണ്ട് രുദ്രൻ അവനൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു.
അപ്പോഴേക്കും മെഹ്റു അവനുള്ള നെയ്ച്ചോറുമായി എത്തിയിരുന്നു. അതും കഴിച്ച് അവൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് രുദ്രൻ ബാഗെടുത്ത് മുകളിലേക്ക് പോയതും ജാവേദ് ഫോണെടുത്ത് വിളിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. അവൻ്റെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയി. ഈ സമയം മെഡിക്കൽ കോളേജിൽ ലക്ഷ്മണനെ തേടിയെത്തിയതായിരുന്നു അർജുൻ. അവനൊപ്പം അശോകും അമീറും സക്കീറുമുണ്ട്. ലക്ഷ്മൺ അപകടനില തരണം ചെയ്തിരിക്കുന്നു. ആശുപത്രിയിൽ അവനെ എത്തിക്കുമ്പോൾ ആരോഗ്യനില ഗുരുതരമായിരുന്നു. പിന്നീട് മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിലൂടെയാണ് ലക്ഷ്മണന്റെ ജീവൻ ഡോക്ടർമാർ തിരിച്ചു പിടിച്ചത്. ICUവിൻ്റെ ഉള്ളിൽ കടക്കാൻ ശ്രമിച്ച അർജുനെയും കൂട്ടരെയും അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് തടഞ്ഞു നിർത്തി. ആരാ നിങ്ങളൊക്കെ? ഇങ്ങനെ എല്ലാവർക്കും ICUവിലേക്ക് തള്ളിക്കയറാനൊക്കില്ല. അതിന് ഡോക്ടറുടെ പെർമിഷൻ വേണം. പിന്നെ നിങ്ങൾ പേഷ്യൻസിൻ്റെ ആരാണ്? ഇവിടെ എത്തിക്കുമ്പോൾ അയാൾ ക്രിട്ടിക്കലായിരുന്നു. ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. അതൊക്കെ പറയാം മാലാഖെ. മാലാഖെ ഇപ്പോൾ ചെന്ന് ഡോക്ടറെ കൂട്ടിവാ. അർജുൻ നേഴ്സിനോട് പറഞ്ഞതും അവൾ സംശയത്തോടെ അവരെ നോക്കി. പേടിക്കണ്ട മാലാഖെ, ഞങ്ങൾ പോലീസുകാരാ. കുറച്ച് സംശയങ്ങളുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യണം, അതിനാണ്. ശരി സാർ, നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയി ഡോക്ടറെ വിളിച്ചു വരാം. അവൾ അത് പറഞ്ഞ് പുറത്തേക്ക് പോയി. ഡോക്ടർ വരുന്നതും കാത്ത് മറ്റുള്ളവർ അവിടെ ഉണ്ടായിരുന്ന കസാരയിലിരുന്നപ്പോൾ അർജുൻ ICUവിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ലക്ഷ്മണനെ നോക്കി പുറത്ത് തന്നെ നിന്നു. അധികം സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ അവൾ ഡോക്ടറുമായി അവിടെ എത്തിയിരുന്നു. ഹലോ സാർ, ഞാൻ ഡോക്ടർ ബാലകൃഷ്ണൻ. ഞാനാണ് അയാളെ ട്രീറ്റ് ചെയ്തത്. അയാളുടെ ജീവൻ രക്ഷിച്ചതിൽ നന്ദിയുണ്ട് ഡോക്ടറെ. താങ്ക്സ് ഒന്നും പറയണ്ട സാർ, ഇതെൻ്റെ ജോലിയല്ലേ. ഡോക്ടർ, ഞങ്ങൾക്ക് അയാളെ ഒന്ന് കാണാൻ കഴിയുമോ? അർജുൻ ഡോക്ടർ ബാലകൃഷ്ണനെ നോക്കി ചോദിച്ചു. യെസ്, ഓഫ് കോഴ്സ്. ഒരാൾക്ക് മാത്രം കയറി കാണാം. ഡോക്ടറുമായി അർജുൻ ICUവിൻ്റെ ഉള്ളിലേക്ക് കയറി. ഡോക്ടർ, ലക്ഷ്മണന് എങ്ങനെയുണ്ട് ഇപ്പോൾ? സാർ, ഇയാളെ ഇവിടേക്ക് കൊണ്ടുവന്നപ്പോൾ ആരോഗ്യനില ക്രിട്ടിക്കലായിരുന്നു. പോയിസണിംഗ് ആണ്. ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ബോധം തെളിഞ്ഞെങ്കിലും ആള് വീണ്ടും മയങ്ങി. സെഡേഷൻ്റെയാണ്. ഹി വിൽ ബി ഓൾ റൈറ്റ്. ലക്ഷ്മൺ, ക്യാൻ യു ഹിയർ മീ? ഡോക്ടർ പറഞ്ഞത് കേട്ട് അർജുൻ ലക്ഷ്മണിൻ്റെ അരികിലെത്തി വിളിച്ചു. ശബ്ദം കേട്ട് ചെറിയ മയക്കത്തിലായിരുന്ന ലക്ഷ്മൺ പതിയെ കണ്ണുകൾ തുറന്ന് അർജുനെ നോക്കി. അത് കണ്ടതും അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. ലക്ഷ്മൺ സാബ്, സാബിന് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ സാബിന് കുഴപ്പമൊന്നുമില്ല. അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ലക്ഷ്മൺ അവനെ നോക്കി തല അനക്കുന്നത് കണ്ട അർജുൻ ഡോക്ടറോട് അല്പം മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. ലക്ഷ്മൺ സാബ്, അവൻ സാബിന് എന്താണ് ചെയ്തത്? ശരിക്കും അവിടെ നടന്നത് എന്താ? ആരാണ് അവൻ? സാബ് അവനെ കണ്ടോ? കമോൺ ലക്ഷ്മൺ, പ്ലീസ് ടെൽ മീ സംതിങ്. എന്നാൽ ലക്ഷ്മൺ അവനെ തന്നെ നോക്കുക മാത്രമാണ് ചെയ്തത്. അയാളുടെ പ്രവൃത്തികൾ കണ്ട് സംശയം തോന്നിയ അർജുൻ ലക്ഷ്മണന്റെ അരികിലേക്കിരുന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. ആരാ നിങ്ങൾ? ലക്ഷ്മൺ എന്നാണോ എൻ്റെ പേര്? ഒന്നും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. തല വേദനിക്കുന്ന പോലെ. അവൻ പറഞ്ഞു കേട്ട അർജുൻ ലക്ഷ്മണനെ തന്നെ നോക്കിയിരുന്നു. അന്ന് രുദ്രൻ പറഞ്ഞ വാക്കുകളായിരുന്നു അപ്പോൾ അവൻ്റെ കാതിൽ മുഴങ്ങിക്കേട്ടത്. ഓർമ്മകൾ നശിച്ച് അവൻ നരകിക്കുമ്പോൾ നീ അറിയും അത് നിന്റെ പിഴവ് കൊണ്ടാണെന്ന്, നിന്റെ വലിയ പിഴ. രുദ്രന്റെ വാക്കുകൾ തന്നെ കുത്തി നോക്കുന്നത് പോലെ അർജുന് തോന്നി. അവൻ ലക്ഷ്മണന്റെ സമീപത്ത് നിന്നും എഴുന്നേറ്റ് നടന്ന് ഡോക്ടറിന്റെ അരികിലെത്തി. സോറി ഡോക്ടർ, ഞാൻ ഉദ്ദേശിച്ച ആൾ ഇതല്ല, എനിക്ക് ആള് മാറിയതാന്ന് അർജുൻ ബാലകൃഷ്ണന്റെ അരികിലെത്തി പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. അപ്പോഴും ഡോക്ടറും ലക്ഷ്മണും അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അരേ അർജുൻ സാം, ക്യാ ഹുവാ? മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ. പുറത്തു വന്ന അർജുനെ കണ്ട് അശോക് ചോദിച്ചു. മറുപടി പറയാൻ തുടങ്ങും മുമ്പ് അർജുന്റെ ഫോൺ ശബ്ദിച്ചു തുടങ്ങിയിരുന്നു. അവൻ കോൾ അറ്റൻഡ് ചെയ്ത് കാതോട് ചേർത്തതും ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് തനിക്ക് സുപരിചിതമായ ശബ്ദം അവനെ തേടിയെത്തി. കണ്ടു അല്ലേ അർജുൻ സാബ്, നിന്റെ പിഴയുടെ ശിക്ഷ ഏറ്റുവാങ്ങി കിടക്കുന്ന ലക്ഷ്മണനെ? രുദ്രന്റെ ശബ്ദം അവന്റെ കാതുകളിൽ മുഴങ്ങിക്കേട്ടതും അർജുൻ ദേഷ്യം കൊണ്ട് അലറി. അതൊരു ഹോസ്പിറ്റലാണെന്ന് പോലും ഓർക്കാതെ. ഡാ, നീ ഈ അർജുൻ ആരാണെന്ന് അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഒരിക്കൽ പിഴച്ചെന്ന് കരുതി അർജുനെ നീ വെറും മണ്ടനാണെന്ന് കരുതിയോ? അത് കേട്ട് രുദ്രൻ പൊട്ടിച്ചിരിച്ചു. അർജുൻ സാറിന് ഞാൻ അങ്ങനെ കരുതുമോ? രാജ്യത്തെ തന്നെ മികച്ച ഒരു ഉദ്യോഗസ്ഥനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് അഭിമാനമാണ് തോന്നുന്നത്. പക്ഷെ അർജുൻ സാബ് ഇന്നുവരെ കണ്ട എതിരാളികളെ പോലെ എന്നെ കരുതരുത്. ഇപ്പോഴും ഞാൻ വിളിച്ചത് അവസാനമായി ഒന്നുകൂടി മുന്നറിയിപ്പ് തരാനാണ്. കേൾക്കില്ലെന്ന് എനിക്ക് നന്നായി അറിയാം, എങ്കിലും പറയുക. എന്നെ തേടിയുള്ള ഈ അന്വേഷണം അത് സ്വന്തം ചിതയ്ക്ക് വിറക് വെട്ടുന്ന പോലെയായിരിക്കും. അതുകൊണ്ട് ആലോചിച്ചൊരു തീരുമാനമെടുക്കുക. മറുപടി കേൾക്കാൻ കാത്തു നിൽക്കാതെ രുദ്രൻ തന്റെ ഫോൺ കട്ട് ചെയ്ത് ജാവേദിന്റെ വീടിന്റെ മുകളിലെ ടെറസിൽ കിടന്നുറങ്ങി. ഉദയസൂര്യന്റെ രശ്മികൾ നരസിംഹപുരം കൊട്ടാരത്തെ മറികടന്ന് മുന്നോട്ട് പോയതും കൊട്ടാരത്തിന്റെ ഗേറ്റ് കടന്നൊരു ബെൻസുകാർ അവിടേക്കെത്തി. കാറിൽ നിന്നും നരേന്ദ്രനും ഒപ്പം മകൻ അഖിലേഷും പുറത്തേക്കിറങ്ങി. ഇരുവരും കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് നടന്നതും അവരെ കാത്ത് പൂമുഖത്ത് തന്നെ നരേന്ദ്ര ഭാര്യ ഉഷാദേവി ഉണ്ടായിരുന്നു. അഖിലേഷിനെ കണ്ടതും ഉഷ വേഗം അവരുടെ അടുത്തേക്ക് ഓടിയെത്തി അവനെ ചുറ്റിപ്പിടിച്ചു. അമ്മ, ഇങ്ങനെ കാലിലെ നീരും വെച്ച് ഓടാതെ, ഞാൻ അവിടേക്ക് തന്നെയല്ലേ വരുന്നേ? അവൻ ഉഷയുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പറഞ്ഞാൽ അനുസരിക്കുന്ന സ്വഭാവം പണ്ട് നിന്റെ അമ്മയ്ക്കില്ലല്ലോ. നരേന്ദ്രൻ ഉഷയെ നോക്കി പറഞ്ഞു. അല്ല, എസ്റ്റേറ്റ് നോക്കാൻ പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ അച്ഛനും മോനും എന്താ പെട്ടെന്ന് തിരിച്ചു വന്നേ? ഉഷ സംശയത്തോടെ ഇരുവരെയും നോക്കി.
അതുമല്ല, കൊട്ടാരത്തിലെ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് ശേഖരൻ പറഞ്ഞിരുന്നു. സുഭദ്ര രാവിലെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ പറയാം, ആദ്യം പോയൊന്ന് കുളിച്ചിട്ട് വരട്ടെ. നീയും ചെല്ലടാ. നരേന്ദ്രൻ അഖിലേഷിനെ നോക്കി പറഞ്ഞു. എന്താടാ നിന്റെ അച്ഛന് ഇത്ര ഗൗരവം? അകത്തേക്ക് നടക്കുമ്പോൾ ഉഷ മകനോട് ചോദിച്ചു. അച്ഛൻ്റെ സ്വഭാവം എന്നേക്കാൾ നന്നായി അമ്മയ്ക്കറിയില്ലേ? പിന്നെ ഇപ്പോൾ പറഞ്ഞ കാര്യമാണെങ്കിൽ അത് എനിക്കറിയില്ല. ബാംഗ്ലൂർ പോകാനായിരുന്നു എന്നോടും ഒപ്പം കൊട്ടാരത്തിലേക്ക് പോരാൻ പറഞ്ഞു. എന്തോ ഉണ്ട്, അല്ലാണ്ട് ഇങ്ങനെയൊന്നും അദ്ദേഹം ചെയ്യില്ല. നിന്റെ അച്ഛൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയണേൽ വല്ല ജ്യോത്സ്യന്മാരെ വല്ലതും വിളിക്കേണ്ടി വരും. അതൊക്കെ പോട്ടെ, ഇപ്പോൾ എൻ്റെ കുട്ടി ചെന്ന് കുളിച്ച് വസ്ത്രം മാറുക. അമ്മ കഴിക്കാനെടുത്തു വയ്ക്കാം. നരേന്ദ്രൻ കുളിച്ച് ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴേക്കും സൂര്യനും ശേഖരനും അവിടേക്ക് എത്തിയിരുന്നു. ഏട്ടൻ രാവിലെ എത്തിയല്ലേ? കുറച്ചു മുമ്പ് എത്തിയതേ ഉള്ളൂ ശേഖര. അഖിലും എൻ്റെ ഒപ്പം വന്നിട്ടുണ്ട്. അത് നന്നായി ഏട്ടാ, അവനും ഇവിടെ വേണം. സൂര്യൻ പറഞ്ഞത് കേട്ട നരേന്ദ്രൻ ചിരിച്ചു. എന്നിട്ട് ശേഖരനോട് സംസാരിച്ചു തുടങ്ങി. എടാ, നീ കണ്ടത് അവനെ തന്നെയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? നീ ശരിക്കും കണ്ടോ അവനെ? എനിക്ക് ഉറപ്പുണ്ടടാ, അത് അവൻ തന്നെയാണ്. അവൻ്റെ മുഖം വ്യക്തമായില്ലെങ്കിലും ആ കണ്ണുകൾ അത് അപ്പുവിൻ്റേത് തന്നെയാണ്. അവൻ മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? നീ ഇന്നലെ ഇത് വിളിച്ചു പറഞ്ഞത് മുതൽ ഒരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ അഖിലിനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടു. നരേന്ദ്രൻ ശേഖരനെ നോക്കി പറഞ്ഞു. അവൻ മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ലക്ഷ്യം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ ഏട്ടനറിയാലോ. ഗൗരി. അവൻ്റെ സ്നേഹവും പകയും പ്രതികാരവും എല്ലാം അവളാണ്. അതിന് 10 1,000 വർഷം കഴിഞ്ഞാലും അതങ്ങനെ തന്നെയായിരിക്കും. ഏട്ടന് സംശയമുണ്ടോ? പക്ഷെ വർഷങ്ങൾക്ക് ശേഷമുള്ള അവൻ്റെ ഈ വരവ്, അത് നമ്മൾ ഭയക്കണം ശേഖര. ഏട്ടാ, ഗൗരി അവളോട് എന്തു പറയും? അവർ തമ്മിൽ കണ്ടുമുട്ടിയാൽ എന്താ ഉണ്ടാകുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ. അതുണ്ടാകാൻ പാടില്ല ശേഖര. അവർ തമ്മിൽ കാണാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് നീ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടത്. അവൾക്കിപ്പോൾ ഒരു ജീവിതമുണ്ട്, അതില്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മളിനി എന്താ ചെയ്യുക ഏട്ടാ? എത്ര നാൾ ഇത് മൂടി വെക്കാൻ പറ്റും? അവർ തമ്മിൽ എന്തെങ്കിലും കണ്ടുമുട്ടും. നീ പേടിക്കാതെടാ സൂര്യ, ഞാൻ രഘുവിനെ വിളിച്ചിട്ടുണ്ട്. അവൻ വൈകിട്ടിങ്ങെത്തും. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. രഘുവിനെയോ? ഏട്ടാ, എല്ലാം നല്ലപോലെ ആലോചിച്ചിട്ടാണോ അവനെ വിളിക്കുന്നത്? അവനെ നേരിടാൻ രഘു തന്നെ വരണം. രഘുവും കാത്തിരിക്കുകയാണ് ഇങ്ങനൊരു അവസരത്തിനായി. ശേഖരനും സൂര്യനും നരേന്ദ്രനെ തന്നെ നോക്കിയിരുന്നു. അർജുൻ സാബ്! കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കിയിരുന്ന അശോക് അലറി വിളിച്ചു. മയക്കത്തിലായിരുന്ന അർജുൻ അശോകിന്റെ അലർച്ച കേട്ട് ഞെട്ടി ഉണർന്നു. ആശുപത്രിയിൽ നിന്നും തിരികെ എത്തിയിട്ടും രുദ്രന്റെ വാക്കുകൾ അവനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ഓരോന്നും ചിന്തിച്ചിരുന്ന് പുലർച്ചെ എപ്പോഴുമാണ് അവൻ ഉറങ്ങിയത്. അലർച്ച കേട്ട് ഞെട്ടി ഉണർന്ന അർജുൻ അശോകിന്റെ അരികിലേക്ക് ഓടിയെത്തി. ക്യാ ഹുവാ അശോക്, നീ എന്തിനാ അലറിയത്? അർജുൻ അവന്റെ തോളിൽ കുലുക്കിക്കൊണ്ട് ചോദിച്ചു. എന്നാൽ അശോക് അർജുനെ ഞെട്ടലോടെ നോക്കിയിരിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോഴേക്കും മറ്റുള്ളവരും അശോകിന്റെ അരികിലെത്തിയിരുന്നു. അശോക്, എന്താ നിനക്ക് പറ്റിയ? പറയടാ. അർജുൻ പറഞ്ഞത് കേട്ട അശോക് അവന് കുടിക്കാൻ വെള്ളം വേണമെന്ന് കൈകൊണ്ട് ആംഗ്യം കാട്ടി. സക്കീർ, കുറച്ച് വെള്ളം എടുത്തു വാ. അർജുൻ സക്കീറിനോട് പറഞ്ഞതും അവനൊരു ബോട്ടിൽ വെള്ളവുമായി എത്തി. അർജുൻ അത് വാങ്ങി അശോകിന് നൽകിയതും അവൻ വെള്ളം മടമട കുടിക്കാൻ തുടങ്ങി. തെല്ലൊരു ആശ്വാസം വന്നതും അശോക് അർജുനെ നോക്കി. എന്താ പറ്റിയേ? അശോക് വീണ്ടും മിണ്ടാതിരിക്കുന്നത് കണ്ട് അർജുൻ ആകാംക്ഷയോടെ തിരക്കി. സാബ്, അവൻ, എനിക്കറിയാം അവൻ ആരാണെന്ന്. നീ ആരുടെ കാര്യമായി പറയുന്നേ? ഒന്ന് തെളിച്ചു പറയടാ. അവൻ നമ്മൾ തേടി വന്നവൻ, മക്ബറ. അർജുൻ അവനെ ആശ്ചര്യത്തോടെ നോക്കി. അർജുന്റെ ഭാവം കണ്ട അശോക് അർജുന്റെ കയ്യിൽ പിടിച്ചു. അവൻ തന്നെയാണ് സാബ്, മക്ബറ. എന്തിനേയും ശവപ്പറമ്പാക്കാൻ കെൽപ്പുള്ള ഹാക്കർ. പല രാജ്യങ്ങളുടെയും പേടി സ്വപ്നമാണവൻ. നീ തെളിച്ചു പറ അശോക്. സാബ്, നമ്മൾ ആശുപത്രിയിൽ നിന്നും വന്നതിന് ശേഷം ഞാൻ ലക്ഷ്മണനെ കുറിച്ചാണ് ചിന്തിച്ചത്. സാബും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ലക്ഷ്മണൻ്റേത് പോയിസണിംഗ് ആണെന്നും അവൻ്റെ ഓർമ്മകൾ നശിച്ചു എന്നും സാബ് പറഞ്ഞിരുന്നു. സോ ഞാൻ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ബട്ട് അവർക്ക് പോയിസൺ എന്താണെന്ന് കണ്ടെത്താനായിട്ടില്ല. പക്ഷേ ഡോക്ടറോട് കൂടുതൽ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് പരിശോധിച്ചപ്പോൾ അതൊരു തരം ഫിഷ് പോയിസൺ ആണെന്ന് മനസ്സിലായി. ആംനെസിക് ഷെൽ ഫിഷ് പോയിസൺ. ഒരു തരം കാക്കയിൽ നിന്നുള്ള വിഷമാണത്. മനുഷ്യ ശരീരത്തെ തളർത്താനും ഓർമ്മകൾ നശിപ്പിക്കാനും എന്തിന് ജീവൻ വരെ ഇല്ലാതാക്കാൻ ഈ വിഷം കൊണ്ട് സാധിക്കും. ലക്ഷ്മണിൽ വിഷത്തിന്റെ രാസമാറ്റം വരുത്തിയാണ് പ്രയോഗിച്ചിരിക്കാനാണ് സാധ്യത. അതാണ് അവർക്ക് വിഷം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നത്. പക്ഷെ അശോക്, ഇതും മക്ബറയും തമ്മിൽ എന്ത് ബന്ധം? അർജുൻ സാബ്, ഈ വിഷത്തിന്റെ പ്രയോഗം ഇതിനു മുമ്പ് നടന്നപ്പോൾ അവിടെ അവന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. സീരീസ്. അവൻ കമ്പ്യൂട്ടർ സ്ക്രീന് അവർക്ക് നേരെ തിരിച്ചുകൊണ്ട് പറഞ്ഞു. അന്നുണ്ടായ സംഭവത്തിൽ അന്വേഷണം നടത്തിയ സംഘത്തിന് ലഭിച്ച തെളിവുകളൊന്നാണ് ഈ ഹാക്കിംഗ് പാറ്റേൺ. ഇവിടെ സാബിന് വന്ന കോളിൽ നിന്നും നമുക്ക് ലഭിച്ച പാറ്റേൺ നോക്ക്. ബോത്ത് ആർ സെയിം. അവന്റെ സിഗ്നേച്ചറുകളിൽ ഒന്നാണത്. അവൻ തന്നെയാണ് നമ്മുടെ എതിരാളി. നമ്മുടെ ഓരോ നീക്കവും അവൻ കാണുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ. ഒരു നിഴൽ പോലെ നമുക്കൊപ്പം അവനുണ്ടാകും. അവന്റെ പേര് പോലെ നമുക്കായുള്ള ശവപ്പുറമ്പൊരുക്കി. അവനെ കീഴടക്കുക അത് അസാധ്യമാണ് സാബ്. അവൻ ഹൈലി ഡേഞ്ചറസ് ആണ്. ആൻഡ് വൺ മോർ തിങ്. എല്ലാവരും അവനെ എന്തേ എന്നുള്ള ഭാവത്തിൽ നോക്കി. അവന്റെ സാന്നിധ്യം അവസാനം റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിന്റെ അടുത്ത് നിന്നാണ്. ആരാത്? പറ അശോക്. അർജുന്റെ സ്വരം കടുത്തിരുന്നു. പാകിസ്ഥാൻ.
പാകിസ്ഥാനാണ് അവൻ്റെ പിന്നിൽ. അർജുൻ്റെ വാക്ക് കേട്ട് ചുറ്റുമുണ്ടായിരുന്നവർ നടുങ്ങി നിന്നു. അശോക്, ആർ യു സീരിയസ്? നീ പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാണോ? അർജുൻ താൻ കേട്ടത് വിശ്വസിക്കാനാവാതെ അശോകിനോട് ചോദിച്ചു. യെസ് സാബ്, സത്യം ഇതല്ലെന്ന് തെളിയിക്കാൻ എൻ്റെ പക്കൽ മറ്റ് തെളിവുകളൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. നമ്മുടെ ശത്രു രാജ്യത്തിൻ്റെ ചാരനാണവൻ. അർജുൻ സമീപത്തുണ്ടായിരുന്ന കസാരയിലേക്ക് ഇരുന്നു. അശോക് പറഞ്ഞതെല്ലാം ഒന്നുകൂടെ ഓർത്തെടുത്തു. ശരിയാണ്, ഈ മിഷൻ തന്നെ നിഗൂഢത നിറഞ്ഞ ഒന്നാണ്. ശത്രു ആരെന്ന് തിരിച്ചറിയാതെ ആരംഭിച്ച യുദ്ധം. മുൻപൊരിക്കലും ഇത്തരമൊരു പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടില്ല. ശത്രുവിൻ്റെ മുമ്പിൽ നഗ്നനാക്കപ്പെട്ട അവസ്ഥ. തൻ്റെ ഓരോ നീക്കവും വീക്ഷിച്ചുകൊണ്ട് രസിക്കുന്നവൻ. കണ്ണുകെട്ടിയ നിലയിൽ എതിരാളിയെ കയ്യിൽ കിട്ടിയ പോലെ. പക്ഷെ ഇത്രയൊക്കെ ആണെങ്കിലും തന്നെക്കുറിച്ചും ഈ മിഷനെക്കുറിച്ചും അവനെങ്ങനെ മനസ്സിലാക്കി? വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഇങ്ങനൊരു ഓപ്പറേഷൻ നടക്കുന്നുണ്ടെന്നറിയൂ. അവരിൽ ആരാണ് തന്നെ ചതിച്ചത്? ഒന്നു മാത്രം അറിയാം, ശത്രു ഉന്നതനാണ്, അതേപോലെ അപകടകാരിയും. സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുത്ത ഒന്നിനെയും ഈ അർജുൻ വെറുതെ വിടില്ല. അവൻ എത്ര ഉന്നതനായാലും. അർജുൻ മനസ്സിൽ ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കുകയായിരുന്നു. അർജുൻ സാബ്, ഇനി നമ്മുടെ പ്ലാൻ എന്താണ്? ഇക്കാര്യം നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. ചിന്തയിലിരുന്ന അർജുനെ നോക്കി സക്കീർ ചോദിച്ചു. അതേ സക്കീർ, വെറുതെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല ഇത്. ഇനിയുള്ള നമ്മുടെ ഓരോ നീക്കങ്ങളും വളരെ സൂക്ഷ്മതയോടെ വേണം ചെയ്യാൻ. അതിനു മുമ്പ് തന്നെ നമ്മൾ കണ്ടെത്തേണ്ടതായ ഒന്നുണ്ട്, അവൻ്റെ ലക്ഷ്യം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് IBയുടെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. ദക്ഷിണേന്ത്യയിൽ ഭീകരാക്രമണമോ സ്ഫോടനമോ നടക്കാനുള്ള സാധ്യതയെക്കുറിച്ച്. തുടർന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ദക്ഷിണേന്ത്യൻ നഗരങ്ങളിലും ഇന്ത്യയുടെ തീരദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. പക്ഷെ എല്ലായ്പ്പോഴും ഇത്തരം ഭീഷണികൾ ഉണ്ടാകുമ്പോൾ മുന്നറിയിപ്പ് നൽകുമെങ്കിലും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം നിർദ്ദേശങ്ങൾക്ക് കാര്യമായ പരിഗണനയും ലോക്കൽ ഗവൺമെൻറ്റോ പോലീസോ നൽകിയിരുന്നില്ല. IBയുടെ റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ സർക്കാർ ഇത്തവണത്തെ കിട്ടിയ മുന്നറിയിപ്പ് നിസാരമായി തള്ളിക്കളയാൻ തയ്യാറല്ല. നമ്മുടെ ഈ ദൗത്യസേനയും മിഷനുമെല്ലാം ഇതിനോട് ചേർത്ത് വായിക്കണം. സാക്കിറേ, ഇപ്രാവശ്യം നമ്മൾ കരുതുന്നതിനും അപ്പുറം വലുതെന്തോ സംഭവിക്കുമോ എന്നുള്ളൊരു പേടി. മുൻപൊരിക്കലും എന്നെ ഇത്തരം ചിന്തകൾ ബാധിച്ചിട്ടില്ലെങ്കിലും ഇപ്രാവശ്യം അവൻ്റെ വരവ് അത് കരുതിക്കുട്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവൻ അപകടകാരിയുമാണ്. ബട്ട് സാബ്, നമ്മുടെ അടുത്ത നീക്കം. നമ്മുടെ മുന്നിൽ സമയം അധികമില്ല. ഓരോ നിമിഷവും വൈകുന്നോറും ഇവിടെ എന്തും സംഭവിക്കാം. നീ പറഞ്ഞത് ശരിയാണ് അമീറേ, നമ്മുടെ മുന്നിൽ സമയം അധികമില്ല. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെയ്യണം. പക്ഷേ നമ്മൾ എവിടെ തുടങ്ങും? നമ്മുടെ എതിരാളി നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്, അദൃശ്യനായി. പക്ഷേ നമുക്കൊക്കെ അറിയാവുന്നത് മക്ബറ എന്നൊരു പേര് മാത്രമാണ്. അല്ലാതെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? അശോക് അർജുനോട് ചോദിച്ചു. അശോകിൻ്റെ ചോദ്യം കേട്ട് അർജുനൊന്ന് ചിരിച്ചു. അശോകേ, അവൻ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തായാലും അത് അവനെ കൊണ്ട് ഒറ്റയ്ക്ക് തീർക്കാൻ കഴിയുന്നതല്ല. അവന് സഹായം കൂടിയേ തീരൂ. നമ്മുടെ ഏക പിടിവള്ളിയാണത്. അവനെ കണ്ടെത്താൻ ഇവിടെ അവന് സഹായം നൽകുന്നവരെ ആദ്യം കണ്ടെത്തണം. സോ ഇന്നു മുതൽ നമ്മുടെ ഫോക്കസ് അതിലായിരിക്കണം. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, മുൻപ് ഇത്തരം കേസുകളിൽ അകപ്പെട്ടിട്ടുള്ളവർ, സ്ഫോടക വസ്തുക്കൾ സംഭരിക്കാൻ ശേഷിയുള്ള സ്ഥലങ്ങൾ, അങ്ങനെ സംശയം തോന്നുന്നത് എന്തും പരിശോധിക്കാം. അതിന് യാതൊരു തടസ്സവും ഉണ്ടായിരിക്കില്ല. സാബ്, നമ്മൾ 7 പേർ ചേർന്ന് ഇത്രയും ഏരിയ കവർ ചെയ്യുകയെന്ന് വെച്ചാൽ അതും ചുരുങ്ങിയ സമയം കൊണ്ട് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ക്യാപ്റ്റൻ സാബ് പറഞ്ഞത് ശരിയാണ്. നമുക്ക് 7 പേർക്കും ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്നും ഇത് പൂർത്തിയാക്കാൻ സാധിക്കില്ല. പോരാത്തതിന് അശോകിന് സൈബർ വിങ് കൂടി കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ. സാബ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്യാപ്റ്റൻ ധരം സിംഗ് സംശയത്തോടെ അവനെ നോക്കി. അത് കണ്ട അർജുൻ ക്യാപ്റ്റനെ നോക്കിയിട്ട് എഴുന്നേറ്റ് നിന്നു. ക്യാപ്റ്റൻ സാബ്, ഇനി കളിയുടെ രീതി ഞാനൊന്ന് മാറ്റി കളിക്കാൻ പോകുന്നു. അർജുൻ പറഞ്ഞത് കേട്ട് എല്ലാവരും അവൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. ഗൈസ്, നമ്മൾ വീണ്ടും യൂണിഫോം അണിയാൻ പോകുന്നു. ഈ മിഷൻ കഴിയുന്നതുവരെ നമ്മൾ കേരള പോലീസ് സേനയുടെ ഭാഗമായിരിക്കും. എല്ലാവർക്കും പോസ്റ്റിംഗ് കൊച്ചിയിൽ തന്നെ. സാബ്, ഇസ് ഇറ്റ് പോസിബിൾ? കേരള പോലീസിലേക്ക് പോസ്റ്റിംഗ്? അമീർ സംശയത്തോടെ അർജുനെ നോക്കി. പോസിബിൾ ആക്കിയേ പറ്റൂ അമീർ. നമ്മുടെ പക്കൽ മറ്റ് മാർഗങ്ങളൊന്നുമില്ല. ഇത് സാധ്യമായാൽ നമ്മുടെ ജോലിക്ക് ആവശ്യമായ സഹായം ലോക്കൽ പോലീസിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. നമ്മുടെ ഓപ്പറേഷനെ കുറിച്ച് മറ്റാർക്കും ഒരു സംശയവും തോന്നില്ല. നമുക്കിപ്പോൾ ആവശ്യം അത്തരമൊരു മറയാണ്. നമ്മുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുന്ന അവനെ പ്രതിരോധിക്കാൻ ഇതേ ഞാനൊരു മാർഗമായി കാണുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ വിളിച്ച് നമ്മുടെ തീരുമാനം അറിയിക്കാൻ പോവുകയാണ്. ആർക്കെങ്കിലും മറിച്ചൊരു അഭിപ്രായം ഇക്കാര്യത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറയണം. അർജുൻ എല്ലാവരുടെയും മറുപടിക്കായി കാത്തുനിന്നു. നോ സാബ്, ഹം തുമാര സാത്തേ, അവർ ഒരേ സ്വരത്തിൽ അർജുനെ നോക്കി പറഞ്ഞു. അത് കേട്ട അർജുൻ ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്യാൻ പോയതും അവരെ ഒന്നുകൂടി നോക്കി. ദർ ഈസ് വൺ മോർ തിങ് ഗൈസ്. എല്ലാവരും അതെന്താണെന്നറിയാൻ അവനെ നോക്കി. നമ്മുടെ ടീമിലേക്ക് 8ാമതൊരാൾ കൂടി വരുന്നു. അവരുടെ പേര് മിത്ര അലക്സ് IPS. ഭായ് എഴുന്നേൽക്ക്. പുതച്ചു മൂടിക്കിടന്ന് രുദ്രന്റെ അരികിലെത്തി ജാവേദ് തട്ടി വിളിച്ചു. കണ്ണു തിരുമ്മി തുറന്നു നോക്കിയ രുദ്രൻ മുന്നിൽ നിൽക്കുന്ന ജാവേദിനെ കണ്ടു ചിരിച്ചു. ഗുഡ് മോർണിംഗ് ജാവേദ്, ഇന്നലെ ഉറങ്ങിയില്ലാലേ? രുദ്രൻ അവന്റെ മുഖത്തെ ഉറക്കക്ഷീണം കണ്ടു ചോദിച്ചു.
അതൊന്നും കുഴപ്പമില്ല ബായി ഒന്ന് പോയി തന്നാൽ മാത്രം മതി. എൻ്റെ ലോകം ഇപ്പോൾ എൻ്റെ ഭാര്യയും മകനുമാണ്. തെറ്റുകൾ പലതും ചെയ്തിട്ടുണ്ട്, അതും ബായി പറഞ്ഞ പോലെ ഒരിക്കലും മറക്കാനാവാത്ത പാപങ്ങൾ. പക്ഷെ എന്തിൻ്റെ പേരിലായാലും ഇനിയൊരു ചോരക്കളിക്ക് എനിക്ക് വയ്യ. എൻ്റെ ലോകം അവരാണ്, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചെയ്യുന്നത്. ബായി ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. ഒരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ, ഇനി എന്നെ തേടി വരരുത്. ജീവിക്കാനുള്ള കൊതികൊണ്ടാണ് ബായി. എന്നെ വിശ്വസിച്ചിറങ്ങിയ വന്നവളാണ് അവൾ. ഇന്നലെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. ചങ്കു പൊട്ടിയവൾ കാരുണ്യവാനോട് പ്രാർത്ഥിക്കുകയായിരുന്നു രാവ് മൊത്തം. ആ സങ്കടം കാണാൻ എനിക്ക് വയ്യ ബായി. എന്നെ ഇതിൽ നിന്ന് കഴിച്ചിലാക്കി തരണം, ഒരു അപേക്ഷയായി കണ്ടാൽ മതി. ജാവേദ് പറഞ്ഞത് കേട്ട് രുദ്രനൊന്ന് ചിരിച്ചു. താൻ വിഷമിക്കേണ്ടടോ, ഞാൻ ഇനി തന്നെ തേടി വരില്ല. പക്ഷേ ഞാൻ ആവശ്യപ്പെട്ട കാര്യം അതെനിക്ക് എത്തിച്ചു തരുന്ന നിമിഷം ഞാൻ ഇവിടം വിട്ടിറങ്ങിയിരിക്കും. രുദ്രൻ പറഞ്ഞു തീർന്നതും ജാവേദ് അവൻ്റെ കയ്യിലേക്കൊരു കവർ നൽകി. ബായി ആവശ്യപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട്, പാക്കേജിൻ്റെ ലൊക്കേഷൻ അടക്കം. രുദ്രൻ കവർ വാങ്ങി പൊട്ടിച്ചു നോക്കി. ഓരോ പേപ്പറുകൾ നോക്കുമ്പോഴും അവൻ ഉള്ളിൽ ചിരിച്ചുകൊണ്ടേയിരുന്നു. എനിവേ താങ്ക്സ് ജാവേദ്, രുദ്രൻ അവനോട് പുഞ്ചിരിയോടെ പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്നു. അത് കണ്ട ജാവേദ് അവൻ്റെ പോക്കറ്റിൽ നിന്നൊരു ചാവി എടുത്ത് രുദ്രൻ്റെ നേരെ നീട്ടി. ബുക്കും പേപ്പറുമെല്ലാം പക്കിയാണ്, ഒരു കുഞ്ഞു പോലും കണ്ടുപിടിക്കില്ല. അപ്പോൾ ജാവേദേ, നമ്മുടെ മരക്കാർ സാഹിബ് എവിടെയുണ്ട്? അതിന് കൂടെ ഉത്തരം തന്നാൽ എനിക്ക് പോകാമായിരുന്നു. സാഹിബ് ആർബറിൽ കാണും. അപ്പോൾ ജാവേദേ, നമ്മൾ തമ്മിൽ ഇനിയൊരു കൂടിക്കാഴ്ച ഉണ്ടാകില്ല. മറിച്ചായാൽ നമ്മളിൽ ഒരാൾ മാത്രമേ ബാക്കിയുണ്ടാകൂ. അതൊരിക്കലും ജാവേദ് ആയിരിക്കില്ല, മനസ്സിലായോടാ? രുദ്രൻ്റെ ശബ്ദം കടുത്തതായിരുന്നു. അത് കേട്ടവൻ അതേ എന്ന് തലകുലുക്കി. അപ്പോൾ ഞാനൊന്ന് ഫ്രഷായിട്ട് സ്ഥലം കാലിയാക്കാം. ബാത്റൂം എവിടെയാ ജാവേദേ? ബാത്റൂം താഴെയാണ് ബായി. അത് കേട്ട രുദ്രൻ താഴേക്ക് നടന്നതും ജാവേദ് അവനെ പിന്നിൽ നിന്നും വിളിച്ചു. ബായി. എന്താ ജാവേദേ? എനിക്ക് ബാത്റൂമിൽ പോകാൻ കൂട്ടുവേണമെന്ന് ചോദിക്കാനാണോ? ബായി, ഞാനൊന്ന് ചോദിച്ചാൽ സത്യം പറയുമോ? ചോദിക്കൂ ജാവേദേ. ഇനി ഇത്രയും സഹായം എനിക്ക് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? ബായിക്കെന്തിനാ ഈ 80 വയസ്സിന് മുകളിലുള്ള പുറംകടലിൽ മീൻ പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഡീറ്റെയിൽസ്? ജാവേദിന്റെ ചോദ്യം കേട്ട് രുദ്രൻ പൊട്ടിച്ചിരിച്ചു. അത് എൻ്റെ ഒരു ഹോബിയാണ് ജാവേദേ, ഒരു തരം വട്ട്. പുറംകടലിൽ പോയി മനുഷ്യനെ വെട്ടിക്കീറി ചൂണ്ടയിൽ കോർത്തിടും. നല്ല കട്ടച്ചോരയുടെ ചൂരടിക്കുമ്പോൾ വരും നല്ല ഒന്നാന്തരം കൊമ്പൻ സ്രാവ്. അവന്മാർക്ക് ചോരയുടെ ചൂരടിച്ചാൽ പിന്നെ ഭ്രാന്താണ് എന്നെപ്പോലെ. അവന്മാരെ പിടിക്കാൻ മനുഷ്യന്റെ ഇറച്ചി കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് ഞാൻ ഈ പ്രായമായവരെ ഇങ്ങ് വിലക്കെടുക്കും. ഈ വയസ്സാകാലത്ത് ആർക്കെങ്കിലും അവരെ കൊണ്ട് ഇച്ചിരി പ്രയോജനം ഉണ്ടാവേണ്ടേ ജാവേദേ? അത്രയും പറഞ്ഞിട്ട് രുദ്രൻ സ്റ്റെയർ വഴി താഴേക്കിറങ്ങി. ഈ സമയം ജാവേദ് അവൻ തന്നെ കളിയാക്കിയതാണോ ഇനി കാര്യമായി തന്നെ പറഞ്ഞതാണോ എന്നറിയാതെ നിൽക്കുകയായിരുന്നു. പറഞ്ഞത് ചെയ്യാൻ ഒരു മടിയുമില്ലാത്തയാളാണ് രുദ്രനെന്ന് അവന് തോന്നി. അല്ല ശേഖര, നീ ഇതെങ്ങോട്ടാ രാവിലെ തന്നെ? ഓഫീസിൽ പോകേണ്ട സമയമായിട്ടില്ലല്ലോ. കൊട്ടാരത്തിന്റെ ഹാളിലേക്ക് വന്ന ശേഖരനെ കണ്ട് നരേന്ദ്രൻ ചോദിച്ചു. അയാളുടെ ഒപ്പം ഉഷയും ഉണ്ടായിരുന്നു. ഏട്ടാ, ഇന്നല്ലേ ക്യാമ്പ് കഴിഞ്ഞ് അപ്പു വരുന്നത്? അപ്പുവിനെ കൂട്ടാൻ പോണം, ഇന്നലെ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പു, ഇതിന്റെ പിന്നിൽ നീയും ഉണ്ടല്ലോ ശേഖര? ഉഷയുടെ ചോദ്യം കേട്ട അയാൾ അവരെ നോക്കി. എന്താ ഏട്ടത്തി, ഞാൻ എന്തിന്റെ പിന്നിലുണ്ടെന്ന് ഈ പറയുന്നേ? അയ്യടാ, അവനൊന്നും അറിയില്ല. നീയും കൂടെ ഒത്തുകൊണ്ടല്ലേ അപ്പുവിനെ കളരി ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞ് വിട്ടത്. ഏട്ടത്തി, അപ്പു ഇതൊക്കെ പഠിക്കുന്നത് നല്ലതല്ലേ? ആ ശേഖര, അപ്പുവിൻ്റെ പ്രായം എത്രയാടാ? അപ്പുവിന് 10 തികയുന്നു, ഏട്ടത്തിക്ക് അറിയില്ലെന്നുണ്ടോ? ശേഖര, നീ വിളച്ചിലെടുക്കല്ലേ. അപ്പു കുറച്ചുകൂടെ വളർന്നിട്ട് പോരെ ഇതിനൊക്കെ വിടുന്നേ? അപ്പു കുഞ്ഞല്ലേടാ. ആ പ്രായത്തിലുള്ള പിള്ളേര് കളിച്ച് നടക്കുമ്പോൾ അപ്പു ഈ കളരീന്നും പറഞ്ഞ് നടക്കുന്നു. അതെങ്ങനെ അപ്പുവിൻ്റെ താളത്തിനൊത്ത് തുള്ളാൻ ഇവിടെ കുറേ എണ്ണങ്ങളും. ആ പെണ്ണിനെ കണ്ടല്ലേ അപ്പു വളരുന്നത്. അവളുടെ താളത്തിനൊത്ത് തുള്ളാൻ ഇവിടെ 5 എണ്ണം ഉണ്ടല്ലോ. നരേന്ദ്രനെ നോക്കിയാണ് ഉഷാദ് പറഞ്ഞത്. എൻ്റെ ഉഷേ, ഈ കൊട്ടാരത്തിൻ്റെ അവകാശിയാണ് അപ്പു. നരസിംഹസ്വാമിയുടെ ജന്മനാളിൽ നവഗ്രഹങ്ങളുടെയും അനുഗ്രഹം ലഭിച്ച മുഹൂർത്തത്തിൽ കൊട്ടാരത്തിൽ പിറന്ന സന്തതി. ഈ കൊട്ടാരത്തിൻ്റെ പേരും പെരുമയും കാക്കേണ്ടത് അപ്പുവാണ്. എന്തിന്, ഈ എൻ്റെ സ്ഥാനം പോലും അപ്പുവിന് ശേഷമാണ്. എനിക്ക് ശേഷം ഇതെല്ലാം നോക്കി നടത്തണമെങ്കിൽ അപ്പു അതിനൊത്ത കഴിവ് ആർജിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപ്പുവിനെ കളരി പഠിപ്പിക്കാൻ വിട്ടതും. കളരി ഒരു ആയോധന മുറ മാത്രമല്ല, മനസ്സിൽ ഏകാഗ്രത കൊണ്ടുവരാനുള്ള ഒരു ഉപാധി കൂടിയാണ്. എന്നാലും ഏട്ടാ, എത്ര ദിവസമായി അപ്പുവിനെ ഒന്ന് കണ്ടിട്ട്. എനിക്ക് അപ്പുവിനെ കാണാതിരിക്കാൻ പറ്റില്ലെന്ന് ഏട്ടൻ അറിഞ്ഞൂടെ? ഉഷേ, അപ്പു ഇങ്ങ് വരത്തില്ലേ, പിന്നെന്താ? എന്നാലും ഏട്ടാ. ശേഖര, നീ അപ്പുവിനെ കൂട്ടാൻ പോവുകയല്ലേ, ഇവളെ കൂടി കൂട്ടിക്കോ, അവൾക്കൊരു സമാധാനമാകട്ടെ. എന്നാ വാ ഏട്ടത്തി, ഞാൻ കാറിൽ കാണും. ഉഷയോട് പറഞ്ഞിട്ട് ശേഖരൻ പുറത്തേക്ക് കടന്നു. കുളിച്ച് ഫ്രഷായി പുറത്തേക്ക് വന്ന രുദ്രൻ ഗേറ്റിന്റെ വെളിയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കറുത്ത ഥാർ കണ്ട് അവന്റെ കണ്ണുകൾ തിളങ്ങി. അവൻ ജീപ്പിന്റെ അരികിലേക്ക് നടന്നെത്തി ഡോർ തുറന്ന് ഉള്ളിൽ കയറി. ജാവേദ് തന്ന ചാവി ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്തു. ജാവേദും അവന്റെ പിന്നാലെ അവിടേക്ക് എത്തിയിരുന്നു. അപ്പോൾ ജാവേദേ, ഇനിയൊരു കൂടിക്കാഴ്ചയില്ല. അതും പറഞ്ഞ് രുദ്രൻ ജീപ്പ് വേഗത്തിൽ മുന്നോട്ട് വായിച്ചു. അവന്റെ ലക്ഷ്യം മരക്കാർ സാഹിബായിരുന്നു. പക്ഷെ അവനെ തേടി ഒരാൾ വരുന്നുണ്ടെന്നറിയാതെ അവൻ ജീപ്പ് വേഗത്തിൽ ഓടിച്ചുകൊണ്ടേയിരുന്നു.
ബോക്സ് ഒന്നിക്ക് 2600 വെച്ച് 10 ബോക്സ് ചാള. ലേലം കുര്യച്ചന് ഉറപ്പിക്കാൻ പോകുന്നു. ഹാർബറിൽ ലേലം വിളിച്ചുകൊണ്ടിരുന്ന മാർക്കോസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഹാർബറിൽ വന്നെടുത്ത അവസാന ബോട്ടിൽ നിന്നുള്ള മീനാണ് ലേലം വിളിക്കാൻ വെച്ചിരിക്കുന്നത്. മാർക്കോസ് ഏട്ടാ, ബോക്സ് ഒന്നിക്ക് 2800. മീൻ ബോക്സുകൾക്ക് സമീപത്ത് കൂടി നിൽക്കുന്ന ആൾക്കൂട്ടത്തിന്റെ മുന്നിലേക്ക് 35 വയസ്സ് തോന്നിക്കുന്ന യുവാവ് കയറി നിന്ന് വിളിച്ചു പറഞ്ഞു. ബോക്സ് ഒന്നിക്ക് 2800. മാർക്കോസ് തുക കൂട്ടി വിളിച്ചത് കേട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. പെട്ടെന്നാണ് മാർക്കോസ് താൻ കേട്ടത് പരിചിതമായ ശബ്ദമല്ല എന്നോർത്ത് അയാൾ അവന്റെ മുഖത്തേക്ക് നോക്കിയതും വിളിച്ചു പറയുന്നത് നിർത്തിയതും ഒന്നിച്ചായിരുന്നു. അപ്പൊ എങ്ങനെ മാർക്കോസേ, മീൻ ഞാൻ വണ്ടി കയറ്റട്ടെ? മുന്നിൽ നിന്ന ചെറുപ്പക്കാരൻ മാർക്കോസിനോട് പറഞ്ഞു. ആ ജോഷിയെ, നിന്നോട് ഹാർബറിൽ കാല് കുത്തരുതെന്നല്ലേ സാഹിബ് പറഞ്ഞത്? നീ ഇതെന്ത് ഭാവിച്ചാ? മാർക്കോസേട്ടാ, ഞാനിവിടെ മീനെടുക്കാൻ വരരുതെന്ന് പറയാൻ അയാളാരാ? അവന്റെ അപ്പന് സ്ത്രീധനം കിട്ടിയതൊന്നുമല്ലല്ലോ ഹാർബർ മീനും. ജോഷിയെ, നിനക്ക് കിട്ടിയതൊന്നും പോരെ? എന്തിനാടാ ആവശ്യമില്ലാത്ത തല്ല് വാങ്ങി കൂട്ടുന്നത്? നിങ്ങളൊന്ന് ചുമ്മാതിരി എൻ്റെ മാർക്കോസേട്ടാ. പണ്ടങ്ങാണ്ട് തെണ്ടിത്തിരിഞ്ഞു വന്നവനെ നിങ്ങളൊക്കെയല്ലേ വലിയ സാഹിബാക്കി വെച്ചേക്കുന്നത്. എന്നോട് ഇവിടെ വരരുതെന്ന് പറയാൻ അവനാരാ? ആ ഷാജി, നീ ചുമ്മാ ചൊറിയാൻ നിൽക്കാതെ സ്ഥലം വിട്. ഈ കൊച്ചിന്ന് പറഞ്ഞാൽ അത് മരക്കാർ സാഹിബ് തന്നെ. പിന്നെ നീ ഇവിടെ നിന്ന് മീൻ എടുക്കണ്ടെന്ന് പറഞ്ഞത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ? ഓ പന്നക്കിളവാ, താൻ എനിക്കിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കല്ലേ. ജോഷിക്ക് ഹാർബറിൽ വരാൻ അറിയാമെങ്കിൽ ഈ മീനുമായിട്ട് ജോഷി പോകും. താൻ പോയി തന്നെ മരക്കാർ ദൈവത്തോട് പറ ജോഷി ഹാർബറിൽ കാലുകുത്തിയെന്ന്. പിന്നെ ഈ മീനും ഞാനങ്ങെടുക്കുക, അതും കൂടെ അങ്ങ് പറഞ്ഞേക്ക്. ജോഷി പറഞ്ഞത് കേട്ട് വീണ്ടും മാർക്കോസ് എന്തോ പറയാൻ പോയതും ജോഷി അയാളുടെ വായിലേക്ക് നോട്ടുകൾ തിരികെതും ഒരുമിച്ചായിരുന്നു. ജോഷിയുടെ കൈകൊണ്ട് ചാവാൻ നിൽക്കാണ്ട് പോകിളവാ. ആ പിള്ളേരെ നോക്കി നിൽക്കാണ്ട് ബോക്സ് എടുത്ത് വണ്ടി കയറ്റടാ. അതും പറഞ്ഞ് ജോഷി വണ്ടിക്കരികിലേക്ക് പോയി. ജോഷിയെ, കുഴപ്പമാകുമോ? വണ്ടിക്കരികിലെത്തിയതും ജോഷിയുടെ സഹായി സുരേഷ് അവനെ നോക്കി ചോദിച്ചു. നീ പേടിക്കാതെ ചെറുക്ക, ജോഷി ഒന്നും കാണാതെ ഇതൊന്നും ചെയ്യില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഈ ജോഷിച്ചായൻ ഒരു സംഭവം തന്നെയാണല്ലേ. സുരേഷെ, നീ കയറി വണ്ടിയെടുക്ക്, ഇപ്പോൾ തന്നെ വൈകി. അത് കേട്ട് സുരേഷ് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയതും ജോഷിയും ഒപ്പം വണ്ടിയിൽ കയറിയിരുന്നു. വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ വഴിയിൽ മീനെടുക്കുന്ന ബോക്സുകൾ തടസ്സമാക്കി കിടക്കുന്നത് കണ്ട് സുരേഷ് വണ്ടി ചവിട്ടി നിർത്തി. പുറത്ത് 2 പേർ ബോക്സുകൾ എടുത്തു മാറ്റുന്നുണ്ട്. ഏതവനാടാ വഴിയിൽ വെട്ടിയിട്ടേക്കുന്നത്? എടുത്തു മാറ്റടാ. അത് കണ്ട ജോഷി ദേഷ്യപ്പെട്ട് തല വെളിയിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു. ജോഷിയുടെ ശബ്ദം കേട്ടതും പുറത്തു നിന്നവരിൽ ഒരുത്തൻ തിരിഞ്ഞു നോക്കി. വണ്ടിയിലിരിക്കുന്ന ജോഷിയെ കണ്ടതും അയാളുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. അല്ല, ആരിത്? ജോഷിയച്ചായനോ? കുറെ ആയല്ലോ കണ്ടിട്ട്. അയാൾ ജോഷിയെ നോക്കി പറഞ്ഞു. ഡാ സുഖു, നീയായിരുന്നോ? നീ എന്താടാ വഴിയിൽ പെട്ടിയിട്ട് കളിക്കുന്നോ? എടുത്തു മാറ്റടാ. എൻ്റെ ജോഷിച്ചായ, ഈ പെട്ടി എല്ലാം കൂടെ മറിഞ്ഞതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഒരു 10 മിനിറ്റ് ഇപ്പോൾ മാറ്റിത്തരാം. സുഖു അത് പറഞ്ഞതും ജോഷി പല്ലു കടിച്ചു. കൂടുതൽ നേരം അവിടെ നിൽക്കുന്നത് പന്തിയില്ലെന്ന് അവനറിയാം. ആ സുരേഷേ, നീ ആ വണ്ടി അപ്പുറത്തെ പഴയ മാർക്കറ്റ് റോഡിൽ കൂടെ വിട്ടോ. ഇവന്റെ കഥകളിയും കണ്ട് ഇവിടെ നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല. ശരി ഇച്ചായ. ജോഷിയുടെ വാക്കുകൾ കേട്ട് സുരേഷ് വണ്ടി റിവേഴ്സ് എടുത്ത് പഴയ മാർക്കറ്റ് റോഡിലൂടെ മുന്നോട്ടെടുത്തു. എന്നാലും ഇച്ചായനെ സമ്മതിക്കണം. സാഹിബിന്റെ വാക്കിനെ എതിർത്ത് ഹാർബറിൽ നിന്ന് ലോഡും കയറ്റി പോന്നില്ലേ? വണ്ടിയിലിരുന്ന് സുരേഷ് പറഞ്ഞത് കേട്ട് ജോഷി ഒന്ന് ചിരിച്ചതും സുരേഷ് വണ്ടി ചവിട്ടി നിർത്തിയതും ഒന്നിച്ചായിരുന്നു. പെട്ടെന്നുള്ള നീക്കത്തിൽ ബാലൻസ് കിട്ടാതെ ജോഷി മുന്നോട്ടാഞ്ഞു. ആ പന്ന പോയി. ആരുടെ നെഞ്ചത്തോട്ട് നോക്കിയാണ് ആ വണ്ടി ഓടിക്കുന്നത്? ജോഷി സുരേഷിനെ ചീത്ത വിളിച്ചു. എന്നാൽ സുരേഷ് മുന്നിൽ കണ്ട കാഴ്ചയിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു. അവന്റെ ഭാവം കണ്ട് മുന്നിൽ എന്താണെന്നറിയാൻ അങ്ങോട്ടേക്ക് നോക്കി. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും ജോഷിയും ഞെട്ടി. അറിയാതെ അവന്റെ വായിൽ നിന്നും ആ പേര് പുറത്തു വന്നു. അബൂക്ക. ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയോ? ജോഷി ആരോടുന്നില്ലാതെ പറഞ്ഞു. അപ്പോഴേക്കും അബു അവർക്കരികിലെത്തി. സുരേഷിന്റെ ഭാഗത്തേക്ക് അബു നടക്കുന്തോറും തന്റെ ബോധം ഇപ്പോൾ പോകുമെന്ന് അവന് തോന്നി. ഡാ, വണ്ടിയെടുത്ത് പിന്നാലെ വന്നോണം. അബു പറഞ്ഞത് കേട്ട സുരേഷ് തലയാട്ടി സമ്മതിച്ചു. അബു തിരിഞ്ഞ് തന്റെ ബുള്ളറ്റിൽ കയറിയിരുന്ന് സുരേഷിനെ ഒന്നുകൂടെ നോക്കി. ഡാ, മുങ്ങാനങ്ങ് നോക്കിയാ അറിയാലോ അബുവിനെ വീട്ടിൽ കയറി വെട്ടിയിരിക്കും. അതുകൊണ്ട് മക്കളെ, നല്ല കുട്ടികളായിട്ട് ഇങ്ങ് പോര്. അവന്റെ വാക്കുകൾ അവരിൽ ഭീതി പടർത്തുന്നുണ്ടായിരുന്നു. സുരേഷ് അവൻ പോയ വഴിയെ വണ്ടിയിൽ പിന്തുടർന്നു. അവർ തിരികെ ഹാർബറിലേക്ക് പ്രവേശിച്ചതും ദൂരെ മാറി നിൽക്കുന്ന മരക്കാർ സാഹിബിനെ കണ്ടു. സുരേഷ് വണ്ടി നിർത്തിയതും ഇരുവരും പരസ്പരം നോക്കി. നിന്ന് നാടകം കളിക്കാതെ ഇറങ്ങി വാടാ. അബുവിന്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടതും ഇരുവരും വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി. അടുത്തേക്ക് നടക്കുന്നതോറും തന്റെ കാലടികൾ ഇടറിപ്പോകുന്നത് പോലെ ജോഷിക്ക് തോന്നി. അവൻ സുരേഷിനെ നോക്കി. അവന്റെ അവസ്ഥയും തന്റേതിൽ നിന്നും വിഭിന്നമല്ലെന്ന് അവന് മനസ്സിലായി. ജോഷിയെ, നീ പറഞ്ഞത് നേരാ. എൻ്റെ ഉമ്മയെ കിട്ടുമ്പോൾ വാപ്പച്ചിക്ക് സ്ത്രീധനം കൊടുത്തതല്ല ഈ ഹാർബറും കടലും. പക്ഷേ ഈ കൊച്ചിയിൽ അലി തീരുമാനിക്കാതെ ഒന്നും നടക്കില്ല. അധികാരം കൊണ്ടും കൊടുത്ത് നേടിയെടുത്തതാണ്. ഇവർ പറയുന്നത് നീ കേട്ടിട്ടില്ലേ? അലിക്കും കടലിനും ഒരേ നിയമമാണ്. അലി അറിയിക്കാത്തത് അങ്ങ് തിരിച്ചെടുക്കും. നിനക്ക് അറിയിക്കാത്തത് കൊണ്ട് തന്നെയാണ് അലി നിന്നോട് മേലിൽ ഇവിടെ കാല് കുത്തരുതെന്ന് പറഞ്ഞത്. നിനക്ക് പക്ഷേ അലിയുടെ വാക്കിന് പുല്ല് വിലയാണ്. അലിക്കതൊന്ന് മാറ്റിയെടുക്കണം. അതിനിപ്പോൾ എന്താ ജോഷി ചെയ്യുക?
മരക്കാർ തൻ്റെ താടി ഒഴിഞ്ഞുകൊണ്ട് ജോഷിയോട് ചോദിച്ചു. സാഹിബേ, നിങ്ങൾ എന്നോട് മാപ്പാക്കണം. അറിയാണ്ട് പറ്റിയൊരു തെറ്റ് ഇനി ഉണ്ടാവില്ല സാഹിബേ, മാപ്പാക്കണം. അബു കൂടി വന്നതോടെ തനിക്ക് മരക്കാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് ജോഷിക്ക് അറിയാമായിരുന്നു. അവനൊരു സഹായത്തിനായി ചുറ്റും നോക്കി. തന്നെ നോക്കി നിൽക്കുന്ന മാർക്കോസിനെ അവൻ കണ്ടു. മാർക്കോസേട്ടൻ ഒന്ന് പറ, ഞാൻ ഇനി ഈ ഹാർബറിൽ കാലുകുത്തില്ല. ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം മാർക്കോസേട്ടാ, പറ. അവൻ മരക്കാരുടെ അടുത്ത് നിന്ന മാർക്കോസേട്ടനോട് പറഞ്ഞു. ആ ജോഷി, നീ അപ്പനെ പാലത്തിൽ കയറ്റിയിട്ട് പാലം വലിക്കണ പണി ഈ അലിയുടെ അടുത്ത് ഇറക്കരുത്. നീ നാറിത്തരം കാണിച്ചപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു, നീ ഹാർബറിൽ കാലുകുത്തിയാൽ ആ കാല് ഞാനിങ്ങ് എടുക്കുമെന്ന്. നീ എന്ത് കരുതി? കണ്ട ഊച്ചാളികളുടെ പിൻബലത്തിൽ അലിക്കിട്ടങ്ങ് ഉണ്ടാക്കാമെന്നോ? അലിയോട് നേരിട്ട് മുട്ടാൻ ചങ്കുറപ്പില്ലാത്ത ഞാഞ്ഞൂലുകളുടെ വാക്കും കെട്ടി ഇറങ്ങി തിരിച്ചപ്പോൾ നിനക്ക് തെറ്റി. അത് നീ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അലിയുടെ വാക്കിൻ്റെ ഓർമ്മ നിനക്ക് വേണം. അതുകൊണ്ട് ആ കാല് ഞാൻ ഇങ്ങ് എടുക്കുക ജോഷിയെ. അലീക്ക, എന്നെ ഒന്നും ചെയ്യരുത്. അലീക്ക പറയുന്നത് എന്ത് വേണേലും ഞാൻ കേട്ടോളാം. അലി പറഞ്ഞത് കേട്ട് ഭയന്നുകൊണ്ട് ജോഷി പറയാൻ തുടങ്ങി. വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും പടക്കം പൊട്ടുന്ന പോലെ ഒരു ശബ്ദത്തിനോടൊപ്പം ജോഷി ബോധരഹിതനായി താഴെ വീണു. ആ കാഴ്ച കണ്ട് അവിടെ കൂടി നിന്നവർ എന്തിന് മരക്കാർ പോലും ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയാൻ മരക്കാർ തലയുയർത്തി നോക്കിയതും ഐസ് കോരിയിടുന്ന ശവൽ ദൂരേക്ക് എറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു യുവാവിൻ്റെ മുഖത്തേക്കായിരുന്നു. അവൻ്റെ അടിയേറ്റാണ് ജോഷി നിലത്ത് വീണതെന്ന് കണ്ടതും അലി ഒരു അത്ഭുതം കണക്കി അവനെ നോക്കി നിന്നുപോയി. അവരുടെ നിൽപ്പ് കണ്ട് രുദ്രന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. തറയിൽ ചോരയൊലിപ്പിച്ച് കിടന്ന ജോഷിയെ മറികടന്ന രുദ്രൻ മരക്കാരുടെ നേരെ മുന്നോട്ട് വന്നതും അബു രുദ്രന്റെ നേർക്ക് പാഞ്ഞെത്തി. അത് കണ്ട രുദ്രൻ ഞൊടിയിടയിൽ ഒഴിഞ്ഞു മാറി അബുവിനെ പിൻകാലിൽ അടിച്ച് താഴെയിട്ടു. അപ്രതീക്ഷിത നീക്കത്തിൽ നിലത്തേക്ക് വീണ അബു എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ രുദ്രൻ തന്റെ ബൂട്ടിട്ട വലതുകാൽ കൊണ്ട് അബുവിന്റെ കഴുത്തിൽ ചവിട്ടിപ്പിടിച്ചു. തൊണ്ടക്കുഴിയിൽ രുദ്രന്റെ കാല അമരുന്തോറും അബു നിലത്ത് കിടന്ന് പിടഞ്ഞുകൊണ്ടേയിരുന്നു. അവൻ രുദ്രന്റെ കാലെടുത്തു മാറ്റാൻ ഇരു കൈകളും കൊണ്ട് ശ്രമിച്ചിട്ടും ഫലം കണ്ടില്ല. അത് കണ്ട രുദ്രന്റെ മുഖത്തൊരു വിജയിയുടെ ഭാവമായിരുന്നു. നിന്നെപ്പോലെയുള്ള വാലാട്ടിപ്പട്ടികൾക്ക് കുരയ്ക്കാം, പക്ഷെ കടിക്കാൻ വരുന്നതിന് മുമ്പിൽ നിൽക്കുന്നത് സ്വന്തം കാലിനാണോന്ന് കൂടി നോക്കണം, കേട്ടോടാ. അതും പറഞ്ഞ് രുദ്രൻ തന്റെ കാല് ഒന്നുകൂടി അബുവിന്റെ കഴുത്തിൽ അമർത്തി ചവിട്ടി മരക്കാരെ നോക്കി. അപ്പോൾ എങ്ങനെയാ, നമുക്ക് സംസാരിച്ചാലോ? അയാൾ രുദ്രനെ കൗതുകത്തോടെ നോക്കി സമ്മതമെന്ന് തലകുലുക്കി. അക്ബറോ അലിയോ മരക്കാരോ അതോ സാഹിബോ, എന്താ ഞാൻ വിളിക്കേണ്ടത്? മരക്കാരുടെ മുന്നിൽ നിന്നുകൊണ്ട് രുദ്രൻ ചോദിച്ചു. അലി, അങ്ങനെ വിളിക്കാനാണ് എനിക്കിഷ്ടം. വാപ്പാന്റെ പേരാണ് അലി. അന്നെപ്പോലെ ചങ്കുറപ്പുള്ള ആണൊരുത്തനായിരുന്നു വാപ്പ. രുദ്രനെ നോക്കിയൊരു പുഞ്ചിരിയോടെ അലി പറഞ്ഞു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം, ചിലത് ചെയ്തു തരികയും വേണം. നീ ആരാ? എന്തു സഹായമാണ് എന്നിൽ നിന്നും നീ പ്രതീക്ഷിക്കുന്നത്? രുദ്രന്റെ വാക്കുകൾ കേട്ട് സംശയത്തോടെ അലി ചോദിച്ചു. ഞാൻ ആര്, എന്ത്? അങ്ങനെ ഭാരിച്ച കാര്യങ്ങൾ അലി അന്വേഷിക്കണ്ട. ഞാൻ പറഞ്ഞത് ചെയ്യുക, അതാണ് തൻ്റെ ജോലി. അതിനപ്പുറമുള്ള ചോദ്യങ്ങൾ നമ്മൾ തമ്മിൽ പാടില്ല. അവൻ്റെ വാക്കുകൾ കേട്ട് അലിക്ക് ദേഷ്യം വന്നു. നീ അലിക്ക് വിലയിടാൻ വന്നതാണോ? എങ്കിൽ നിനക്ക് തെറ്റി. നിന്റെ മുന്നിൽ നീ പറയുന്നത് കേട്ട് വാലാട്ടി നിൽക്കാൻ അലിയൊരു മൂന്നാംകിട തെരുവ് കൊണ്ടേ അല്ല. അലിയെപ്പറ്റി അറിയണമെങ്കിൽ ഈ കൊച്ചിയിലെ ആരോടെങ്കിലും ചോദിച്ചാൽ മതി. അവൻ അലിക്ക് വിലയിടാൻ വന്നിരിക്കുന്നു. അലി ദേഷ്യം കൊണ്ട് വിറച്ചു. അയാൾ സ്വയം കടിച്ചു പിടിച്ച് രുദ്രനോട് വീണ്ടും സംസാരിച്ചു. നീ കാണിച്ച ഷോ അലിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. നേർക്ക് നേർ വന്ന് കൊമ്പ് കോർക്കുന്നവരെ അലിക്ക് എന്നും ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രം നിന്നെ വെറുതെ വിടുക. പിന്നെ ഇനി നീ അലിയുടെ മുന്നിൽ വന്ന കൊച്ചിക്കായലിൽ നിന്റെ ശവമാകും പൊങ്ങുക. അലിയുടെ വാക്കുകൾ കേട്ട് രുദ്രൻ പൊട്ടിച്ചിരിച്ചു. എന്നെ കൊല്ലാൻ ഈ നിൽക്കുന്ന അലിയല്ല, നിന്റെ തന്ത തന്നെ വന്നാൽ പോലും നടക്കില്ല. നീ പറഞ്ഞ പോലെ ഉശിരുള്ള ആണുങ്ങളെ എനിക്കും മതിപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ തേടി വന്നതും. പിന്നെ ഞാൻ പറയുന്നത് നീ അനുസരിക്കും. അനുസരിപ്പിക്കാൻ എനിക്കറിയാം. ആ ചീള് ചെറുക്ക, നീ അലിക്കിട്ടുണ്ടാക്കാൻ ഇറങ്ങിയതാണോ? എങ്കിൽ നിനക്ക് തെറ്റി. അലിക്ക് ഒറ്റത്തന്തയേ ഉള്ളൂ, ഒറ്റ വാക്കും. വെറുതെ ചാകാൻ നിൽക്കാതെ പോയി വീട് പറ്റാൻ നോക്കടാ. അവൻ ഉമ്മാക്കി കാട്ടി അലിയെ ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയേക്കുന്നു. അലി രുദ്രനെ നോക്കി ദേഷ്യത്തോടെ അവിടെ നിന്ന് നടക്കാൻ പോയതും രുദ്രൻ അവനെ തടഞ്ഞു. അലി, ഞാൻ നിന്നെ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാൻ വന്നതാണെന്ന് കരുതിയോ? എങ്കിൽ നിനക്കാണ് തെറ്റിയത്. ഞാൻ കാട്ടാൻ പോകുന്നത് കണ്ട് നീ പേടിക്കും, പക്ഷേ അതെന്നെ കൊണ്ട് നീ ചെയ്യിപ്പിക്കരുത്. നീ ചെയ്യടാ, എന്താ നീ ചെയ്യാൻ പോകുന്നതെന്നും ഞാൻ ഒന്ന് കാണട്ടെ. അലി രുദ്രനെ നോക്കി വെല്ലുവിളിച്ചു. അലിയുടെ ആഗ്രഹമല്ലേ, ഞാനങ്ങ് സാധിച്ചു തരാം. രുദ്രൻ ചെറുചിരിയോടെ പറഞ്ഞു. നിന്ന് വാചക കസരത്ത് നടത്താതെ ചെയ്യാനുണ്ടെങ്കിൽ വല്ലതും ചെയ്തു കാണിക്കുക. അലിയുടെ മുഖത്തെ പുച്ഛഭാവം കണ്ടതും രുദ്രൻ ഒന്ന് ചിരിച്ചു. ആ ചിരി അവസാനിക്കും മുമ്പ് തന്നെ അവരുടെ കാതടിപ്പിക്കും വിധം ഹാർബറിൽ കിടന്നൊരു ബോട്ട് വലിയൊരു അഗ്നിഗോളമായി പൊട്ടിത്തെറിച്ചു. സ്ഫോടനം കണ്ട അലി ശ്വാസമെടുക്കാൻ പോലും ആകാതെ നടുങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോഴും രുദ്രന്റെ മുഖത്ത് നിന്നും ചിരി മാഞ്ഞിട്ടില്ലായിരുന്നു. അതൊരു കൊലച്ചിരിയാണെന്ന് അലിക്ക് തോന്നി. എന്താ അലി, പൂരം തുടങ്ങുന്നതിന് മുമ്പുള്ള സാമ്പിൾ വെടിക്കെട്ട് കണ്ട് പേടിച്ചോ? സ്തബ്ധനായി നിൽക്കുന്ന അലിയെ കണ്ടതും രുദ്രൻ പറഞ്ഞു തുടങ്ങി. ഇല്ലെങ്കിൽ പറയണം, അലിയെ പേടിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. പേടിപ്പിക്കട്ടെ അലി, ഇനിയും തന്നെ.
രുദ്രന്റെ മുഖത്തെ രൗദ്രഭാവം കൊണ്ട് അലിയിൽ ആദ്യമായി ഭയത്തിന്റെ വിത്ത് മുളച്ചു. അതിന്റെ പ്രതിഫലനം എന്നോണം വേണ്ടെന്ന അലി തലയാട്ടിക്കൊണ്ട് രുദ്രനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാലോ അലി, നീ ഇനി പേടിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അലി ഇപ്പോൾ പൊട്ടിയത് കണ്ടോ? അതിന്റെ 10 മടങ്ങ് പ്രഹരശേഷിയുള്ള പടക്കം ഞാൻ 10 ഇടങ്ങളിലായി വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഞാൻ പറയുന്ന 10 കാര്യങ്ങൾ അലി ചെയ്തു നിന്നാൽ അലിക്ക് എന്നെ പിന്നെ കാണേണ്ടി വരില്ല. മറിച്ചായാൽ 10 സ്ഥലങ്ങളിലും പൊട്ടും, തൃശ്ശൂർ പൂരത്തിന് പൊട്ടുന്ന മാതിരി. പക്ഷേ പടക്കം പൊട്ടിയ ആളുകൾ ഇങ്ങനെ ചത്തുമലച്ച് വീഴുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് തൻ്റെ പേരിലാകും ഞാൻ ചാർത്തി തരിക, അക്ബർ അലി മരക്കാരുടെ പേരിൽ. അങ്ങനെ ഒന്നും വേണ്ടെങ്കിൽ നല്ല കുട്ടിയായി ഞാൻ പറയുന്നതനുസരിച്ച് നീ നേരത്തെ പറഞ്ഞ പോലെ വാലാട്ടിപ്പട്ടിയെപ്പോലെ ഓടി ഓടി നടന്ന് പണിയെടുത്തോണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമോ മറ്റോ മരക്കാർ സാഹിബിനുണ്ടോ? ഉണ്ടെങ്കിൽ അതും പറയണം. പൊട്ടിക്കാൻ നല്ല ഒന്നാന്തരം ഡൈനാമിക് പടക്കം വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ, പൊട്ടിക്കട്ടെ? രുദ്രൻ അലിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. വേണ്ട, ഞാൻ ചെയ്യാം. രുദ്രന്റെ വാക്കുകൾ കേട്ട് അലി ഭയന്നു പോയിരുന്നു. അത് അയാളുടെ വാക്കുകളിലും പ്രതിഫലിച്ചു. അപ്പോൾ പറഞ്ഞാലനുസരിക്കാൻ അലിക്കറിയാമല്ലേ? ഇതുപോലെ പറയേണ്ട രീതിയിൽ പറയണമെന്ന് മാത്രം. നീ ആരാ? നിനക്ക് മനുഷ്യത്വം എന്നൊന്നുണ്ടോ? പതർച്ചയോടെ അലി രുദ്രനോട് ചോദിച്ചു. അലി, നിന്നെപ്പോലെയല്ല. എനിക്ക് മനുഷ്യത്വം അല്പം കുറവാണ്. പിന്നെ എൻ്റെ നെറിയും നെറുകേടും അത് ഞാൻ നിശ്ചയിക്കും. നീ കൂടുതൽ നീതിയും ന്യായവും നോക്കണ്ട. ഞാൻ പറയുന്നത് കേട്ടാൽ മതി. മനസ്സിലായോ നിനക്ക്? അലി പിന്നെ രുദ്രനോടൊന്നും പറയാൻ മുതിർന്നില്ല. അത് കണ്ട രുദ്രൻ അലിയുടെ തോളിൽ കൈയിട്ടു. അപ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ അക്ബറലി നന്നായി കേൾക്കണം. നിന്റെ പ്രവൃത്തികൾ പോലെ ഇരിക്കുമെല്ലാം. നീ ഓരോ കാര്യങ്ങളും പൂർത്തിയാക്കുമ്പോൾ ഞാൻ ഓരോ ബോംബും നിർവീര്യമാക്കും. എല്ലാം അലിക്കായി ഞാൻ വിട്ടു നൽകുന്നു. ഒപ്പം നിനക്കായുള്ള 10 കൽപ്പനകളും. രുദ്രൻ അലിയുടെ കാതിൽ അലിക്കുള്ള 10 കൽപ്പനകളും പറഞ്ഞു. അവ ഓരോന്നും കേട്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന അലി ഒരു പുഞ്ചിരിയോടെ നോക്കി രുദ്രൻ തിരിഞ്ഞു നടന്നു. എന്നാൽ അലി അവൻ പറഞ്ഞതൊന്നും വിശ്വസിക്കാനാവാതെ നിൽക്കുകയായിരുന്നു. അലി രുദ്രനെ നോക്കിയപ്പോഴേക്കും അവൻ ഏറെ ദൂരം മുന്നോട്ട് പോയിരുന്നു. അത് കണ്ട് അലി ഉറക്കെ അലറിക്കൊണ്ട് ചോദിച്ചു, ആരാ നീ? ആ ചോദ്യം കേട്ടിട്ടെന്ന വണ്ണം രുദ്രന്റെ പൊട്ടിച്ചിരി അലിയുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. തോളിൽ ഒരു കുഞ്ഞു ബാഗുമിട്ട് സന്തോഷത്തോടെ ഓടി വരുന്ന അപ്പുവിനെ കണ്ട് എയർപോർട്ടിന്റെ മുന്നിൽ കാത്തു നിന്ന ശേഖരന്റെയും ഉഷയുടെയും കണ്ണുകൾ വിടർന്നു. ദൂരെ നിന്ന് തന്നെ അപ്പു അവരെ കണ്ടിരുന്നു. അപ്പുവിനെ കണ്ട സന്തോഷത്തിൽ ശേഖരനും ഉഷയും അപ്പുവിന്റെ പിന്നിലേക്ക് നോക്കിയെങ്കിലും പ്രതീക്ഷിച്ചയാളെ അവിടെ കാണാഞ്ഞ് അവർ ചുറ്റും കണ്ണോടിച്ചു. ഇവളിതെവിടെ പോയി ഏട്ടത്തി? ശേഖരൻ ഉഷയെ നോക്കി പറഞ്ഞു. അവളുടെ കാര്യം അവക്കും ദൈവത്തിനും മാത്രമേ അറിയൂ എന്ന് നിനക്കറിയാവുന്നതല്ലേ ശേഖര? ഉഷ പറഞ്ഞത് കേട്ട് ശേഖരൻ ഏട്ടത്തിയെ നോക്കി ചിരിച്ചിട്ട് ഓടി വരുന്ന അപ്പുവിനെ നോക്കിയതും അയാൾ തലയിൽ കൈവച്ചു അപ്പുവിനെ ഉറക്കെ വിളിച്ചുപോയി. മുന്നിൽ വന്നൊരു പെൺകുട്ടിയുമായി കൂട്ടിയിടിച്ച് താഴെ വീണ് കിടക്കുകയാണ് അപ്പു. എവിടെ നോക്കിയാടി ചേച്ചി നടക്കുന്നേ? തന്നെ ഇടിച്ച പെൺകുട്ടിയെ നോക്കി അപ്പു ദേഷ്യപ്പെട്ടു. അയ്യോ മോളെ, ഞാൻ കണ്ടില്ല, അറിയാണ്ട് പറ്റിയതാ. ഐ ആം സോ സോറി. അപ്പുവിനെ ഇടിച്ച പെൺകുട്ടി ദേഷ്യപ്പെട്ട് നിലത്ത് വീണ അപ്പുവിനെ താങ്ങി എണീപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് അപ്പു അവളെ ഒന്ന് കണ്ണുരുട്ടി നോക്കി. എൻ്റെ മോളെ, ചേച്ചി സോറി പറഞ്ഞില്ലേ? ഞാൻ കണ്ടില്ലായിരുന്നു. മോളങ്ങ് ക്ഷമിക്കുക. അങ്ങനെ ക്ഷമിക്കാൻ ഞാൻ ഗൗരിയൊന്നുമല്ല, ഞാൻ അപ്പുവാ. ഇടിച്ചിട്ടും പോരാ ക്ഷമിക്കണോന്ന്. ചേച്ചിയുടെ മുഖത്ത് മത്തങ്ങ പോലെ 2 കണ്ണുണ്ടല്ലോ, നോക്കി നടക്കാൻ പാടില്ലേ? ഞാൻ ഓടി വരുന്നത് കാണാൻ മേലായിരുന്നോ? തൻ്റെ മുന്നിൽ നിന്ന 10 വയസ്സുകാരിയുടെ പറച്ചിൽ കേട്ടവൾ എന്തു പറയണമെന്നറിയാതെ നിന്നുപോയി. അപ്രതീക്ഷിതമായി പിന്നിൽ നിന്നുയർന്ന ശബ്ദം കേട്ട് അവരുടെ ശ്രദ്ധ പിന്നിലേക്ക് പോയി. എന്താ അപ്പു, ആരാ ഇത്? നീ ശേഖരൻ മാമയുടെ അടുത്ത് പോകുവാന്നും പറഞ്ഞ് ഓടിയതല്ലേ? വന്ന് നിനക്ക് ഒരു അനുസരണയും ഇല്ലാതായോ? അവരുടെ പിന്നിൽ നിന്നും ഗൗരിയുടെ ശബ്ദം കേട്ടതും അപ്പു ഞെട്ടി പെൺകുട്ടിയെ ഒന്ന് നോക്കി. എന്നിട്ട് അവളെ നോക്കി കണ്ണടച്ച് മിണ്ടല്ലേന്ന് കാണിച്ചു. ഗൗരി, ഇത് ഞങ്ങൾ പരിചയപ്പെട്ടതാ. ചേച്ചി പറയുക എന്നെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്. അപ്പു പറഞ്ഞത് കേട്ട പെൺകുട്ടി അവളെ തുറിച്ചു നോക്കി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, നീ എന്തെങ്കിലും ഒപ്പിച്ചു കാണും. നിന്റെ മുഖം കണ്ടാ അറിയാലോ. പറ, ഇവൾ വല്ലതും പറഞ്ഞോ മോളെ? ഗൗരി അടുത്ത് നിന്ന പെൺകുട്ടിയോട് ഗൗരവത്തോടെ ചോദിച്ചു. ഒന്നുമില്ല ചേച്ചി, ഞാൻ മോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടപ്പോൾ വെറുതെ സംസാരിച്ച് നിൽക്കുമായിരുന്നു. ഞാൻ കരുതി ഇവൾ എന്തെങ്കിലും ഒപ്പിച്ചു എന്ന്. ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കില്ല, പിന്നെ വായിൽ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയും. അവളുടെ മനസ്സിൽ ഒന്നും വച്ചിട്ടില്ല കേട്ടോ. ഇനി അങ്ങനെ എന്തേലും ഇവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ക്ഷമിക്കണേ. അങ്ങനെയൊന്നും ഇല്ല ചേച്ചി. പിന്നെ ഞാനത്ര കുട്ടിയൊന്നും അല്ലാട്ടോ. മിത്ര അലക്സ്, അതാണ് എൻ്റെ പേര്. മിത്ര എന്ന് വിളിച്ചാൽ മതി. അത് കേട്ടതും ഗൗരി ചിരിച്ചുകൊണ്ട് മിത്രയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ ഗൗരി. അപ്പോൾ ഈ കുറുമ്പിയുടെ പേരെന്താ? മിത്ര അപ്പുവിൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ചോദിച്ചു. അപർണ. എല്ലാവരും അപ്പൂന്ന് വിളിക്കും. അവൾ പറയുന്നത് കേട്ട് മിത്ര അവളെ കൗതുകത്തോടെ നോക്കി. പിന്നെ അപ്പുവിൻ്റെ കവിളിൽ ഒന്ന് തട്ടിയിട്ട് ഗൗരിയോടായി പറഞ്ഞു, അപ്പു ഗൗരി, ഞാനെന്നാൽ പോട്ടെ, കുറച്ച് തിരക്കുണ്ട്. ഇപ്പോൾ തന്നെ വൈകി. എന്നാൽ ശരി മിത്ര, ഏട്ടൻ വന്ന് കാത്തു നിൽക്കുന്നുണ്ടാവും. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. ഓക്കെ ചേച്ചി, പിന്നെ എപ്പോഴേലും കാണാം. ഈ കുറുമ്പി ചേച്ചി പോകുവാണേ. അപ്പു അവളെ നോക്കി ചിരിച്ചു. പിന്നെ ഗൗരി അപ്പുവിൻ്റെ കയ്യും പിടിച്ച് മുന്നോട്ട് നടന്നു. മിത്രയും അല്പം മുന്നോട്ട് നടന്നതും അപ്പു ഓടി അവളുടെ അടുത്തേക്ക് വന്നു. എന്താ അപ്പു തിരിച്ചു വന്നേ?
അപ്പു അടുത്തു വന്നതും അവളോട് ചോദിച്ചു. മിത്ര ഗൗരിയെ നോക്കി. ഗൗരി ഫോണിൽ ആരെയോ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നെ ഇടിച്ചിട്ടിട്ട് അങ്ങ് പോയാലോ? അപ്പു പറഞ്ഞു കേട്ട ഇനി എന്താണെന്ന മട്ടിൽ മിത്ര നോക്കി. അത് കണ്ട അപ്പു അവളോട് കുനിഞ്ഞു നിൽക്കാൻ പറഞ്ഞു. മിത്ര കുനിഞ്ഞതും അപ്പു അവളുടെ തലയിലിരുന്ന് റെയ്ബാൻ ഗ്ലാസ് ഊരിയെടുത്തു. അവൾ കണ്ണിൽ വെച്ച് മിത്രയെ നോക്കി. അപ്പു ടാറ്റ. അതും പറഞ്ഞ അപ്പു തിരിഞ്ഞ് ഗൗരിയുടെ അടുത്തേക്ക് ഓടി. മിത്ര ചിരിയോടെ അവളുടെ പ്രവൃത്തി നോക്കി നിന്നു. അപ്പോഴും ഇതെല്ലാം കണ്ടുകൊണ്ട് 2 ജോഡി കണ്ണുകൾ അവരെ വീക്ഷിക്കുന്നത് അവർ അറിഞ്ഞില്ല. ഇത്രയും പെട്ടെന്ന് എല്ലാവരെയും വിളിച്ചൊരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുമ്പോൾ ഞാൻ പറയാതെ നിങ്ങൾക്കതിൻ്റെ ഗൗരവം മനസ്സിലാകുമല്ലോ. പോലീസ് യൂണിഫോമിൽ നിന്നുകൊണ്ട് അർജുൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരെ നോക്കി പറഞ്ഞു. അവർക്കൊപ്പം DYSPമാരും അടങ്ങിയ മീറ്റിംഗ് ആയിരുന്നു അത്. സിറ്റി പോലീസ് കമ്മീഷണറായി ഒരുത്തൻ ചാർജ് എടുത്ത അടുത്ത നിമിഷം തന്നെ നിങ്ങളെ വിളിച്ചു വരുത്തി നാടപ്പാടി നന്നാക്കി തീർക്കാമെന്ന മോഹമായല്ല ഞാനിവിടെ എത്തിയത്. ഇനി അങ്ങനെ വല്ല തെറ്റിദ്ധാരണകളും നിങ്ങൾക്കുണ്ടാകാതിരിക്കാനാണ് ഞാനിത് മുൻകൂട്ടി പറഞ്ഞത്. പക്ഷെ അത്രയും പറഞ്ഞു നിർത്തി അർജുൻ തൻ്റെ മുന്നിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ നോക്കി. അതിൽ പലരുടെയും മുഖത്തെ വിരസഭാവവുമെല്ലാം നോക്കി നിന്നു. എന്നിട്ട് വീണ്ടും തുടർന്നു പറയാൻ തുടങ്ങി. പക്ഷേ എനിക്ക് പകരം നിങ്ങളങ്ങ് നാട് നന്നാക്കാൻ ഇറങ്ങും. ഡ്യൂട്ടി അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഞാനിവിടെ കമ്മീഷണറായിരിക്കുന്നിടത്തോളം സമ്മതിച്ചു തരില്ല. ഇസ് ദാറ്റ് ക്ലിയർ? അർജുൻ ഉറക്കെ ചോദിച്ചു. യെസ് സാർ. അവർ പറഞ്ഞതും അവൻ എല്ലാവരെയും ഇരുത്തി നോക്കി. അവൻ്റെ ഭാവം കണ്ട അവർ ഉറക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞു. യെസ് സാർ. ഗുഡ് ബോയ്സ്, കീപ് ഇറ്റ് അപ്പ്. ഇനി ഈ കാര്യത്തിലേക്ക് കടക്കാം. 3 ആഴ്ചകൾക്ക് മുമ്പ് കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ദക്ഷിണേന്ത്യൻ തീരപ്രദേശങ്ങളിൽ ഭീകരാക്രമണ സാധ്യതയുള്ളതായി. എനിക്ക് കിട്ടിയ വിവരം ശരിയാണെങ്കിൽ DGP സംസ്ഥാനത്തെ 12 ജില്ലാ പോലീസ് മേധാവിമാർക്കും അവിടെ നിന്നും നിങ്ങൾക്കും ഇതേക്കുറിച്ച് മെസ്സേജ് ലഭിച്ചിട്ടുണ്ട്. ഐ ആം റൈറ്റ്? അർജുൻ അവരെ നോക്കി ചോദിച്ചു. യെസ് സാർ. 2 ആഴ്ച മുമ്പ് തന്നെ റിപ്പോർട്ട് കിട്ടിയിരുന്നു. ഉദ്യോഗസ്ഥരിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഴിഞ്ഞ 2 ആഴ്ച ഈ റിപ്പോർട്ടിന്മേലെടുത്ത നടപടിയെക്കുറിച്ച് എനിക്കറിയണം. എനിക്കതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് റിപ്പോർട്ട് ഇപ്പോൾ തന്നെ കിട്ടണം. അർജുൻ പറഞ്ഞത് കേട്ട് മറ്റുദ്യോഗസ്ഥർ പരസ്പരം നോക്കി. അത് കണ്ട് അർജുന് കലി കയറി. മുഖത്തോട് മുഖം നോക്കാൻ നീയൊക്കെ എന്താടാ പെണ്ണ് കാണാൻ വന്നതോ? അവസാനത്തെ റോയിൽ നിന്നും തുടങ്ങിക്കോ. എല്ലാം വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞോണം. അർജുൻ്റെ വാക്കുകൾ കേട്ടതും അവസാന നിരയിൽ ആദ്യം വരുന്ന ഉദ്യോഗസ്ഥൻ എഴുന്നേറ്റ് നിന്നു. ഫോർട്ട് കൊച്ചി സ്റ്റേഷൻ ഓഫീസർ രഞ്ജൻ ജോർജ്. DGPയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച ജാഗ്രതാ നിർദ്ദേശപ്രകാരം റിപ്പോർട്ട് ലഭിച്ച അന്നു മുതൽ വാഹന പരിശോധന ശക്തമാക്കുകയും രാത്രികാല പെട്രോളിങ്ങിന് കൂടുതൽ CRV യൂണിറ്റിനെ നിയോഗിക്കുകയും ചെയ്തു. ഇതോടൊപ്പം ഹോട്ടലുകളിൽ മിന്നൽ പരിശോധനകൾ ശക്തമാക്കിയിട്ടുമുണ്ട്. രഞ്ജൻ പറഞ്ഞത് കേട്ട് അർജുൻ അവനെ നോക്കി ചിരിച്ചു. ഗുഡ് വർക്ക് രഞ്ജൻ, കീപ് ഇറ്റ് അപ്പ്. രഞ്ജൻ ഇരുന്നോളൂ. അർജുൻ പറഞ്ഞത് കേട്ട് രഞ്ജൻ ഇരുന്നതും അടുത്തയാൾ എഴുന്നേറ്റിരുന്നു. പിന്നീട് ഓരോരുത്തരായി എഴുന്നേറ്റ് അവർ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. എല്ലാം അർജുൻ ഒരു ചെറു ചിരിയോടെ കേട്ടു നിന്നു. ഒടുവിൽ അവസാനത്തെയാളും പറഞ്ഞു നിർത്തിയതും അർജുൻ ഉറക്കി കൈയടിച്ചു. മറ്റു ഉദ്യോഗസ്ഥരാകട്ടെ ഇതെന്തു കൂത്തുന്ന ഭാവത്തിലും. നീയൊക്കെ പോലീസ് ട്രെയിനിങ് തന്നെ പാസ്സായതാണോ അതോ CC പിരിഞ്ഞു കിട്ടാത്ത വണ്ടി പൊക്കാൻ നടക്കുന്ന ഫിനാൻസ് കമ്പനികളുടെ ഗുണ്ടകളുടെ കൂടെ നടന്നാണോ പാസ്സായത്? എല്ലാത്തിൻ്റെയും വായിൽ നിന്നും ഒരേ വാക്കുകൾ ടേപ്പ് ചെയ്ത് വെച്ചതുപോലെയാണല്ലോ മറുപടി. നിനക്കൊക്കെ വാങ്ങിക്കുന്ന ശമ്പളത്തിനോടെങ്കിലും ഇച്ചിരി കൂറ് കാണിക്കാൻ മേലേ? അവൻ്റെയൊക്കെ നൈറ്റ് പെട്രോളിങ് വണ്ടി പിടുത്തവും. നിനക്കൊക്കെ ഈ ഒരു മാർഗം മാത്രം അറിയുള്ളൂ. മോഡിഫൈ ചെയ്ത ബൈക്കും കൊണ്ട് കറങ്ങി നടക്കുന്ന ഊച്ചാളി പിള്ളേരുടെ കയ്യിൽ നിന്നും 10ഉം 20ഉം രാവ് കഞ്ചാവ് പിടിക്കുന്ന പോലെ എളുപ്പമാണെന്ന് കരുതിയോ ഇത്? എന്താ സാറുമാരുടെ വായിൽ നാക്കില്ലേ? DYSP സാറിന് ഇതേക്കുറിച്ച് പറയാനൊന്നുമില്ലേ? അർജുൻ്റെ ചോദ്യം കേട്ട് അയാളുടെ തല താണുപോയിരുന്നു. സാർ, എനിക്ക് ഉത്തരം കിട്ടിയില്ല. അയാൾ തല കുനിച്ച് നിൽക്കുന്നത് കണ്ട് അർജുൻ ഒന്നുകൂടി ചോദിച്ചു. സാർ, എല്ലാ പ്രാവശ്യവും ഇത്തരം മുന്നറിയിപ്പുകൾ ലഭിക്കാറുണ്ടെങ്കിലും കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും ആശങ്കപ്പെടേണ്ടതോ ജാഗ്രത കാട്ടേണ്ടതോ ആയ അവസ്ഥയില്ല. അതുകൊണ്ടാണ് ഈ റിപ്പോർട്ടും സ്ഥിരം ഒരു മുന്നറിയിപ്പും ഒരു ഗൗരവ സ്വഭാവത്തിൽ കാണാഞ്ഞത്. ഓക്കെ, ഇത്രയും നാൾ അങ്ങനെ ഒരു സ്ഥിതി അല്ലായിരുന്നു എന്ന് വെച്ച് ഇനി അങ്ങനെ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. സോ ഇന്നു മുതൽ എല്ലാ ദിവസവും ഈ റിപ്പോർട്ടിൻ്റെ ഫോളോ അപ്പ് എനിക്ക് ലഭിച്ചിരിക്കണം. എന്നെ അന്വേഷിക്കേണ്ട രീതി ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ ആർക്കും. ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു പഠിപ്പിക്കാൻ എനിക്കൊരു മടിയുമില്ല, അർജുൻ ഉറക്കെ പറഞ്ഞു. നോ സാർ. ഉദ്യോഗസ്ഥരുടെ മറുപടി കേട്ട് അർജുൻ ചിരിച്ചു. അപ്പോൾ പറയേണ്ട പോലെ പറഞ്ഞാൽ കേരള പോലീസിന് ചെയ്യാൻ അറിയാമല്ലേ? ആൻഡ് വൺ മോർ തിങ്, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സാർ ഒന്ന് എഴുന്നേറ്റേ. അർജുൻ പറയുന്നത് കേട്ടതും സ്പെഷ്യൽ ബ്രാഞ്ച് DYSP വിനോദ് പിള്ള എഴുന്നേറ്റ് നിന്നു. കൊച്ചി സിറ്റി പോലീസിന് കീഴിൽ 26 സ്റ്റേഷനുകളല്ലേ ഉള്ളത്? അർജുൻ വിനോദിനോട് ചോദിച്ചു. അതെ സാർ. വിനോദിൻ്റെ മറുപടി കേട്ടതും അർജുൻ അയാൾ ഒന്നുകൂടി നോക്കി. എന്നിട്ട് ഇവിടെ 24 സ്റ്റേഷൻ ഓഫീസർമാരേ ഉള്ളൂല്ലോ, 2 പേരെവിടെ? സാർ, 2 പേര് ലീവിലാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ DYSP സാർ കേട്ടിരുന്നില്ലേ? സിറ്റി പോലീസിൻ്റെ കീഴിലുള്ള എല്ലാ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരും ഇവിടെ ഉണ്ടായിരിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്? ഇതിലെന്തെങ്കിലും വരി വിട്ടുപോയിരുന്നോ വിനോദ് സാറേ? അർജുൻ്റെ ചോദ്യം കേട്ടതും വിനോദ് ഒന്ന് പരിങ്ങി. ആ ചോദിച്ചതിന് ഉത്തരം പറ സാറേ. സാർ പറഞ്ഞത് എല്ലാ സ്റ്റേഷൻ ഓഫീസർമാരും മീറ്റിങ്ങിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ്.
പക്ഷെ അവർ രണ്ടുപേരും ലീവായതുകൊണ്ടാണ് എത്താതിരുന്നത്. എന്താ സാർ ഇത്? അവനേക്ക് പോലീസ് യൂണിഫോം തന്നെയല്ലേ ഇട്ടേക്കുന്നത്, അല്ലാതെ വാദ്യാരി പണിക്കല്ലല്ലോ. മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ അവൻ്റെയൊക്കെ ലീവ് കട്ട് ചെയ്ത് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ എൻ്റെ മുന്നിൽ എത്തിയിരിക്കണം. ഈസ് ഇറ്റ് ക്ലിയർ? അർജുൻ വിനോദിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. വിനോദിൻ്റെ മറുപടിക്കായി കാത്തു നിൽക്കുമ്പോഴാണ് തന്നെ ഉറ്റുനോക്കുന്ന മിഴികളെ അർജുൻ കാണുന്നത്. അവ കണ്ടതും അർജുൻ്റെ ദേഷ്യം ഒന്നുകൂടി കൂടി. വേഗത്തിൽ അവൻ ആ കണ്ണുകളുടെ ഉടമയുടെ അടുത്തേക്ക് നടന്നു. ഇത് കണ്ട മറ്റുദ്യോഗസ്ഥരും അവിടെ ആരാണെന്നറിയാൻ നോക്കി. നീല ജീൻസും വെള്ള ഷർട്ടും ധരിച്ച് കയ്യിലൊരു ബാഗുമായി നിൽക്കുന്ന 25 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയെയാണ് അവർ കണ്ടത്. അപ്പോഴേക്കും അർജുൻ അവളുടെ അരികിലെത്തിയതും അവൾ തൻ്റെ 2 കൈകളും ശരീരത്തോട് അടുപ്പിച്ച് ഹീലിൽ നിന്ന് അല്പം ഉയർന്ന് അവനെ സല്യൂട്ട് ചെയ്ത് സ്വീകരിച്ചു. എന്നാൽ അവൾക്ക് മുന്നിലെത്തിയിട്ടും അവൻ്റെ ദേഷ്യം മാറിയിട്ടുണ്ടായിരുന്നില്ല. അർജുൻ്റെ മുഖം വലിഞ്ഞു മുറുകി തന്നെയിരുന്നു. അവൾ എന്തോ പറയാൻ വന്നതും അർജുൻ അവളെ കൈകൊണ്ട് തടഞ്ഞു. മിത്ര, നിന്റെ വാച്ചിലിപ്പോൾ സമയം എത്രയായി? അത് കേട്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി ഇവർക്ക് കിട്ടിയതിൻ്റെ ബാക്കി തൻ്റെ നെഞ്ചത്തേക്കായിരിക്കുമെന്ന്. അർജുൻ സാബ്, സമയം ഇപ്പോൾ രാവിലെ 11:15. എൻ്റെ ഒപ്പം നീയും ഈ മീറ്റിങ്ങിൽ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത് മറന്നുപോയോ മിത്ര? അതോ പണ്ടത്തെ പോലെ അനുസരണശീലം തീരെയില്ലേ? സാബ്, ഫ്ലൈറ്റ് 1/2 മണിക്കൂർ ഡിലേ ആയിരുന്നു. സോ ഞാൻ ജോയിൻ ചെയ്യാതെ പോലും ഇവിടേക്ക് ഓടിയെത്തുകയായിരുന്നു. അവളുടെ മറുപടി കേട്ടതും അർജുനൊന്ന് ചിരിച്ചു. അപ്പോഴാണ് മിത്രയ്ക്കും ആശ്വാസമായത്. നീ വല്ലതും കഴിച്ചിരുന്നോ? അവൻ സൗമ്യനായി അവളോട് ചോദിച്ചു. യെസ് ഡാ, എയർപോർട്ടിൽ നിന്നും കഴിച്ചിട്ട് ഇറങ്ങിയത്. കഴിവേറുടെ മോളെ, നീ തിന്നും പെടുത്തും നടക്കാനാണോ ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളിയത്? 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് നേരത്തെ നീ എത്തിയിരുന്നുവെങ്കിൽ നിനക്ക് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാമായിരുന്നു. യെസ് സാബ്. അവൾ അർജുൻ്റെ മുന്നിൽ തെറ്റുകാരിയെ പോലെ നിന്നു. ഈ ടാസ്ക് കഴിയുന്നത് വരെ തിന്നാനോ കുടിക്കാനോ ഒന്നും സമയം നോക്കി നടക്കണ്ട. ഒരു ദിവസം 24 അല്ല 25 മണിക്കൂറാണെങ്കിലും ആ 25 മണിക്കൂറും ഡ്യൂട്ടി ആയിരിക്കും. നിനക്ക് മനസ്സിലായോ പറഞ്ഞത്? നിന്റെ തൊലി വെളുപ്പ് കണ്ടിട്ടല്ല നിന്നെ ഈ മിഷനിൽ ഞാൻ എടുത്തത്. ഒരു പട്ടിയേക്കാളും വേഗത്തിൽ ശത്രുവിനെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാനും അതിനെ കടിച്ചു കീറി കൊല്ലാനുള്ള നിന്റെ ക്രൗര്യതയും കണ്ടിട്ടാണ്. മനസ്സിലായോടി നിനക്ക്? യെസ് സാബ്, മിത്ര അർജുനെ നോക്കി പറഞ്ഞു. അത് കേട്ട അർജുൻ തൻ്റെ കൈയെടുത്ത് കാതുകളിൽ വെച്ചു. എവിടെ? എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. യെസ് സാബ്. അത് കേട്ട അവൾ കുറച്ചുകൂടി ഉറക്കെ പറഞ്ഞു. എൻ്റെ വേട്ടപ്പട്ടിയുടെ ശൗര്യം ഇത്രയേ ഉള്ളൂ. കുരയ്ക്കടി ഉറക്കി. ബാർക്ക് ലൗഡ്. യെസ് സാബ്. ക്രിസ്റ്റൽ ക്ലിയർ. അവൾ ഹാള് നടങ്ങുമ്പോൾ അവളുടെ ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടതും അവൻ അവളെ കെട്ടിപ്പിടിച്ചു. വെൽക്കം മൈ ഫ്രണ്ട്. അവരുടെ പ്രകടനം കണ്ട മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ എന്തോ അത്ഭുതം കണക്കിയെ നോക്കി നിന്നു. അപ്പോഴേക്കും അവരിൽ ഒരാൾ ചാടി എഴുന്നേറ്റ് അർജുനെ ഉറക്കെ വിളിച്ചു. അയാളുടെ ആ സ്വരത്തിൽ നിറഞ്ഞ ഭയം തിരിച്ചറിഞ്ഞ അർജുൻ അയാളെ വേഗം തന്നെ വെട്ടിത്തിരിഞ്ഞു നോക്കി. ബാക്കി ഭാഗം നാളെ തന്നെ ഉണ്ടാകണം. നിങ്ങൾ ലൈക്ക് ചെയ്ത് വച്ചേക്കണം. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ലവ് യു ഓൾ. ബൈ. ഒരുപാട് കാത്തിരിക്കേണ്ട, വേഗം തന്നെ വരും. ഓക്കെ, നാളെ തന്നെ ഉണ്ടാവും.